എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. സദാശിവൻ സ്വഭാവം വലത് നാസിക വിദ്യ സുഭഗ ഗുദം കല. അപ്പൊ ഇത്രയും നമ്മൾ കണ്ടു. അപ്പൊ ഇപ്പൊ എവിടെയാണ് നമ്മൾ ഈ കണ്ടതെല്ലാം തന്നെ ഈ പറഞ്ഞ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരും എല്ലാ ശക്തികളും നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് ഇരിക്കണു എന്നാണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ടതിന് ശേഷം വേണം നമുക്ക് നമ്മളും ഈ വിഗ്രഹാരാധനയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ. കാരണം വിഗ്രഹത്തിൽ നമ്മൾ ആവാഹിക്കുന്നത് ഇതാണ്, ഈ പറഞ്ഞ 26 തത്വങ്ങളെയാണ് വിഗ്രഹത്തിലെ പല തലങ്ങളിലൂടെ ഷോഡശ ഉപചാരങ്ങൾ നമ്മൾ മനുഷ്യന് ചെയ്യുന്ന പോലെ ഗർഭാധാനം, ഗർഭത്തിന്റെ ഈ പറഞ്ഞ 7-ാം മാസത്തിൽ ചെയ്യുന്ന ചടങ്ങുകൾ, അത് എല്ലാ കർമ്മങ്ങളും അവസാന അന്ത്യേഷ്ടി കർമ്മം, നമ്മുടെ ചിത ഒരുക്കുമ്പോൾ ചെയ്യുന്ന കർമ്മം വരെയുള്ള എല്ലാ കർമ്മങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യ ജീവനില് ഒരു ജീവന്റെ യാത്രയിൽ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും നമ്മൾ ഒരു ക്ഷേത്രത്തില് ഒരു വിഗ്രഹത്തിൽ ജീവനെ ആവാഹിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ ഇടത് ചെവി വലത് ചെവി എന്ന് പറയുന്നത് എന്താ? ശിവനും ശക്തിയുമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങളെ കേൾക്കാവൂ. അതാണ് ഭദ്രം കർണേബി ശൃണുയാമ ദേവ എന്ന് പറയുന്നത്. ഏറ്റവും ഐശ്വര്യമുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കട്ടെ, നല്ലത് കാണട്ടെ, നല്ലത് ചിന്തിക്കട്ടെ, നല്ല പ്രവൃത്തി വരട്ടെ. ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോ ഇനി നമ്മള് ഈ പറഞ്ഞ ശ്രീചക്രം, നമ്മുടെ ശ്രീചക്രം എന്ന് പറയുന്ന ബാഹ്യമായിട്ടുള്ള ദേവിയുടെ ഒരു ചക്രസങ്കേതം, ചക്രസങ്കേതമുണ്ട്, മന്ത്രസങ്കേതമുണ്ട്. മന്ത്രം നാദമാണ്. ചക്രം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബാഹ്യമായിട്ടിരിക്കുന്ന ഒരു യന്ത്രമാണ്. അപ്പൊ നമുക്കത് എന്താണ്, അതിലോട്ടൊന്ന് പോവാം. അപ്പൊ അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് എല്ലാവർക്കും ഇതിനു മുമ്പേ ഒരുപാട് തവണ നമ്മൾ ആവരണവും ആവരണ ദേവതകളും എല്ലാം ഇട്ടിരുന്നു. ഈ ആവരണങ്ങൾ നമ്മുടെ ശരീരത്തിലാണ് ഇരിക്കണമെന്ന് നമ്മൾ അറിയണം. എന്നാലേ നമുക്ക് അകത്ത് പൂജ ചെയ്യുമ്പോൾ സമയ സമ്പ്രദായത്തിലെ ഈ പറഞ്ഞ കൗളം എന്ന് പറയുന്ന ബാഹ്യപൂജകളെല്ലാം തന്നെ ഈ അകത്തിരിക്കുന്ന ദേവിയെ നമുക്ക് ഉപാസിക്കാനാണ്. അപ്പൊ ഇതെന്താണ് ശ്രീചക്രം? നമ്മൾ ബാഹ്യമായിട്ട് സിംബോളിക്കായിട്ട് വയ്ക്കുന്ന ഈ ശ്രീചക്രം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതും നമ്മളുമായിട്ടുള്ള ബന്ധം ഒന്ന് പറയാന്ന് വിചാരിക്കുന്നത്. എന്തായാലും അത് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് സുഷുമ്ന? സുഷുമ്നയിലൂടെയാണ് നാദസഞ്ചാരം. നാദം സഞ്ചരിക്കുന്നത് എവിടെയാണ്? പരാപശ്യന്തി, മധ്യമ, വൈഖരി എല്ലാം തന്നെ സുഷുമ്നയിലൂടെയാണ്. അപ്പൊ ഈ നാദസഞ്ചാരം എന്ന് പറയുന്നത് ആധാരം മുതൽ മുകളിലേക്ക് ഒരു മുളം കുഴലിന്റെ എന്ന വണ്ണം നാദം സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന ഓടക്കുഴലിന് 9 ദ്വാരങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നാദം. സരിഗമ പദനിസ സനി ദഭ മകരിസ. അപ്പൊ ഈ സരി ഗമ എല്ലാം ഈ പറഞ്ഞ ആധാര ചക്രങ്ങളെ ബേസ് ചെയ്താണ്. ഇനി നമുക്കത് കാണാം. ഓരോ ശബ്ദങ്ങളും ഓരോ സാരി എല്ലാം തന്നെ ആധാര ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് എവിടെ കൂടെയാണ് പോണമെന്ന് വെച്ചാൽ സുഷുമ്നയിലൂടെയാണ് പോകുന്നത്. അപ്പൊ എന്താണ് ശ്രീകൃഷ്ണനെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്? ഈ പറഞ്ഞ ഓടക്കുഴലിൽ വെച്ചിരിക്കുന്ന ഗോക്കളെ മേയ്ക്കുന്ന, ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങള്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്. അപ്പൊ അതിനെല്ലാം ആ ഗോക്കളെ, പശുക്കളെ അലഞ്ഞു തിരിയാതെ അതിനെ മേയ്ക്കും. ഭഗവാൻ എല്ലായിടത്തും നമുക്കറിയാം. ഭഗവത്ഗീതയിൽ തന്നെ ആ കുതിരയെ മേയ്ക്കുന്ന ആളായിട്ട് വന്നു, അർജുനന്റെ തേരാളിയായിട്ട് വന്നു. എല്ലാം പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആളായിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പോ ഈ ഗോപാലൻ എന്ന് പറഞ്ഞ ആപാല ഗോപവിദിത എന്ന് ദേവിക്കൊരു നാമമുണ്ട്. ഈ ഗോപാലന്മാര്, അതായത് അക്ഷരജ്ഞാനമില്ലാത്തവർ, ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിൽ നടക്കണവരെന്നാണ്. അപ്പൊ ആ ബാല ഗോപവിദിത, അത് നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ കാണാം. ഈ ഗോപാലന്മാരായിട്ടുള്ള അക്ഷരജ്ഞാനമില്ലാത്ത ഗോക്കളെ മേയിച്ചുകൊണ്ട് നടക്കുന്നവരെ പോലും എന്താ ഗോവിന്ദനാക്കി മാറ്റുന്നത്. ഗോവിന്ദൻ, ഗോക്കളെ ആ ഒരു ഗോവിന്ദൻ എന്താ ചെയ്യുന്നത്? ആ ഒരു പർവ്വതത്തെ തന്റെ വിരലില് പൊക്കിയെടുത്ത് എല്ലാ ഗോപന്മാർക്കും ആ മഴ, ഒരു ഇന്ദ്രന്റെ മഴ പെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കുകയാണ്. അപ്പോ ഈ പറഞ്ഞ ഗോവിന്ദൻ എന്ന് പറയുന്ന നാമവും ഈ പറഞ്ഞ ആപാല ഗോപവിദിത ഇതെല്ലാം ദേവി തന്നെ കൃഷ്ണനാണ്, കൃഷ്ണൻ തന്നെ ദേവിയാണ്, വിഷ്ണുവും ദേവിയും രണ്ടല്ലാന്ന് എടുത്തു കാണിക്കുകയാണ്. ഈ പറഞ്ഞ ഓടക്കുഴൽ എന്ന് പറയുന്ന 9 ദ്വാരങ്ങള് ഭഗവാൻ തന്റെ ഓടക്കുഴൽ ഒരു മുളംകുഴലാണ്. നമ്മുടെ ശരീരവും അതുപോലെയാണ്. അതിൽ പ്രാണനാകുന്ന ശക്തിയെ വയ്ക്കുമ്പോൾ മാത്രമേ അതിന് ചലനം ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ ഭഗവാൻ ഊതുമ്പോഴാണ് അതിൽ നാദം ഉണ്ടാകുന്നത്. അത് പോകുമ്പോൾ ഈ ഓടക്കുഴൽ എന്ത് ചെയ്യുന്നു? ഈ പഞ്ചഭൂതങ്ങളില് തിരിച്ചു ലയിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. അതാണ് മുളംകുഴലിലൂടെ എന്ന വണ്ണം നാദം സഞ്ചരിക്കുന്നു. ഇതിന് 8 പർവ്വങ്ങളുണ്ട്, 8 ജോയിന്റ്സ്. പർവ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ജോയിന്റ്സ്. ചില ടെക്നിക്കൽ ടേംസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് കുറച്ചുകൂടെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു പോവുകയാണ്. യോഗങ്ങള്, പർവ്വങ്ങള്, ജോയിന്റ്സ്, നാഡി, സന്ധി, ഇതിനൊക്കെ ഇത് മലയാള വാക്കാണ്. ഇനി ഇതിന്റെയും
താഴെയുള്ള മലയാള വാക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാവുമ്പോൾ നമുക്കത് മനസ്സിലാവും. ജോയിൻസ്, അതാണ് പർവ്വങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് 8 ജോയിൻസ് ഉണ്ട്. ആരോഹണത്തിന്റെ 8 ഘട്ടങ്ങള്. ഈ 8 ഇത് എന്താണ്, എങ്ങനെയാണ് നാദം ഉണ്ടാകുന്നത്? എന്തെങ്കിലും ഒരു പ്രതലത്തിൽ നാദം ഉണ്ടാവുമോ? ഇല്ല. ശൂന്യമായിട്ടിരിക്കുന്ന ആകാശത്തിലാണ് നാദം സഞ്ചരിക്കാൻ പറ്റുന്നത്. നാദത്തിന് സഞ്ചരിക്കാൻ അവകാശം നൽകുന്ന രന്ധ്രങ്ങളാണത്. രന്ധ്രം എന്നാൽ എന്താ? അകത്തേക്കും പുറത്തേക്കും ആരോഹണം അവരോഹണം സഞ്ചരിക്കുന്ന വാതില്. അതിനെയാണ് നമ്മൾ ബ്രഹ്മരന്ധ്രം എന്ന. ബ്രഹ്മരന്ധ്രം എന്താ? ബൈന്ദവസ്ഥാനം. ഈ പറഞ്ഞ പ്രാണൻ നമുക്ക് യോഗാഭ്യാസത്തിലൂടെ ഇരിക്കുന്ന ഒരു യോഗിക്ക് പ്രാണൻ തന്റെ ആ ഒരു സുഷുമ്നയിലൂടെ സഞ്ചരിച്ച് ആ സഹസ്രാര പത്മത്തിലെത്തി അവിടുത്തെ ഈ പറയുന്ന ഫോണ്ടിനെല്ല എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ പതുപോലെ ഇരിക്കുന്ന സ്ഥലത്തൂടെ പ്രാണൻ അതുകൂടെ ബഹിർഗമിക്കുക. അവിടെ ഒരു ഓട്ടയുണ്ട്. അതാണ് തിരിച്ച് മുകളിലേക്ക് ഊർധ്വഗതിയെ പ്രാപിക്കാനുള്ള സ്ഥലം. ഇപ്പൊ രന്ധ്രം എന്ന് പറഞ്ഞാൽ എന്താ? വാതിൽ എന്നാണ് അർത്ഥം. വാതില്. അപ്പോ ഈ രന്ധ്രങ്ങള് നമ്മുടെ ഈ മുളംകുഴലിൽ നാദം സഞ്ചരിക്കുന്ന പോലെ നാദം സഞ്ചരിക്കുകയാണ്. 8 പർവ്വങ്ങള് എവിടെയുണ്ട്? നമ്മുടെ സുഷുമ്നാ നാഡിയിലുണ്ട്. ഇതിനെയാണ് നമ്മൾ 8 ആകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ നാദത്തിന് സഞ്ചരിക്കാൻ അവിടെ കൂടെ പറ്റൂ, വേറെ ഒരു സ്ഥലത്തൂടെയും പറ്റൂല. അസ്ഥി മജ്ജ മാംസം രക്തമൊക്കെ ഇരിക്കുന്ന സ്ഥലത്തൂടെ ശബ്ദത്തിന് പോവാൻ പറ്റില്ല, സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പൊ സുഷുമ്നാ നാഡിയിലിരിക്കുന്ന 8 എന്താ പറയാ 8 രന്ധ്രങ്ങൾ വഴി മാത്രമേ ഈ പറഞ്ഞ നാദത്തിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ ആരോഹണ ക്രമം അവരോഹണ ക്രമം എന്ന് പറയുന്നത്. മേളിലോട്ടും താഴോട്ടും ഇൻഹെയിലിംഗ് ആൻഡ് എക്സെയിലിംഗ്. അകത്തോട്ട് എടുക്കുന്നത് ഇൻഹെയിലിംഗ്, പുറത്തോട്ട് വരുന്നത് എക്സെയിലിംഗ്. അപ്പൊ ഇത് രണ്ടുമാണ്. ഉപാധേയങ്ങളെ സ്വീകരിക്കാനും അനുപാധേയങ്ങളെ പുറന്തള്ളാനും അവയ്ക്ക് കഴിയും. നമുക്ക് വേണ്ടത് അകത്തോട്ട് എടുക്കാനും. ഇതിനെന്താ വെച്ചിരിക്കുന്നത്? ഇതൊരു അരിപ്പയാണ്. എന്തും അരിച്ചെടുക്കാൻ പറ്റും. അകത്തോട്ട് വരുമ്പോ ഈ പറഞ്ഞ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും എല്ലാം ചേർന്ന വായുവെ ശുദ്ധീകരിച്ചിട്ട് നമുക്ക് വേണ്ട ഓക്സിജൻ എടുത്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ആ ഇൻഹെയിൽ നിന്ന് എക്സെയിൽ ചെയ്ത് പുറത്തോട്ട് പോകും. ഇതാണ് ശ്വാസകോശങ്ങൾ ചെയ്യുന്നത്. അപ്പോ വേണ്ടത് സ്വീകരിക്കാനും വേണ്ടത് തള്ളിക്കളയാനും ആർക്ക് കഴിവുണ്ട്? ഈ ശ്വാസകോശങ്ങൾക്ക് കഴിവുണ്ട്. ഇതിന് കാരണമായിട്ടിരിക്കുന്ന മഹാശക്തി. ഗുരു ശിഷ്യന് അർത്ഥപ്രവൃത്തിയിൽ വ്യാപരിക്കാനും ആ അനർത്ഥാത് ഉപരതിയിൽ നിന്ന് നിയന്ത്രിക്കാനും തന്റെ കടാക്ഷത്താൽ സഹായിച്ച് വിവേകപൂർവ്വം കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും സമർത്ഥനാക്കുന്നു. അതാണ് ഒരു ഗുരുവിന്റെ ഗുരു ചെയ്യേണ്ടത്. ഒരു ശിഷ്യന്, ആ ഒരു ശിഷ്യന് എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് കളയേണ്ടതെന്നുള്ള ഒരു ജ്ഞാനം കൊടുക്കുന്നു. അങ്ങനെ നവചക്ര രൂപമാണ് ശ്രീചക്രം. അപ്പൊ ശ്രീചക്രം എന്താണ്? 9 ചക്രങ്ങളുടെ സ്വരൂപമാണ് ശ്രീചക്രം. അപ്പൊ 9 മംഗളകരമായ ശൈലികളുടെ ക്രമബദ്ധമായുള്ള സംവിധാനം. ഭാസ്കരായർ പറയുന്നു, ഈ ശ്രീചക്രത്തെ നമുക്ക് 5 എണ്ണം ശക്തിചക്രവും 4 എണ്ണം ശിവചക്രവുമാണ്. ഓരോന്നിനും ഓരോ ചക്രനാമമുണ്ട്. നമുക്കറിയാം വെഷ്ടി സമഷ്ടി, അതായത് നമ്മൾ പ്രപഞ്ച രീതിയിലും വെഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും, ഈ 2 രീതിയിലും നമുക്ക് അതിന് മംഗളരൂപമാണ്. പക്ഷെ ചക്രത്തിന് നാമമുണ്ട്. അപ്പോ ഒരു മംഗളകരമായിരിക്കുന്ന ശ്രീചക്രം എന്ന് പറഞ്ഞാൽ മംഗളകരമായിരിക്കുന്ന രൂപം, അതായത് യഥാർത്ഥ ശ്രീചക്രം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ബിന്ദു. അതിന്റെ ഏറ്റവും ഈ ശ്രീചക്രം വരുന്നത് തന്നെ ഉണ്ടാകുന്നത് തന്നെ അതിന്റെ മൂല സ്വരൂപമായിരിക്കുന്ന എന്താണ്? സർവ ആനന്ദമയ ചക്രമാണ്. ഒരു ഭ്രൂണം തന്നെ ഒരു ബീജവും ഒരു അണ്ടവും കലർന്ന് ഒരു ഗർഭപാത്രത്തിൽ ചെന്ന് ചേരുന്ന സൈഗോട്ട് എന്ന് പറയുന്ന ഭാവം, അത് രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന ശിവശക്തി ഐക്യമായിട്ടിരിക്കുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും കൂടെ ചേർന്നിരിക്കുന്ന ആ ഒരു ചെറിയ ആനന്ദമയ ചക്രത്തിൽ നിന്നാണ് അതിന്റെ കൈകാലുകളും അതിന്റെ ബാക്കി അവയവങ്ങളും 9 മാസം കൊണ്ട് വികസിച്ച് അതിന് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എല്ലാം ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചക്രത്തെ നമ്മൾ എന്താ പറയണത്? സർവ ആനന്ദമയ ചക്രം എന്നാണ് പറയണത്. അതിലാണ് ശിവശക്തി മറ്റെല്ലാം ആ ശിവശക്തിയുടെ പ്രയോഗ വൈദഗ്ധ്യം, അതായത് അവിടെ രണ്ടുപേരും കൂടെ എങ്ങനെയാണ് ഒരുമിച്ചിരുന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് ഉപാസകന്റെ ശരീരത്തെ 9 ചക്രം ആണെന്ന് പറയുന്നു. ഭാസ്കരായർ പറയുന്നു, നമ്മുടെ ശരീരം അതായത് ദേഹം ഇതി അനുവർത്തതേ സ്വകീയോ ദേഹദേവ, നമ്മുടെ ദേവൻ തന്നെ ത്രൈലോക്യ മോഹനാദി നവചക്രങ്ങള് സമഷ്ടി രൂപേണ കാണുന്ന ചക്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരമാകുന്ന ശ്രീചക്രത്തിലുണ്ട്. ശരീരം തന്നെയാണ് ശ്രീചക്ര സ്വരൂപം. നിത്യഷോഡശ കലകളാകുന്ന 16 കലകളും നമ്മുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചക്രം എന്നാല് ചക്രം എന്നുള്ളതില് ക്ര എന്നുള്ളത് കൃ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല്, കൃ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക.
കർമ്മം ചെയ്യുക എന്നുള്ള ധാതുവിൽ നിന്നാണ് ചക്രം എന്നുള്ള പദം, ഈ ക്ര എന്നുള്ള വാക്ക് വരുന്നത്. ചക്രം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്, വീലാണ്, വട്ടത്തിൽ കറങ്ങുന്നത്. അതിനെന്താ ഒരു ആദിയും അന്തവുമില്ല. ഒരു സ്ട്രെയിറ്റ് ലൈനിനാണെങ്കിൽ ഒരു ആദിയും അന്തവും ഉണ്ട്. ചക്രത്തിനാണെങ്കിലോ റൗണ്ട് ഫിഗറിന് ആദിയും അന്തവും ഇല്ലാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോ ഈ കൃ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഈ ക്ര എന്നുള്ള വാക്ക്. അപ്പോ ക്ര എന്ന് പറഞ്ഞാൽ എന്താ? ചക്രം, കർമ്മം ചെയ്യുന്നത് എന്തോ അത് ചക്രം. അപ്പൊ കുശവന്റെ ചക്രം, ഒരു പാത്രം ഉണ്ടാക്കാനായിട്ട് ഒരു കുശവൻ ചക്രം ഉണ്ടാക്കണം, വണ്ടി ചക്രം ചെയ്യുന്നു. അപ്പൊ എന്തിനാണ് ചക്രം ഉണ്ടാക്കുന്നത്? വണ്ടിയെ സഞ്ചരിപ്പിക്കാൻ അല്ലെ? കാളവണ്ടിക്ക് ചക്രമുണ്ട്, കാറിന് ചക്രമുണ്ട്. ഏതും സഞ്ചരിക്കണമെങ്കിൽ ചക്രം വേണം അതിന് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പൊ ഉപകരണങ്ങള്, യന്ത്രം, അവയുടെ മോഡൽ, ചിത്രം എല്ലാം അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചക്രമാണ്. അതിനെ പ്രവർത്തിപ്പിക്കുന്ന എന്തോ അത് ചക്രം. അതിന് സമൂഹം, വജ്രം എന്ന അർത്ഥത്തില് എന്താ പറയുന്നത്? അസംബ്ലേജ്, എന്താണോ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ നമുക്ക് ചക്രമായിട്ട് പറയാം. അതിനെയാണ് നമ്മൾ ചക്രം എന്ന് പറയുന്നത്. അപ്പോ ഒരു വ്യൂഹം, അതിനെ ഒരു വ്യൂഹം എന്ന് പറയാം, രാഷ്ട്രം എന്ന് പറയാം. ഇതിന് പല പേരുകൾ വന്നാലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ചക്രത്തിനെ തന്നെയാണ് മണ്ഡലം എന്ന് പറയുന്നത്, തെറ്റിപ്പോകരുത്. ഈ ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു ചക്രം. നമ്മൾ ഒരു മണ്ഡലത്തിൽ പൂജ ചെയ്യുക, ഒരു ശ്രീചക്ര അല്ല, നമുക്ക് നമ്മള് യന്ത്രപൂജയൊക്കെ ചെയ്യുമ്പോൾ ഒരു മണ്ഡലം ചെയ്യാൻ പറയും. മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന സ്ഥലം, അതിനാണ്. ഇല്ലെങ്കിൽ 44 days ഒരു മണ്ഡലം, ഒരു കാലയളവ്, ഇതിനെയൊക്കെ നമ്മൾ മണ്ഡലം എന്ന് പറയും. അതുപോലെ രാശി, നക്ഷത്ര, മാതൃകാ ചക്രങ്ങളെ എല്ലാം നമ്മൾ ഇങ്ങനെ തന്നെ കാണണം. കാരണം ഇതെല്ലാം വ്യൂഹങ്ങളാണ്, മണ്ഡലങ്ങളാണ്, ഇതെല്ലാം ചേർന്നതാണ്. അപ്പൊ ഒരു ചക്രവ്യൂഹത്തെ അല്ലെങ്കിൽ ഒരു ധർമ്മവ്യൂഹത്തെ നയിക്കുന്നതിനായിട്ട് ധർമ്മചക്ര പ്രവർത്തകനായ ഒരു ചക്രവർത്തി. എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കുന്നത്? ഒരു രാജ്യം ഭരിക്കാൻ ഒരു ചക്രവർത്തി വേണ്ടേ? അവിടെ അദ്ദേഹം ഇരുന്നിട്ടല്ലേ തന്റെ ഉപസേനാ നായകന്മാര്, കാര്യദർശിയായിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി, പിന്നെ കാലാൾപ്പട, ചതുരംഗപ്പട, ഇങ്ങനെ പല പല എന്താ പറയുക ഒഫീഷ്യൽസിനെ നിർദ്ദേശിച്ചിട്ട് ഒരു മഹാരാജ്ഞി അല്ലെങ്കിൽ ഒരു മഹാരാജാവ് അവിടെ ഇരുന്ന് രാജ്യം ഭരിക്കുന്നു. അതുപോലെ നമ്മുടെ ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്ന മഹാശക്തി നമ്മുടെ ശരീരത്തിലിരുന്ന് പല വിധത്തിലുള്ള വ്യൂഹങ്ങളിലൂടെ, നവദ്വാരങ്ങളിൽ ഇരിക്കുന്ന നവശക്തികളിലൂടെ നമ്മുടെ ശരീരമാകുന്ന ഈ പറഞ്ഞ ചക്രത്തെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എന്താ? ആ ഒരു സാധക ചക്രം എന്നാ പറയുന്നത്. തന്ത്രത്തിൽ ഒരു സാധക സമൂഹത്തെ എന്താ പറയണത്? സാധക ചക്രം എന്ന് പറയും. അവര് ചെറിയ ഗ്രൂപ്പുകളായിട്ട് രഹസ്യമായിട്ട് ഉപാസനയ്ക്ക്, അതിനെയാണ് നമ്മൾ ചക്രപൂജ എന്ന് പറയുന്നത്. യോഗിനി ചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പിന്റെ പേര്. ഇപ്പൊ നമുക്കറിയാം ഡാകിനി, ശാകിനി, ഇങ്ങനെ ഇരിക്കുന്ന മറ്റേ ഷഡാധാരങ്ങളിൽ ഇരിക്കുന്ന യോഗിനികളെ അതൊരു ഗ്രൂപ്പ് ദേവതകളാണ്. അവരെയാണ് നമ്മൾ യോഗിനി വ്യൂഹം. വ്യൂഹം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, അതിനെ നമ്മൾ യോഗിനി ചക്രം എന്നും പറയും. അപ്പൊ അനവധി നാഡികൾ ചേർന്നതാണ് ഒരു നാഡീ ചക്രം. കാലിലോ തള്ളവിരലിലോ ഇപ്പൊ നമുക്ക് നോക്കാം, എന്താണ് നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കാം. ഉദാഹരണം, നാഡികൾ ചേർന്നതിന് നാഡീചക്രം എന്ന് പറയുന്നു. ഇപ്പൊ കാലിലെ തള്ളവിരലിലെ പാദാങ്കുഷ്ടം, കാലിന്റെ തള്ളവിരല്, അത് കഴിഞ്ഞിട്ട് മടമ്പ്, അതായത് പൃശ്നി എന്ന് പറയും. പിന്നെ ഗുൽഫം, ഞെരിയാണി, ജാനു എന്ന് പറയുന്ന കാൽമുട്ട്, ബുധം, മൂലാധാരം, യോനി, മുഷ്കം, മേഡ്രം, ഇങ്ങനെ പറഞ്ഞ ഈ സ്വാധിഷ്ഠാനം, ഇവിടെ എല്ലാം തന്നെ നാഡീചക്രങ്ങളുണ്ട്. ഇട, പിങ്കള, കണ്ഠം, യോനി, നാഭി, മണിപൂരകം, അങ്കുഷ്ടം, അരണി, അരണി എന്ന് പറഞ്ഞാൽ കൈമുട്ട്, ഒരു കക്ഷം, അനാഹതം, ജിഹ്വാഗ്രം, വിശുദ്ധി, കണ്ഡിക, താലു, നാസാഗ്രം, ഭ്രൂമത്യം, ആജ്ഞ, ലലന, മനസ്സ്, സോമം, മസ്തിഷ്ക മധ്യം, ഇവിടെ എല്ലാം തന്നെ ചക്രങ്ങളും ഒരുപാട് ചക്രങ്ങളുണ്ടെന്ന് യോഗ ഗ്രന്ഥങ്ങൾ പറയുകയാണ്. ഇവയില് ഈ പറയുന്ന ചക്രങ്ങളില് 6 എണ്ണത്തെ, അതിനാണ് ഷഡ്ചക്രങ്ങള്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പറയുന്നത്. ഇത്രയും ചക്രങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കിപ്പോ നമ്മുടെ വീടിനകത്ത് വയറിംഗ് ഉണ്ട്, ഒരുപാട് ചെറിയ ചെറിയ വയറുകൾ പോവും, പക്ഷെ മെയിൻ ആയിട്ട് ചില ബോക്സസ് വെക്കും അല്ലെ? അത് തുറക്കുമ്പോൾ എവിടെയാണ് പ്രശ്നം വരുന്നത് നമുക്കറിയാം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇത്രയും ചക്രങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 എണ്ണം, അതിനെയാണ് നമ്മൾ ഷഡ്ചക്രം എന്ന് പറയുന്നത്, അഥവാ ബ്രഹ്മചക്രം എന്ന് പ്രധാനമായിട്ട് യോഗം അംഗീകരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് ഡീറ്റെയിൽ പഠിക്കാതെ, ശ്രീചക്രം ഒന്നും പഠിക്കേണ്ടാത്തവർക്ക് ഈ 6 ആധാരങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഏതൊക്കെയാണ് ആധാരം? മൂലാധാരം, അതെന്താണ്? അവിടെ പൃഥ്വി. സ്വാധിഷ്ഠാനം, അത് മേഡ്രമാണ്, അത് ജലം. മണിപൂരകം, അത് നിർമ്മാണ ചക്രം എന്ന് പറയും, അതിന് നാഭി, അത് അഗ്നിയാണ്. അനാഹതം, ധർമ്മചക്രം, ഹൃദയം, അത് വായുവാണ്. വിശുദ്ധി ചക്രം, അത് സംഭോഗ ചക്രം എന്ന് പറയും, കണ്ഠം, അത് ആകാശം. ആജ്ഞ എന്ന് പറയുന്നത് പരമാകുല, സൂര്യചന്ദ്രന്മാര്. ഇതിനെ കൂടാതെ 3 ചക്രങ്ങളും കൂടെ പറയുന്നുണ്ട്. കാരണം ഇതിന്റെ മേളിലാണ് ഈ 3 ചക്രങ്ങൾ. ഒന്ന് മനസ് ചക്രം, ആജ്ഞാചക്രത്തിന്റെ തൊട്ട് മുകളിലുള്ളത് വിഷയങ്ങളെ ഗ്രഹിക്കാനുള്ള ശക്തി, ചിന്ത, സ്വപ്നം, ഇതെല്ലാം ഏതാണ്?
മനഃചക്രം, അതിന്റെ മേളില് സോമചക്രം. അതായത് മനഃചക്രത്തിന് തൊട്ട് ഉപരിയായിട്ടിരിക്കുന്ന വൈകാരികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള 16 കാര്യങ്ങളെ കുറിക്കുന്നതാണ് ഏത്? സോമചക്രം. അതിന് മുകളില് സഹസ്രാര കമലം. അതാണ് ഈ ഉഷ്ണീഷ കമലം എന്ന് പറയും. ശിരസിന്റെ മോൾ ഭാഗത്ത് 4 വിരല് മുകളില്. ഏതാണ് സഹസ്രാര കമലം? നമ്മുടെ ശിരസിന്റെ 4 വിരല് മുകളില്, അതായത് ബോധകേന്ദ്രം, അതായത് ശിവൻ. ഇതിന്റെ മുകളിലാണ് ബ്രഹ്മരന്ധ്രം. ഈ സഹസ്രാര പത്മത്തിന്റെ മുകളിലാണ് ബ്രഹ്മരന്ധ്രം. എപ്പോഴും അത് മനസ്സിലാക്കിക്കൊള്ളണം. സഹസ്രാര കമലം എന്ന് പറയുന്നത് ശിരസിന്റെ മുകൾ ഭാഗത്ത് 4 വിരല് മുകളിലാണ്. അല്ലാതെ ഈ തലയോട്ടിനോട് ചേർന്നല്ല ഇരിക്കുന്നത്. തലയോടിന് ചേർന്നിരിക്കുന്ന ബ്രെയിൻ ആണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ ആണ്. അതിന്റെ 4 വിരല് മേളില് സഹസ്രാര പത്മം എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒരു ഓറയുണ്ടെന്നും ആ ഓറയുടെ നിറം ഈ ഒരു ഗോൾഡൻ കളർ ആയിരിക്കാം, ചിലപ്പോൾ കറുത്തതായിരിക്കും. ഓരോരുത്തരുടെ മനസ്സ്, അവരുടെ ആ ഒരു വിചാരങ്ങൾ അനുസരിച്ച്, അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ചിലർക്ക് ഓറ കാണും, ചിലർക്ക് ഓറ കാണില്ല എന്ന് പറയും. സാധാരണ ഒരു ഹാലോ പോലെ ഈശ്വരന്മാർക്കെല്ലാം തന്നെ അവരുടെ തലയുടെ പുറകില് ഒരു ഹാലോ, ഒരു വട്ടമായിട്ടുള്ള ഒരു പ്രകാശം കാണാം. അതെന്താ? അവരുടെ ബോധത്തെ, അതായത് ഈ ന്യൂറോൺസ്, സഹസ്രാര പത്മത്തിലെ എല്ലാ താമരയും വികസിച്ച് നിന്നുള്ള പ്രകാശമാണ് ഈ ഹാലോ. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ സഹസ്രാര കമലം എന്ന് പറയുന്നത് ശിരസിന്റെ മുകളിൽ 4 വിരല് മേളിലാണ്. അതാണ് ബോധ കേന്ദ്രം എന്ന് പറയുന്നത്. അതാണ് ശിവൻ. അവിടെയോട്ടാണ് നമ്മൾ ഈ കുണ്ടലിനി ശക്തിയെ മേളിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ബ്രഹ്മാവ് മൂലാധാരത്തില്, വിഷ്ണു അനാഹതത്തിൽ. എവിടെയാണ് ഇവർ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രഹ്മാവ് ഇരിക്കുന്നത് മൂലാധാരം, വിഷ്ണു അനാഹതത്തില്, രുദ്രൻ ആജ്ഞയില്. ഈ 3 ഗ്രന്ഥി വിടർത്തി വേണം ആത്മബ്രഹ്മ ലയന, ആ ഒരു ലയനം നടക്കാൻ സഹസ്രാരത്തില് പോവേണ്ടത്. ഈ കുണ്ടലിനി ശക്തി എങ്ങനെയാണ് പോണത്? ഈ മൂന്ന് ഗ്രന്ഥികളെ ഭേദിച്ച് വേണം അതിന് പോവാൻ. അതാണ് ജീവന് സഹസ്രാര പത്മത്തിലേക്ക് തുളച്ചു കയറണമെന്ന് പറയണം. കാരണം ഈ മൂലാധാരത്തിൽ 3.5 ചുറ്റായിട്ട് കിടക്കുന്ന ഈ കുണ്ടലിനി ശക്തി പാമ്പ് പോലെ ഉണർന്ന്, തടില്ലതാ സമരിച്ച് ഒരു മിന്നൽ പിണർ പോലെ ഭയങ്കര ശക്തിയിൽ ഉണർന്ന് വിത്തിൻ സെക്കൻഡ്സ് അതിങ്ങനെ മുകളിലോട്ട് എല്ലാ ആധാര ചക്രങ്ങളിലും ഭേദിച്ച് ഈ നോട്ട്സിനെ, ഈ 3 നോട്ട്സ്, ഈ 3 ഗ്രന്ഥികളെയും ഭേദിച്ചിട്ട് നേരെ അത് സഹസ്രാര ചക്രത്തിൽ ചെന്ന് അവിടെ നിന്ന് നേരെ ബ്രഹ്മരന്ധ്രത്തിൽ ഇരിക്കുന്ന ശിവനുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അവിടെ ഐക്യം പ്രാപിക്കും. അപ്പൊ ഇവിടെ എത്ര കലകളാണ്? ചന്ദ്രന്റെ 16 കലയുണ്ട്, സൂര്യന്റെ 24 കലയുണ്ട്, അഗ്നിയുടെ 10 കലയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 50 കലകള്. ഈ 50 കലകളെയാണ് നമ്മൾ 50 വർണ്ണാക്ഷരങ്ങളായിട്ട് പറയുന്നത്. 51 പറയും, ഒന്ന് നമ്മൾ കൂട്ടേണ്ട, 50 വർണ്ണാക്ഷരങ്ങളും. അപ്പൊ അത് ഇതിലൂടെ ഈ 50 വായുമാർഗമായിട്ടാണ് പ്രാണ ഊർജം നാഡീചക്രങ്ങളിലെ 49 എണ്ണം 6 ചക്രങ്ങളിലും നടക്കും. കാരണം ഈ 50 ഈ പറഞ്ഞ വായുമാർഗത്തിലൂടെ പോകുന്ന ആ പ്രാണ ഊർജം, നമ്മൾ അകത്തോട്ട് എടുക്കുന്ന ആ ഊർജം, ഈ 49 എണ്ണവും എവിടെ നടക്കും? നമ്മുടെ ഈ 6 ചക്രങ്ങളിലായിട്ട് നടക്കും. അതിന് കണക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ സോഹം ഹംസ മന്ത്രം തന്നതും അതിനകത്ത് എത്രയാണ് കൊടുക്കുന്നതെന്നും കണക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അകത്തോട്ടെടുക്കുന്ന, പുറത്തോട്ടെടുക്കുന്നതും 6000, എന്താ പറയുക, 10000, അങ്ങനെ ഇങ്ങനെ ഓരോ കണക്ക് കൊടുത്തിട്ട് ടോട്ടലി നമ്മൾ വരുമ്പോൾ 21,600 വരും. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ശ്രീചക്രം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, മംഗളകരമായിട്ട് ഒരു ശക്തി സമൂഹമാണ്, ഒരു ഡിസൈനാണ്, അതൊരു യന്ത്രമാണ്, അതൊരു വിദ്യയാണ്, അത് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു ഉപകരണമാണ്. സർവർക്കും ഇത് എന്ത് തരുന്നു? മംഗളത്തെ തരുന്നു. ശ്രീയതേ സർവൈർ ഇതി ശ്രീചക്രം. അപ്പൊ ശിവശക്തികളുടെ പ്രകാശ വിമർശ ബന്ധത്തെ ഇത് ഉണർത്തുകയാണ്. ചക്രം ത്രിപുര സുന്ദരിയ, ബ്രഹ്മാണ്ടം ആകാരം ഈശ്വരി. ഈ പറയുന്ന ശ്രീചക്രം എന്ന് പറയുന്നത് ത്രിപുര സുന്ദരിയുടെ ബ്രഹ്മാണ്ട രൂപത്തിലുള്ള ഒരു ഫോമിന്റെ ജാമതീയ രൂപമാണ് ശ്രീചക്രം. അപ്പോൾ ചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ആ മനുഷ്യ ശരീരത്തെ മാത്രമല്ല, ബ്രഹ്മാണ്ട ശരീരത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. അഥവാ ചിതാകാശ, അതായത് മഹാകാശവും ചിതാകാശവും ഹൃദയാകാശവും സമന്വയം. അതായത് മഹാകാശം വെളിയിലുള്ളത്, ഹൃദയാകാശം നമ്മുടെ ഉള്ളിലുള്ളത്, ചിതാകാശം ചെറിയ ആകാശം, നമ്മുടെ ജീവശക്തി, ജീവാത്മാവിരിക്കുന്ന അഷ്ടദള പത്മത്തിലിരിക്കുന്ന ആകാശം. ഈ 3 ആകാശത്തിന്റെയും സമന്വയം ഇതിൽ സാധിക്കുകയാണ്. അപ്പൊ പ്രപഞ്ചം, ജ്ഞാനം, ക്രിയ, ഇച്ഛ എന്നീ 3 ശക്തികളുടെ സമന്വയമായിട്ട് സാധക ഹൃദയത്തിൽ ഇതെന്താണ്? വിദ്യാരൂപേണ പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ചിന്തകള് മാതൃകാ ചക്രത്തെ ആസ്പദമാക്കിയാണ് ഒരു വർണ്ണം, സ്വരം, വാക്ക്, പദം, വാക്യം എന്നിവ വികസിപ്പിച്ചെടുക്കുന്ന മാതൃകാ വർണ്ണങ്ങളുടെ അർത്ഥഗ്രഹണം കൂടാതെ ചിന്തയോ പുതിയ സൃഷ്ടിയോ ഭാഷയോ ഒന്നും സംഭവിക്കില്ല. മനസ്സിൽ വികാരമോ ആനന്ദമോ ദുഃഖമോ ഉണ്ടാവില്ല. കാരണം
മാതൃകാ ചക്രത്തിലൂടെ സംസാരത്തിൽ രാഗാദികൾ, വികല്പങ്ങൾ, വികാസം, സൃഷ്ടിക്രമം, സങ്കോചം, സംഹാരം ഇതെല്ലാം സംഭവിക്കുന്നത് എന്താ? ഈ അക്ഷരങ്ങളിലൂടെ. അതാണ് ദേവി അക്ഷര സ്വരൂപിണിയാണ്, ഈ വാക് സ്വരൂപിണിയാണെന്ന് പറയാൻ കാരണം. എല്ലാം സംഭവിക്കുന്നത് ഇതിലൂടെയാണ്. അപ്പൊ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഗതികളെ ശ്രീചക്രത്തില് പ്രതിനിധീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ബിന്ദു എന്ന് പറയുന്നത് എന്താണ്? നിഷ്കളമാണ്. നിഷ്കളം എന്ന് പറഞ്ഞാൽ കലകളില്ലാത്ത, യാതൊരു രൂപവും ഇല്ലാത്ത ഒരു ബിന്ദു, ഒരു വട്ടം, അത്രയേ ഉള്ളൂ അത്. അപ്പൊ അതിൽ നിന്നാണ് ആദ്യം വരുന്നത് എന്ത്? ഈ പറഞ്ഞ ത്രികോണ രൂപമായിട്ടുള്ള മാതൃ വസ്തു. അതായത് മാതൃ എന്ന് പറഞ്ഞാൽ മാതൃ, വസ്തു എന്ന് പറഞ്ഞാൽ മേയം, വസ്തു ജ്ഞാനം എന്ന് പറയുന്നത് പ്രമം, പ്രമാണം, പ്രമേയം, പ്രമ. ഇത് മൂന്നും അതിനെയാണ് സബ്ജക്റ്റ്, ഓബ്ജക്റ്റ് ആൻഡ് നോളജ് എന്ന് പറയുന്നത്. ഞാനും നീയും തമ്മിലുള്ള ആ അറിയുക എന്നുള്ള അറിവ്, ഇത് മൂന്നും. അപ്പൊ ഈ പറയുന്ന ആദ്യത്തെ ബിന്ദുവിനെ എന്താ പറയുന്നത്? നിഷ്കള ബിന്ദു. അത് ആണല്ല, പെണ്ണല്ല, പുരുഷനല്ല, സ്ത്രീയല്ല. എന്താണ്? സ്ത്രീയും പുരുഷനും. ഇപ്പൊ നമ്മൾ 3 മാസം വരെ ഗർഭപാത്രത്തിലിരിക്കുന്ന സൈഗോട്ടിനെ ആണും പെണ്ണും പറയാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും ചേർന്നിരിക്കുന്നു. ആ ഒരു ലിംഗം അവരെന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. അപ്പൊ അതുവരെ ഇരിക്കുന്ന ഇതിനെ നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നതിനെയാണ് ഈ പറഞ്ഞ ബിന്ദു എന്ന് പറയുന്നത്. രണ്ടും ചേർന്നിരിക്കുന്നു, പക്ഷെ അത് തിരിഞ്ഞിട്ടില്ല. 3 മാസം കഴിയുമ്പോൾ പുരുഷനോ സ്ത്രീയോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന ബിന്ദുവിൽ നിന്ന് ഇച്ഛാജ്ഞാന ക്രിയാശക്തിയായിട്ട് 3ആയിട്ട് തിരിഞ്ഞ് അവിടെ നിന്ന് താഴോട്ട് വന്ന് ഈ ഭൂപുരത്തിൽ എത്തിയെങ്കിൽ മാത്രമേ അവിടെ ഈ പറയുന്ന മൊത്തത്തിലുള്ള രൂപം, അതായത് ശരീരവും ശരീരത്തിനകത്തിരിക്കുന്ന ഇന്ദ്രിയങ്ങളും വരുള്ളൂ. അപ്പോ ഈ പറഞ്ഞ ആദ്യം ഇരിക്കുന്ന നിഷ്കളമായിരിക്കുന്ന ബിന്ദുവാണ് 4ആയിട്ട്, അതായത് 4ആയി വികസ്വരമാകുന്നത്. അതിനെ ആത്മാ, അന്തരാത്മ, പരമാത്മ എന്ന് പറയും. അപ്പൊ മേയം എന്താണ്? മേയം എന്ന് പറഞ്ഞാൽ ധർമ്മം, അധർമ്മം എന്നിങ്ങനെ രണ്ട് ആകെ ഉള്ള 6 സകലങ്ങൾ ഈ നിഷ്കള ബിന്ദുവിൽ നിന്നുണ്ടായി. നിഷ്കള ബിന്ദു അമേയമാണ്. അപ്പൊ ശക്തി ചക്രങ്ങൾ താഴോട്ടും ശിവബോധ ചക്രങ്ങൾ മേളിലോട്ടും തിരിഞ്ഞ ഒരു ത്രികോണം. അപ്പൊ 5 ഭൂതങ്ങള്, 3 ധാമം അഥവാ അവസ്ഥകള്. ഏതാണ് 3 അവസ്ഥകള്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി പ്ലസ് കാലം എന്ന 9 എണ്ണം. അങ്ങനെയാണ് 9 ത്രികോണങ്ങൾ രൂപം ചെയ്യുന്നത്. നമ്മൾ കുറച്ചൊന്ന് ആ പടം നോക്കി നല്ലവണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മനസ്സിലാവാത്തത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. അല്ലാതെ ഇപ്പൊ നമുക്ക് ചിലർക്ക് മനസ്സിലായില്ല, നമുക്കത് മനസ്സിലാവാത്ത പാർട്ടെല്ലാം പിന്നെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ശ്രീചക്രം വരുമ്പോഴാവട്ടെ ശ്രീചക്രത്തിന്റെ പടം വെച്ച് തന്നെ ചെയ്യാം. കാരണം ഈ നിഷ്കള ബിന്ദു അത് ശ്രീചക്രത്തിന്റെ പടം നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒരു ബിന്ദുവിൽ നിന്നിട്ട് എന്താണ് ചക്രങ്ങൾ താഴോട്ടും മേളിലോട്ടും അത് ഇന്റർസെക്ട് ചെയ്യുമ്പോഴത്തേക്ക് 44 ത്രികോണം വരും. അതിലെ ആ ഒരു 3 അവസ്ഥകളെ നമ്മൾ കാണിക്കുന്നുണ്ട്, ശിവബോധവും ശക്തിബോധവും. അങ്ങനെ കാലത്ത് പ്ലസ് കാലം, അങ്ങനെ 9 എണ്ണമായിട്ട് രൂപം. ആ 9 ആവരണങ്ങളിലാണ് ബാക്കിയുള്ളതെല്ലാം വന്നു ചേരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തത് നോക്കാം. എന്താണ് ഈ പറഞ്ഞ ശിവശക്തി ഐക്യത്തിലൂടെ ബിന്ദുവിലൂടെ വന്ന ത്രികോണം ആദ്യം എങ്ങനെയായി തീർന്നു? നമുക്ക് താഴേന്ന് മേളിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഭൂപുരം എന്ന് പറഞ്ഞാല് ത്രൈലോക്യ മോഹന ചക്രം. ആദ്യത്തെ നമ്മൾ വന്നു ചേർന്ന ഭൂമിയെയാണ് അത് കാണിക്കുന്നത്. ബിന്ദുവിൽ നിന്ന് ഏറ്റവും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴത്തെ ചക്രം, അതിനെയാണ് ആദ്യത്തെ. നമ്മൾ ഇവിടെ താഴെയിൽ നിന്ന് ഒരു മേരു ചക്രത്തിലോട്ട് മേളിലോട്ട് പടിയായിട്ട് കയറി പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ചക്രത്തിനെ നമ്മള് ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയണു. അതിനകത്ത് 3 രേഖകളുണ്ട്. അതിനകത്ത് 10 സിദ്ധി, രണ്ടാമത്തതില് 8 മാതൃക, മൂന്നാമത്തതില് 10 മുദ്രാദേവത. ഇത്രയാണുള്ളത്. അപ്പൊ ഏതാണ്? ത്രിവൃത്തം. 3 വൃത്തങ്ങളുണ്ട്. അതിനകത്ത് ഒന്നായി ആദ്യ വൃത്തത്തിൽ 29 മാതൃകാ ദേവികള് കാളരാത്രി മുതല്, രണ്ടാമത്തതില് 16 മാതൃദേവികള് അമൃത മുതല്, മൂന്നാമത്തതില് 16 നിത്യകള് കാമേശ്വരി മുതല്. അപ്പം ഹയഗ്രീവ സമ്പ്രദായത്തിൽ ഈ വൃത്തം നമ്മൾ സ്വീകരിക്കുന്നില്ല. ഈ ആനന്ദ ഭൈരവ സമ്പ്രദായത്തിൽ നമ്മൾ ഇത് സ്വീകരിക്കുന്നുണ്ട്. അപ്പോ ഈ ആദ്യത്തത് ഭൂപുരമാണ്, ത്രൈലോക്യ മോഹന ചക്രമാണ്. അതിനകത്ത് എത്രയുണ്ട്? 3 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഇരിക്കുന്നത് അണിമ, ലഘിമ സിദ്ധികള്, അഷ്ടമാതൃക്കള്, മുദ്രാശക്തികള് 3 വരയിലായിട്ട്. രണ്ടാമത്തത് ഷോഡശദള പത്മം എന്ന് പറയും. ഷോഡശദള പത്മം സർവാശ പരിപൂരക ചക്രം. അതിനെയാണ് ത്രിവൃത്തത്തിനകത്ത് 16 കലാദേവതകള്. 16 കലാദേവതകൾ എന്ന് പറയുമ്പോൾ കാമാകർഷിണി മുതല് ഓരോ ദളത്തിലും ഓരോ ദേവതകൾ ഇരിക്കുക. മൂന്നാമത്തെ ചക്രം അഷ്ടദള പത്മം, സർവ സംക്ഷോഭണ ചക്രം. അവിടെ അനങ്ക കുസുമ തുടങ്ങി 8 ദേവതമാർ. അഷ്ടദളം എന്ന് പറഞ്ഞാൽ 8 ദേവതകള്. 4ാമത്തെ ചക്രം ചതുർദശാരം. അതിന് 14 മുഖങ്ങളുണ്ട്. അതിനെ സർവ സൗഭാഗ്യ ചക്രം എന്ന് പറയുന്നു. അവിടെ ഇരിക്കുന്ന ദേവതമാര് സംക്ഷോഭിണി മുതലുള്ള 14 ദേവതമാര്. 5ാമത്തത് ബഹിർദശാരം, 10 മുഖമുണ്ട്.
സർവാർത്ഥ സാധക ചക്രം എന്നാണ് അതിന് പേര്. സർവസിദ്ധിപ്രദം മുതൽ 10 ദേവതമാര്. അടുത്തത് ബഹിർദശാരം, അതിനും 10 മുഖങ്ങളുണ്ട്. സർവാർത്ഥ സാധക ചക്രം, അന്തർദശാരം എന്ന് പറയും 6ാമത്തത്. സർവരക്ഷാകര ചക്രം, സർവജ്ഞ മുതൽ 10 ദേവതമാരാണ് ഇവിടെ ഉള്ളത്. 7ാമത്തെ ചക്രം അഷ്ടാരം, 8 ത്രികോണങ്ങള്. അതിന് സർവരോഗഹര ചക്രം എന്ന് പറയുന്നു. അതിൽ വശിന്യാദി വാഗ്ദേവതകള് 8 പേര്. അത് അഷ്ടവസുക്കളാണെന്നും പറയുന്നുണ്ട്. അടുത്തത് ത്രികോണം. അടുത്ത ത്രികോണം എന്താണ്? ആ സർവസിദ്ധിപ്രദ ചക്രം എന്ന് പറയും. ആ 3 പേരേ ഉള്ളു അവിടെ. ആരൊക്കെയാണ് 3 പേര് ദേവിയുടെ അടുത്തിരിക്കുന്നത്? കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി. അപ്പൊ അഷ്ടാരത്തിനും ത്രികോണത്തിനും ഇടയിലുള്ള, ഇപ്പൊ അഷ്ടാരം എന്ന് പറയുന്നത് ഏതാ? 8 ത്രികോണങ്ങൾ ഇരിക്കുന്ന, അതിനും ആ ഒരു ബിന്ദുവിനും ഇടയ്ക്കായിട്ട് ഈ പറഞ്ഞ ഓഖത്രയങ്ങൾ, ഓഖം എന്ന് പറഞ്ഞാൽ ഒഴുക്കെന്നാണ് പറയണത്. ഗുരുക്കന്മാരുടെ അനുഗ്രഹ പ്രവാഹം, അവിടെ ഇരിക്കുന്ന ഗുരുക്കന്മാരാണ് ദിവ്യൗഖം, സിദ്ധൗഖം, മാനൗഖം എന്ന് പറയുന്ന 3 ഓഖങ്ങള്. ഓഖങ്ങൾ എന്ന് പറഞ്ഞാൽ ചാനൽ, ഒരു ഒഴുക്ക്. ആ ഒഴുക്കിലിരിക്കുന്ന ഗുരുക്കൻ, 9 ഗുരുക്കന്മാർ വീതം അവിടെ ഇരിപ്പുണ്ട്. 4ാമത്തെ ഇതിനെ നമ്മള് ബിന്ദു എന്ന് പറയും. സർവാനന്ദമയ ചക്രം, അതാണ് മഹാത്രിപുര സുന്ദരി, ആ 4ാമത്തത്. അപ്പോ ദക്ഷിണാമൂർത്തി സമ്പ്രദായത്തില് സംഹാരക്രമത്തില് സൃഷ്ടിക്രമത്തില് നമ്മൾ എങ്ങനെയാണ്? സൃഷ്ടിക്രമത്തില് ബിന്ദു മുതൽ ഭൂപുരം വരെയും, സംഹാരക്രമത്തില് ഭൂപുരം മുതൽ ബിന്ദു വരെയും. അപ്പൊ ഇതിനെയാണ് നമ്മള് ശ്രീചക്രം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഈ ശ്രീചക്രം. ഇത് പറയാൻ കാരണം നമ്മുടെ ശരീരവും ശ്രീചക്രവുമായിട്ടുള്ള ബന്ധം എന്താണ്. അപ്പൊ ഇതിനകത്ത് ഭൂപുരം എന്ന് പറഞ്ഞു, ആദ്യത്തെ രേഖ. ഭൂപുരത്തിലെ ആദ്യത്തെ രേഖ എന്താണ്? കാല്. 2ാമത്തെ രേഖ കാൽമുട്ട. 3ാമത്തെ രേഖ തുട. ത്രിവൃത്തം എന്ന് പറഞ്ഞ 3 വലയങ്ങള്, അത് ശരീരത്തിന്റെ മധ്യം. അപ്പൊ ഷോഡശതല പത്മം എന്ന് പറഞ്ഞ നാഭി മുതൽ മേഢ്രത്തിന്റെ മൂലം വരെ, അതിനാണ് ഇത് ആവരണം ചെയ്യപ്പെട്ടത് കടിപ്രദേശം. അതിനെയാണ് നമ്മൾ 16 പത്മങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം സ്വാധിഷ്ഠാനമായിട്ട് വരും. അപ്പൊ അഷ്ടതല പത്മം എന്ന് പറയുന്ന നാഭി ഭാഗം. ചതുർദശാരം കുക്ഷീവൃത്തം, അതായത് ഉദരമണ്ഡലം, അബ്ഡോമൻ എന്ന് പറയില്ലേ അവിടെ. ബഹിർദശാരം കണ്ഠം, അന്തർദശാരം ഭ്രൂമത്യം, അഷ്ടാരം ലലാടം, ത്രികോണം മസ്തകം, ബിന്ദു ബ്രഹ്മരന്ധ്രം. എപ്പോഴും ബ്രഹ്മരന്ധ്രമാണ് ബിന്ദു. അപ്പൊ നമ്മുടെ നാഡീചക്രവും ശ്രീചക്രവും കൂടെ നോക്കുകയാണെങ്കിൽ മൂലാധാരം എന്ന് പറയുന്നത് ഭൂപുരം, സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് ഷോഡശദളപത്മം, മണിപൂരകം അഷ്ടദളപത്മം, അനാഹതം ചതുർദശാരം, വിശുദ്ധ ചക്രം ബഹിർദശാരം, ആജ്ഞ അന്തർദശാരം, മനഃചക്രം അഷ്ടാരം, സോമചക്രം ത്രികോണം, സഹസ്രാരം ബിന്ദു. ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ശ്രീചക്രവും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇതെന്താ? നമ്മുടെ ബാഹ്യത്തിൽ ശ്രീചക്രം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത്, ഇല്ലേ? അപ്പൊ ഇതിനകത്ത് വാരാഹി പിതൃദേവത, കുരുകുല്ല ബലിദേവത എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലളിതാ ത്രിപുര സുന്ദരിയുടെ ദണ്ഡനാഥ സൈന്യാധിപയാണ് വാരാഹി ദേവി. കുരുകുല്ല എന്ന് പറയുന്ന ബലിമാത, അമ്മയുടെ സ്ഥാനം, അതായത് ബലികൾ സ്വീകരിക്കുന്ന ആളാണ് കുരുകുല്ല. ആരാണ് ഈ പിതൃദേവതയും ബലിദേവതയും? ഇതിനെ 2ആയിട്ട് മാതൃപിതൃദേവതകളായിട്ട് പറഞ്ഞിരിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാല് ഈ വാരാഹി ശ്രൈണശക്തിയാണ്, സ്ത്രീ ശക്തിയാണ്. പക്ഷെ പിതൃദേവത എന്ന് പറഞ്ഞാലും വാരാഹി എന്താണ്? സ്ത്രീയുടെ ശക്തിയാണ്. അപ്പോ ഈ 9 മാതാക്കളില് നമ്മൾ പറഞ്ഞില്ലേ 9 മാതാക്കളുണ്ട്. ഈ പറഞ്ഞ അഷ്ടമാതൃക്കളുടെ മഹാലക്ഷ്മിയും കൂടെ ചേരും. അപ്പൊ അതിനകത്തിരിക്കുന്ന 5ാമത്തെ ആളാണ് വാരാഹി. അങ്ങനെ നമ്മൾ കാണണം. അപ്പോ ഈ പറഞ്ഞ ശ്രീചക്രത്തിലെ 16 നിത്യദേവതകൾക്ക് എന്നും ബലി കൊടുക്കുന്നുണ്ട്. അത് സ്വീകരിക്കുന്ന ബലി ദേവതയാണ് കുരുകുല്ല. ബലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ സമർപ്പിക്കുന്നു. ബലി എന്ന് പറഞ്ഞാൽ ഒരു ഹോമകുണ്ടത്തിൽ എന്തെങ്കിലും സമർപ്പിക്കുക. നമ്മൾ ശ്വാസങ്ങളൊക്കെ എന്നും എവിടെയാണ് സമർപ്പിക്കുന്നത്? നമ്മുടെ ചിതഗ്നി കുണ്ടത്തിലാണ്. നമ്മുടെ ചിത്തിനകത്ത് നമ്മൾ എടുക്കുന്ന ശ്വാസങ്ങള്, പുറത്തേക്ക് പോകുന്ന ശ്വാസങ്ങളെല്ലാം തന്നെ അകത്തൊരു സമർപ്പണമുണ്ട്, ഇല്ലേ? എവിടെയാണോ സമർപ്പിക്കുന്നത് അതിനെയാണ് നമ്മളെ ബലി എന്ന് പറയുന്നത്, കൊടുക്കുന്നത്. കൊടുത്താലേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഈ ശ്വാസത്തെ സമർപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനകത്തിരിക്കുന്ന ശക്തി നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ബലി എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയാ, ത്യാഗം, ത്യജിച്ച് അവിടെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ എന്തോ എടുക്കുന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നിത്യഹോതാക്കളായിട്ടിരിക്കുന്ന കാമേശ്വരനും കാമേശ്വരിയും ചിതഗിരി കുണ്ടത്തിൽ ഹോമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. എന്ന് അവർ ഹോമം നിർത്തുന്നോ അന്ന് നമുക്ക് എന്താ? പ്രളയം, നിത്യപ്രളയം ഉണ്ടായി. ഈ പറഞ്ഞ നമ്മൾ എന്നും ഉറങ്ങുമ്പോൾ ഒരു നിത്യപ്രളയം ഉണ്ടാകണം. അതുപോലെ ഒരു ആത്യന്തികമായിട്ട് അവസാനമായിട്ട് ഉണ്ടാകുന്ന പ്രളയത്തില് ഈ പ്രപഞ്ചം ഇല്ലാതാവും. അപ്പൊ ഈ കാമേശ്വരിമാര് ആ ചിതഗ്നി കുണ്ടത്തിൽ അവരുടെ ഹോമം നിർത്തും. അപ്പൊ ബലി എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് അർപ്പിക്കുന്നോ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു
എന്താ പറയുക തിരിച്ചു കിട്ടുന്നു. ആ ജീവൻ പ്രാണൻ നിലനിൽക്കാൻ കാരണം ഈ പറയുന്ന വായു അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന സമർപ്പണം കൊണ്ടാണ് അത് നമുക്ക് നമ്മുടെ പ്രാണൻ നിലനിൽക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ 16 നിത്യദേവതമാരുടെ അംഗദേവതയാണ് വാരാഹി. കാരണം 16 നിത്യദേവതകള് പൂർണ്ണചന്ദ്രനെ പ്രതിനിധീകരിക്കുക. ഈ ശ്രീചക്രം പൂർണ്ണചന്ദ്രന്റെ സിമ്പലാണ്. പൂർണ്ണചന്ദ്രനുള്ള ബലികൾ സ്വീകരിക്കുന്നത് ആരാണ്? കുലദേവതയായിരിക്കുന്ന കുരുകുല്ലയാണ്. അപ്പൊ വാരാഹി എന്ന് പറയുന്നത് ആമാവാസി പിതൃശ്രാർത്ഥത്തിന്റെ ബലി സ്വീകരിക്കുന്ന പിതൃദേവത, അതായത് അഭിമതപ്രദ എന്ന് പറയും. കുരുകുല്ലയാണെങ്കിൽ സ്തംഭനഗിരി, അതായത് വാരാഹിയെയും അതുകൊണ്ടാണ് നമ്മൾ മനോരമ എന്നൊക്കെ വിളിക്കുന്നത്. കുരുകുല്ല ആവാഹിക്കുന്നത് സർവാഭീഷ്ട സിദ്ധി എന്ന് പറഞ്ഞിട്ടാണ് ഈ കുരുകുല്ലെ. അപ്പൊ ഈ വാരാഹി കുരുകുല്ല ഈ ശ്രീചക്രത്തിന്റെ മാതൃപിതൃ സ്ഥാനങ്ങളാണ്. അപ്പൊ വാരാഹി എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു ഹീലിംഗ് പ്രോസസ് ആണ്. വാരാഹി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് റിക്കവറി, നമുക്കൊരു സുഖമില്ലാതെ കിടക്കുന്നു, നമുക്ക് രോഗങ്ങൾ വന്നു, അപ്പൊ അതിൽ നിന്ന് അമ്മ നമ്മളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഒരു ഹീലിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ദേവിയാണ് വാരാഹി. നമ്മുടെ എന്ത് അസുഖത്തിലും, അതാണ് റിക്കവറി ഫ്രം ഇൽനെസ് എന്ന് പറയുന്നത്. മാത്രമല്ല ശത്രു സ്തംഭനം എന്നത് രോഗങ്ങളുടെ മുന്നോട്ടുള്ള ഗതിക്ക് സ്തംഭനമാണ്, അല്ലെ? ശത്രു സ്തംഭനം എന്ന് പറഞ്ഞാൽ എന്താ? വെളിയിൽ നിന്ന് ചില വൈറസുകൾ നമ്മുടെ ശരീരത്തെ ആക്രമിച്ചത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് രോഗാവസ്ഥ വന്നത്. അതിനെ ഇല്ലാതാക്കുന്നവൾ വാരാഹി. അല്ലാതെ ശത്രു സംഹാരം എന്ന് പറഞ്ഞ് വെളിയിൽ പോയി ഒരാളെ കൊല്ലുന്നതല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ശത്രുക്കളും. നമ്മുടെ അഷ്ടവൈരികളും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. മനസ്സിലുണ്ടാകുന്ന ശത്രുക്കളെ എല്ലാം തന്നെ ഇല്ലാതാക്കി അത് പുറത്ത് നമ്മൾ ആരോപിക്കുന്നതിന് മുമ്പേ തന്നെ അതിനെ ഇല്ലാതാക്കി നമ്മുടെ ആ ജീവനെ, ആ ഒരു ശിവ ശക്തി ഐക്യത്തിന്, ശക്തിയെ ശിവനിൽ ചേരാനായിട്ട് സഹായിക്കുന്ന ആ ഒരു എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന, ശത്രു സംഹാരം ചെയ്യുന്ന ആ ഒരു ശക്തിയാണ് നമ്മൾ വാരാഹി എന്ന് പറയുന്നത്. അപ്പൊ ഭാസ്കരായര് വാരാഹി അസ്ഥി മുതലായ ശരീരഭാഗങ്ങളും കുരുകുല്ല മാംസം തുടങ്ങിയ ശരീരഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അസ്ഥി അച്ഛനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? അച്ഛന്റെയും അമ്മയുടെയും കൂടെ ചേർച്ചയാണല്ലോ നമ്മള്. അപ്പൊ അസ്ഥി അച്ഛനിൽ നിന്നും മാംസം അമ്മയിൽ നിന്നുമാണ് കുഞ്ഞിന് കിട്ടുന്നത്. ആയുർവേദവും ഇങ്ങനെ തന്നെയാ പറയണത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ മാതൃപിതൃ ദേവതകളായിട്ട് വിളിച്ചത്. വാസ്തവത്തില് അസ്ഥിക്ക് ശക്തിയിൽ നിന്ന്, അമ്മയിൽ നിന്ന് ലഭിച്ചത് തന്നെയാണ് മജ്ജ. രണ്ടും ഒന്നിന്ന് തന്നെയാണ്. രേതസ്, ഓജസ് ഇവയെല്ലാമാണ് ശിവനിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ വരാഹം എന്ന് പറഞ്ഞാല് പ്രകാശരൂപമായിരിക്കുന്ന ശിവനും, കുരുകുല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വിമർശ ശക്തിയായിട്ടിരിക്കുന്ന ദേവി. പ്രകാശ വിമർശങ്ങള് ശിവനും ശക്തിയും ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ബിന്ദു. അപ്പൊ എന്നാലും ബിന്ദു എന്ന് പറയുന്നത് നിഷ്കളം, അതായത് പ്രകാശ രൂപമാണ്. ആ ബിന്ദുവിൽ നിന്നാണ് സകലമായിട്ടുള്ള ത്രികോണം. സാധകന് നിഷ്കളത്തില് ശ്രദ്ധ നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് എന്താ അവിടെ നിന്ന് അടുത്ത ത്രികോണത്തിലോട്ട് നമ്മൾ വരുന്നത്. കാരണം അത് യാതൊരു കലകളും ഇല്ലാതിരിക്കുന്ന ബിന്ദു, അവിടെ നിന്നാണ് ഈ പറഞ്ഞ കലകളോട് കൂടിയ ആദ്യത്തെ ത്രികോണം ഉണ്ടാകുന്നത്. അപ്പൊ ഭാസ്കരായർ പറയുന്നു ശ്രീപുരത്തിലെ ശ്രീചക്രത്തിലെ വിമർശം എന്ന് പറയുന്നത് ഒരു കുളം, അതായത് നമ്മുടെ ശരീരത്തിൽ ഏതാണ് കുളം? മൂലാധാരം. ആ കുളത്തിൽ വാഴുന്നവളായിരിക്കുന്ന ദേവി എവിടെ നിന്നാണ് വരുന്നത്? ഈ പറയുന്ന ബിന്ദുവിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ കുളം എന്ന് പറയുന്നാൽ അഹങ്കാരം, ചിത്തം ഇവയ്ക്കിടയിലാണ് ഈ കുളം. മനുഷ്യ ഹൃദയത്തിലെ അഹങ്കാരം, ചിത്തം ഇവയ്ക്കിടയിലുള്ള ആത്മവിമർശന ശക്തിയായ മാതൃദേവതയാണ് കുരുകുല്ല. ഇപ്പൊ ക്ഷേത്രത്തിൽ എന്താണ് ഈ ക്ഷേത്രകുളത്തിനുള്ള ഒരു പ്രാധാന്യം എന്ന് നോക്കിയാല്, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്നവര് ക്ഷേത്രകുളത്തിൽ കൈകാലുകൾ നനച്ച് ശുദ്ധമാക്കിയതിനു ശേഷം മാത്രമേ എന്താ പറയാ അകത്ത് ദേവനെ, ഗർഭഗൃഹത്തിലിരിക്കുന്ന ദേവനെ ആരാധിക്കാവുന്ന ഒരു ചടങ്ങുണ്ട് നമ്മുടെ. ഇപ്പൊ നമ്മൾ ക്ഷേത്രകുളങ്ങളൊക്കെ അഴുക്ക് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഈ കുളത്തിൽ കാല് നനയ്ക്കണം. എന്താ കാരണം? ഈ ക്ഷേത്രകുളം എന്ന് പറയുന്നത് എന്താണ്? അഹങ്കാരം, ചിത്തം ഇവയ്ക്കിടയിലാണെന്ന് പറയണം. അപ്പോ ആ ഒരു ചിത്തശുദ്ധി വന്ന ആത്മാവിന് മാത്രമേ അകത്ത് കയറി ഗർഭഗൃഹത്തിലിരിക്കുന്ന ദേവന്റെ ആ പ്രകാശ സ്വരൂപത്തിൽ തന്റെ ഉള്ളിൽ സ്വീകരിക്കാൻ പ്രാപ്തമാവൂ. ശുദ്ധമാണ് അതവിടെ. അതുകൊണ്ടാണ് ഈ കുളത്തിന്റെ സ്ഥാനം എപ്പോഴും ആ പറയുന്ന ദേവൻ ഏത് ദിക്കിലായിട്ടാണോ ദർശിച്ചിരിക്കുന്നത് അതിന്റെ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ വലത് ഭാഗത്തായിട്ട് ഈ ക്ഷേത്രക്കുളം കാണാം. പ്രത്യേകിച്ചും തിരുപ്പതി വെങ്കടാചലപതി ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കറിയാം ശ്രീപുരം, അവിടെ ഒരു ശ്രീപുരം ഉണ്ടെന്നും അവിടുത്തെ ശ്രീപുരത്തിലെ കുളത്തിലെ ആ ഒരു വക്കത്തെ വരാഹമൂർത്തി, അതായത് ശ്രീദേവിയും ഭൂദേവിയും സഹിതം ഇരിക്കുന്ന ഒരു വരാഹമൂർത്തിയുണ്ട്. അവിടെ തൊഴുതതിന് ശേഷം മാത്രമേ നമുക്ക് അകത്ത് കയറാവൂ. ഇല്ലെങ്കിൽ പറഞ്ഞ വെങ്കടാചലപതിയുടെ അനുഗ്രഹം കിട്ടില്ല, ബാലയുടെ അനുഗ്രഹം കിട്ടില്ല. അപ്പൊ അവിടെ പഞ്ചമി വാർത്താളി എന്ന് പേരുള്ള വാരാഹി വരാഹ അവതാരം എടുത്ത് വിഷ്ണുവിന്റെ ഇണയായിട്ട്, മുഖം പന്നിയുടേതാണ്, കോലാസ്യ, കോലാരൂപിണി എന്നൊക്കെ പറഞ്ഞ കോലം പന്നി, 3 കണ്ണ്, 8 കൈകള്, ശംഖ്, ചക്രം,
പത്മം, പാശം, ഗദ, കലപ്പം, അഭയവരദ മുദ്ര എന്നെല്ലാം ഉള്ള ദേവി. ഗരുഡ വാഹനം, അല്ലെങ്കിൽ പുലി, സിംഹം, ആന, കുതിര, ഏത് വാഹനത്തിൽ വേണമെങ്കിലും വാരാഹിയെ നമുക്ക് കാണാം. അപ്പൊ വരാഹാനന്ദനാഥൻ എന്ന് പറയുന്ന താന്ത്രിക ആചാര്യന് വാരാഹി രൂപത്തിലാണ് ശ്രീവിദ്യ പ്രത്യക്ഷമായത്. ത്രിപുര സിദ്ധാന്തം പറയുന്നു. അദ്ദേഹം ഒരു ഉയർന്ന ഒരു ശ്രീവിദ്യ ഉപാസകനായിരുന്നു. ഈ ദേവി ശ്രീവിദ്യ എന്ന് പറയുന്ന ലളിതാ ത്രിപുര സുന്ദരി വാരാഹിയുടെ രൂപത്തിലാണ് ഇദ്ദേഹത്തിന് പ്രത്യക്ഷമായതെന്ന് പറയാറുണ്ട്. അപ്പോ അവളെ ഈ മഹാഘോര മഹാഭീമ ഭൈരവി പൂർണ്ണമായിട്ട് വർണ്ണിക്കണം നമ്മൾ. സാധകന് സർവ്വ സംരംഭത്തിലും വിജയം നൽകുന്നത് മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദം എന്ന് പറഞ്ഞാൽ മന്ത്രത്തെ മോശമായിട്ട് ഉപയോഗിച്ച് വേറൊരാളെ നശിപ്പിക്കാൻ എടുക്കുന്നത്. അപ്പൊ അതിൽ പാരാലിസിസ്, ഈ പറഞ്ഞ എന്താ പറയാ ഒബ്സ്ട്രക്ഷൻ, ഡിസ്ട്രക്ഷൻ, അട്രാക്ഷൻ, ഇതൊക്കെ പറയും. സ്തംഭനം, ആകർഷണം, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അതെല്ലാം നടത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കുന്നത് ഈ പറയുന്ന വാരാഹിയാണ്. വൈദ്യ സംബന്ധമായിട്ട് ഇവളെ ഈ ദേവിയെ ആവാഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇല്ലാതിരിക്കുക, ഈ പറഞ്ഞ രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇല്ലാതാക്കി, ഇതെല്ലാം വാരാഹി ചെയ്യുന്നതാണ്. കാരണം അത്രയും ശക്തിയാണ് വാരാഹിയുടെ മന്ത്രത്തിന്. അപ്പൊ വാരാഹി, മന്ത്രിണി, ഭദ്ര, വാർത്താളി, കോലാവക്ത്ര, ജൃംഭിണി, സ്തംഭിനി, വിശ്വ, ജന്മിനി, മോഹിനി, തഥാ മുണ്ടിനി, വശിനി, ശക്തി, രമോമ സ്വശക്തയ, ഖഡ്ഗിനി, ശൂലിനി, ഘോര, ശങ്കിനി, ഗദിനി, തഥാ. ഇതാണ് ശ്രീവിദ്യ തന്ത്രത്തിലെ വാരാഹിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ വാരാഹി യോഗിനിമാരിൽ ഒരാളാണ്. അവള് ഭൂമിയെ തേറ്റമേൽ ഉയർത്തി രക്ഷിക്കുകയാണ്. വിഷ്ണുവിന്റെ ഗണനായകനായ വിഷക് സേന കാന്തയാണ് വാരാഹി. വരാഹ അവതാരത്തിൽ അവളായിരുന്നു വൈഷ്ണവി ശക്തി. മാർക്കണ്ഡേയ പുരാണത്തിൽ ആസുരിക ശക്തികളോട് പോരിട്ട ദേവിയാണ്. എല്ലാ ദേവന്മാരുടെയും ശക്തികൾ ഇതിനെ പിന്തുണച്ചു. അന്ന് വൈഷ്ണവി ശക്തി ദേവിയെ പിന്തുടർന്നത് ഏത് രൂപത്തിലാണ്? വാരാഹി രൂപത്തിലാണ്. അപ്പൊ വാരാഹി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ്. അതായത് ഒരു സാധകനെ സംബന്ധിച്ച് അവന്റെ ശരീരപരമായിട്ടുള്ള രോഗങ്ങള്, അവന് വരുന്ന ശത്രുക്കള്, അവന്റെ ഈ പറഞ്ഞ സ്പിരിച്വൽ, അവന്റെ ഭൗതികമായിട്ടല്ല, അവന്റെ ആത്മീയ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും ഇല്ലാതാക്കുന്നത് ഈ വാരാഹിയാണ്. ഈ വരാഹ രൂപത്തിൽ വന്നിട്ടാണ്. കാരണം വരാഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്റെ തേറ്റകളാണ്. 2 തേറ്റകൾ ദംഷ്ട്രങ്ങൾ പോലെ ഇരിക്കും. ആ തേറ്റ കൊണ്ട് ഭൂമിയിൽ ആഴ്ന്നിറക്കി അത് കിഴങ്ങുകളെ വരെ പിഴുതെടുക്കും. കാരണം ഈ തേറ്റ കൊണ്ടാണ് ഭൂമിയിൽ ഈ പറഞ്ഞ സമുദ്രത്തിന്റെ അടിയിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ കൊണ്ടുവന്നപ്പോ തന്റെ തേറ്റയിൽ പൊക്കി കൊണ്ടുവന്നത്. തേറ്റയ്ക്ക് അതിഭീകരമായിട്ടുള്ള ശക്തിയാണ്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഭൂമി, നമ്മുടെ മനസ്സ് ഈ പൃഥ്വിയിൽ വന്ന് ദേവിയുടെ ശക്തി കുണ്ടലിനി രൂപത്തിൽ ഒളിഞ്ഞു കിടക്കുമ്പോൾ ആജ്ഞാചക്രത്തിലിരിക്കുന്ന വാരാഹി സ്വരൂപമായിരിക്കുന്ന വാരാഹി ഈ സുഷുമ്ന നാഡിയിലൂടെ താഴെ വന്ന് തന്റെ തേറ്റകളിൽ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ദേവീ ശക്തിയെ തന്റെ തേറ്റയിൽ പൊക്കി എന്ത് ചെയ്യും? മേളിൽ കൊണ്ടുവന്ന് ആജ്ഞാചക്രത്തിൽ എത്തിക്കും. അവിടുന്ന് നേരെ ആ ദേവി സഹസ്രാര പത്മത്തിലിരിക്കുന്ന തന്റെ പതിയായ ശിവനുമായിട്ട് കൊണ്ടുപോകാൻ ഒരു സാധകനെ സഹായിക്കുന്ന ഏറ്റവും ഉയർന്ന ശക്തിയാണ് വാരാഹി ദേവി. അപ്പൊ കുരുവുല്ലയ്ക്ക് വാരാഹിയേക്കാൾ താഴെയാണ് സ്ഥാനം. എന്നാൽ സാധാരണഗതിയിൽ രണ്ടുപേരും ഒരേ രീതിയിലാണ്. പക്ഷെ ചില തന്ത്രശാസ്ത്രങ്ങളിൽ വാരാഹി താഴെയാണെന്ന് പറയും. ചുവന്ന അരുണ ശരീര നിറമാണ്, നഗ്ന ശരീരമാണ്, അഴിച്ചിട്ട തലമുടി, മധ്യത്താല് ചുവന്ന കണ്ണ്, വിജയമതം, 4 കൈകള്, അമ്പം വില്ലും, പാശം, ആവനാഴി, വിഷവൈദ്യം, സർപ്പവിഷം, ഇതിനെയൊക്കെയാണ് നമ്മൾ കുരുകുല്ല ദേവിയെ ആവാഹിക്കുന്നത്. അപ്പൊ സത്വ രജസ് തമോ മയ്യാണ്. ഇവൾക്ക് 4 ആവരണ ദേവതകളുണ്ട്. അപ്പൊ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് വിളിക്കപ്പെടുന്നുണ്ട് ദേവിയെ. അപ്പൊ ഈ ദേവിക്ക് വേറൊരു പേരുണ്ട്, അത് നമ്മളൊക്കെ കേട്ട് കാണും. ഈ ദേവിയുടെ രഹസ്യനാമമാണ് താര, ഭവതാരിണി എന്നൊക്കെ പറയും ഈ ദേവിയെ. അപ്പൊ സംസാര സാഗരത്തിൽ നിന്ന് ഇവളുടെ വഞ്ചി, അതായത് നൗക വേണം നമ്മളെ അപ്പുറത്ത് കൊണ്ടുപോകാൻ. ഇക്ഷു സാഗര തീരത്ത് വസിക്കുന്നവരാണ് വാരാഹിയും കുരുകുലയും. ഇക്ഷു സാഗരം ഇനി നമ്മൾ കണ്ടു, സപ്തസാഗരങ്ങളുണ്ട്. ഈ സാഗരങ്ങളൊക്കെ എന്താണ് അത് നമ്മൾ അറിയണ്ടേ? ലളിതാ പരമേശ്വരിയെ അഭിമുഖീകരിച്ച വാരാഹിയും, അപ്പൊ ലളിതാദേവിയുടെ നവരത്ന സഭ എന്ന് പറയുന്ന നവരത്ന ദ്വീപിലെ 4 കടലിന്റെ നടുക്ക്, അത് പിന്നീട് ഇനി വരും, സാധകനെ അഭിമുഖീകരിച്ചാണ് കുരുകുല്ല ഇരിക്കുന്നത്. കാരണം ഈ താര എന്ന് പറയുന്ന ദേവി ഒരു ചെറിയ തോണിയിൽ ഇങ്ങനെ ദേവിയുടെ മണിദ്വീപത്തിന് ചുറ്റുമുള്ള ആ ഒരു ഇക്ഷു സമുദ്രത്തിൽ ഇങ്ങനെ തോണിക്കാരിയായിട്ട് ഇങ്ങനെ നടക്കും. എന്തിനാണ്? ഒരു ജീവനെ തന്റെ ദേവിയുടെ അടുത്തോട്ട് എത്തിക്കാൻ. ആരാണോ ഇതിന് പ്രാപ്തരായിട്ടുള്ള ജീവനെല്ലാം തന്റെ തോണിയിൽ ഇരുത്തി താര, അതിനെയാണ് ഭവതാരിണി, ഭവസമുദ്രത്തെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ദേവി. അപ്പോ അടുത്തത്
ഭാസ്കരായർ പറയുന്നു മനുഷ്യന്റെ സർവകർമ്മങ്ങളും ജീവിതം തന്നെയും ആനന്ദത്തിന് വേണ്ടിയാണ്. എല്ലാവരും എന്തിനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ആനന്ദം, സന്തോഷമല്ല, സുഖമല്ല, ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞാൽ ജീവ ബ്രഹ്മ ഐക്യമാണ് ആനന്ദം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് കൃത്രിമമായിട്ട് രണ്ട് വിധത്തിൽ നമുക്ക് ആനന്ദമുണ്ട്, ഇല്ലേ? ഒന്ന് കാമം, മോക്ഷം എന്ന രണ്ട് വിധം. രണ്ടിലും നമുക്ക് ആനന്ദമുണ്ട്. പക്ഷെ ധർമാർത്ഥ കാമങ്ങള് മോക്ഷത്തിലേക്കുള്ള വഴിയാണ്, ലക്ഷ്യമല്ല. മോക്ഷമാണ് പരമാനന്ദം. ബാക്കിയെല്ലാം നമുക്ക് എന്ത് കിട്ടും? ആ ഒരു സുഖം കിട്ടും, സംതൃപ്തി കിട്ടും. പക്ഷെ ആനന്ദം കിട്ടണമെങ്കിൽ ആ മോക്ഷം തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ സാഗര ദർശനം ഈ 4 പുരുഷാർത്ഥത്തിനെ സംബന്ധിക്കുന്നതാണ്. സാഗരം, അതായത് 4 പുരുഷാർത്ഥങ്ങളെയാണ് 4 സാഗരമായിട്ട് ഇവിടെ പറയുന്നത്. അതായത് ഈ പറയുന്ന പല കാര്യങ്ങളും സിംബോളിക് ആയിട്ട് ഇതിന്റെ അകത്തെ മീനിങ് ഈ ഭാവന ഉപനിഷത്ത് പഠിച്ചാൽ മാത്രമേ ഇതുകൊണ്ട് എന്താണ് നമ്മുടെ മനുഷ്യ ശരീരത്തില് ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇതറിയണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു പെരിഫറിയിൽ നിൽക്കാനേ നമുക്ക് പറ്റുമോ? അകത്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഈ 4 പുരുഷാർത്ഥമാണ് 4 സാഗരങ്ങള്. അപ്പൊ ഇക്ഷുസാഗരമുണ്ട്. ഇക്ഷുസാഗരം പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഇക്ഷുസാഗരം, തെക്ക് ഇരാസാഗരം. ഇരാസാഗരം എന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെ സാഗരം. കിഴക്ക് ഘൃതം, നെയ്യ്. വടക്ക് ക്ഷീരസാഗരം, ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്. അപ്പൊ ഈ 4 സാഗരങ്ങളെയാണ് എന്ത് പറയുന്നത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ദേവി ഈ 7 സമുദ്രങ്ങൾ കടന്നിട്ട് സപ്തസാഗരങ്ങളും 9 മേരുവും കടന്ന് 16ാം ഏറ്റവും ഉയരത്തെ ശിഖരത്തിലിരിക്കുന്ന മേരുപർവ്വതത്തില് 3 ശിഖരങ്ങളുണ്ട്. അതിൽ നടുക്കത്തെ ഏറ്റവും ഉയർന്ന ശിഖരത്തിലെ ആ മണിദ്വീപത്തില് അവിടെ എന്താണ് അതിനെ ചുറ്റപ്പെട്ടിരിക്കുന്ന? സുധാസാഗരം ചുറ്റപ്പെട്ടിരിക്കുന്ന മണിദ്വീപത്തിലെ ചിന്താമണി ഗ്രഹത്തിലാണ് ഇരിക്കണമെന്ന് പറയുമ്പോൾ ഏതാണ് സാഗരങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും അറിയണം ആ ഒരു ഇക്ഷുസാഗരം. ഇക്ഷു എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പ് നീരാണ് ഇക്ഷുസാഗരം. അവിടെ ഈ 4 സാഗരങ്ങള് ഇരാസാഗരം, ഘൃതസാഗരം, ക്ഷീരസാഗരം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതെല്ലാം കടന്നാലേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. മോക്ഷത്തിന് പ്രാപ്തരാകുമ്പോൾ മാത്രമേ എവിടെ എത്താൻ പറ്റൂ? ദേവിയുടെ അടുത്ത് ചെല്ലാൻ പറ്റൂ. 4 സാഗര മധ്യത്തില് ഭൂശരീരം പോലെ 4 പുരുഷാർത്ഥ സാഗരത്തിന്റെ മധ്യത്തില് നവരത്ന ദീപമായിട്ട് മനുഷ്യ ശരീരം. അപ്പൊ മഹാത്രിപുര സുന്ദരി മുതൽ ത്രിപുര വരെയുള്ള 9 ശക്തികള് ആധാര ശക്തിയാൽ വിരാജിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ മാതൃകാ ദേവിമാര് എന്താണ്? ഈ തീരപാലകരായിട്ട് ഇക്ഷുസാഗരക്കരയിലെ ലളിതാ പരമേശ്വരിയുടെ ശരീരത്തെ കാത്തു നിൽക്കുകയാണ്. അതായത് ഇങ്ങനെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വാരാഹി ദേവിയാണെങ്കിലോ, വാരാഹി ദേവി അഭിമുഖീകരിച്ച സാധകന് മോക്ഷം നൽകുന്നു. കുരുകുല സാധകനെ അഭിമുഖീകരിച്ച ഇഹഭോഗങ്ങളെല്ലാം നൽകുന്നു. ശരീരത്തിലെ അസ്തിത്വം, അതായത് ദീപ സാഗരത്തിന്റെ ലക്ഷ്യം 4 പുരുഷാർത്ഥമാണെന്ന് നമ്മൾ കാണണം. അപ്പൊ ഇഹപരങ്ങളായിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും ആര് തരുന്നു? ഈ വാരാഹി കുരുകുല്ലമാര് ഒന്നിച്ച് തരിക. അപ്പോ ഈ പറഞ്ഞ ദേഹോ നവരത്ന ദ്വീപ, നമ്മുടെ ശരീരം നവരത്നങ്ങളാൽ ഉണ്ടാക്കിയ ഒരു ദ്വീപാണ്. എങ്ങനെയാണ് അത് നവരത്നങ്ങള്? ദേഹമാണ് നവരത്ന ദ്വീപ്. എന്താണ് നോക്കാം നവരത്ന ദ്വീപ്? ത്വക്ക് മുതൽ സപ്ത സാധുക്കളാൽ നിർമ്മിതമാണ് ഈ പറഞ്ഞ ദ്വീപ്. ഭാസ്കരരായർ പറയുന്നു ദേഹമാണ് നവരത്ന ദ്വീപ്. എങ്ങനെയാണ് ദേഹം? അപ്പൊ നമുക്കറിയാം സർവ്വ സംക്ഷോഭണി മുതലുള്ള 9 മുദ്രാദേവികളെയാണ് മഹാത്രിപുര സുന്ദരി മുതൽ ത്രിപുര വരെയുള്ള 9 ശക്തികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. 9 മുദ്രാശക്തികള് ഇല്ലേ? അപ്പോ ആ സപ്തധാതുക്കളോട് ചേർന്ന ശരീരം, അതിന്റെ അന്തർബാഹ്യ വ്യാപാരങ്ങൾ സഹിതം നാനാവിധ സങ്കല്പങ്ങളുടെ ഒരു കൽപ്പവൃക്ഷമാണ് നമ്മുടെ ശരീരം. ഈ ശരീരം വരാൻ കാരണം എന്താ? നമ്മുടെ സങ്കല്പങ്ങള്, നമ്മുടെ വാസനകള്, നമ്മൾ ഇതിനു മുമ്പേ ഉണ്ടാക്കിയിരിക്കുന്ന കർമ്മങ്ങള്, അതിന്റെ ഫലമായിട്ട് കിട്ടിയ ശരീരം. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് നവരത്ന ദ്വീപാണ്. 9 രത്നങ്ങൾ ഇതിനകത്തുണ്ട് ഇല്ലേ? ഇതിനകത്താണ് കൽപ്പക ഉദ്യാനം. ഈ നവരത്ന ദ്വീപ്, കൽപ്പക ഉദ്യാനം, കാമധേനു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എല്ലാം കാമം, ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്ന ജീവന് അത് പൂർത്തീകരിക്കാനാണ് ജന്മം കിട്ടുന്നത്. ഏതെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ജന്മം എടുക്കേണ്ടി വരും. ആർക്കെങ്കിലും ആരോടെങ്കിലും കടമുണ്ടെങ്കിൽ ജന്മം എടുക്കേണ്ടി വരും. എന്തെങ്കിലും തീരാത്ത കർമ്മങ്ങള് മുഴുമിപ്പിക്കാതെ ജീവൻ ആത്മഹത്യ ചെയ്താൽ ഈ പറഞ്ഞ വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. അപ്പൊ എന്താണ്? ഇതെല്ലാം തന്നെ നമ്മുടെ കർമ്മങ്ങളനുസരിച്ചാണ് ജന്മങ്ങൾ ഇരിക്കുന്നത്. ഈ കൽപ്പകോദ്യാനവും കാമധേനും എല്ലാം എന്താ? നമ്മുടെ ആഗ്രഹങ്ങള്. ഇതാണ് ഈ പറയുന്നതെല്ലാം തന്നെ. അപ്പൊ ദേശകാലങ്ങളാലും ത്വക്കിനാലും പരിമിതപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ ശരീരം. ശരീരം എന്ന് പറയുന്നതാണ് നമ്മൾ ഇതിൽ നഗരം, ദ്വീപ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ സാഗരം എന്ന് പറയുന്നത് എന്താ? സാഗരത്തിലാണ് ദ്വീപ് വരുന്നത്, ചുറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പുരുഷാർത്ഥങ്ങളാകുന്ന സാഗരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പറയുന്ന ശരീരമാകുന്ന ദ്വീപ്, അതിന്റെ അതിർത്തികളെ തഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താണ്?
ഈ പറയുന്ന പുരുഷാർത്ഥങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ലക്ഷ്യങ്ങളെ ഈ പരിമിതപ്പെട്ട ശരീരദ്വീപിനെ ചുറ്റിയുമുള്ള ഒരു അമേയ പ്രപഞ്ചമായിട്ട് നിൽക്കുക. എന്താ നമ്മുടെ ഒരു ജീവൻ ഇവിടെ വരുമ്പോ അത് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ 4 സമുദ്രങ്ങള് എപ്പോഴും ചുറ്റപ്പെട്ടിരിക്കും ഈ ശരീരത്തെ. ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്ന ഒരു ആത്മാവിന് 4 സമുദ്രങ്ങളാൽ എപ്പോഴും ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതിന് 5000 യോജനയാണ് ഭൂമിക്ക് താന്ത്രിക സാധനയിലെ മേരു കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത്. 5000 യോജന. അത് എത്രയാണെന്ന് കണക്ക് കൂട്ടി എത്ര കിലോമീറ്റർ എന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ദൂരമുണ്ട്. എവിടുന്ന്? ഈ പറയുന്ന മേരു പർവ്വതത്തിൽ നിന്ന്, ദേവി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഭൂമിയുടെ ദൂരം പറയണമെങ്കിൽ 5000 യോജന. എത്രയോ എന്താ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് വരും ഇവിടുന്ന്. ഇത്രയും മേളിലാണ് ദേവി ഇരിക്കുന്നെങ്കിൽ നമ്മൾ എവിടെയാ ഇരിക്കുന്നത്? ഇത്രയും താഴെ ഇരിക്കുന്ന ഈ ഭൂമി. എത്ര മുകളിലാണ് അമ്മ ഇരിക്കുന്നത്? അത്രയും താഴെ. അപ്പൊ നമ്മള് ഇനി എന്ത് ചെയ്യണം? ഈ കാലചക്രത്തിലൂടെ പ്രദക്ഷിണ ക്രമത്തിലെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ആ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്നതിലൂടെ പതുക്കെ 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 മേരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തില് എന്താ പറയാ, പ്രകാശ വിമർശ സ്വരൂപിണിയായിട്ടുള്ള ദേവിയെ ഉള്ളിൽ കണ്ട് നമ്മുടെ ഷഡാധാരങ്ങളാകുന്ന ആധാര ചക്രങ്ങളെ പതുക്കെ പതുക്കെ ജന്മങ്ങളിലൂടെ കയറി 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 ഈ 5000 യോജന മേളിലുള്ള എവിടെ എത്തും? ഈ പറഞ്ഞ മേരു പർവ്വതത്തിന്റെ മേളിലെത്തും. മേരു പർവ്വതത്തിന്റെ മേളിലെത്തി എത്തുവോ? ഇല്ല. മേരു പർവ്വതത്തിന്റെ മേളില് ഈ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രന്റെ നഗരങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രഹ്മലോകം, വിഷ്ണുലോകം, ശിവലോകം ഒക്കെ കഴിഞ്ഞ് പിന്നെന്താ മഹാപത്മാടവി കാണും. മഹാപത്മാടവിയിലൂടെ നടന്ന് 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 അകത്ത് പോകുമ്പോ എന്ത് കാണും? ആ പറഞ്ഞ ചിന്താമണി ഗ്രഹം ദൂരെ കാണും. അവിടെ അക്ഷയപാത്രങ്ങൾ കാണും, വെളിയിലിരിക്കുന്ന പഞ്ചപാത്രങ്ങൾ കാണും. അവിടെ നിന്ന് ആ ചിന്താമണി ഗ്രഹത്തിനകത്ത്, മണിദ്വീപത്തിലിരിക്കുന്ന ചിന്താമണി ഗ്രഹത്തിൽ പ്രവേശിച്ച് നീപ ഉപവനത്തിന്റെ അകത്തൂടെ കയറി എന്താ ആ ഒരു ബ്രഹ്മാണ്ഡ പെരുവഴിക്കകത്തൂടെ കയറി നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ കാണും അവിടെ നിത്യഹോതാക്കളായിരിക്കുന്ന കാമേശ്വരനെയും കാമേശ്വരിയും. അവിടുന്ന് ചുറ്റി വരുമ്പോൾ 9 പർവ്വങ്ങൾ കാണും. ആ 9 പർവ്വങ്ങളെ കയറി 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 9 ആവരണങ്ങളുടെ മേളിൽ ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? അവിടെയും കാണും പിന്നെയും ഉണ്ട് കയറാനായിട്ടില്ലേ? അവിടെ ഒരു അഷ്ടദിക്പാലകര്, ഇതെല്ലാം കഴിഞ്ഞ് 25 ഫോർട്ട്, 25 ഫോർട്ടിന് മേളിൽ ഇരിക്കുന്ന ചിന്താമണി ഗ്രഹം. അവിടെ 30 ഈ പറഞ്ഞ ആ സോപാനങ്ങൾ, 36 തത്വങ്ങളായിരിക്കുന്ന സോപാനങ്ങള്, അതിന് മുകളിൽ അസ്ത്രദേവി, ശിരോദേവി, ശിഖാദേവി, അവരാൽ ചുറ്റപ്പെട്ട് മഹാബിന്ദു പീഠം. അതാണ് ബിന്ദു, ശ്രീചക്രത്തിന്റെ ബിന്ദു. ഇതൊക്കെ എപ്പോ എത്തിച്ചേരും? എത്ര ജന്മങ്ങൾ എടുക്കും? ചിന്തിച്ചു നോക്കൂ. അതൊന്നും ചിന്തിക്കേണ്ട. എന്തായാലും കാലത്തിലൂടെ നമുക്ക് സഞ്ചരിച്ച് നോക്കാം. കാലക്രമം എന്ന് പറയുന്ന കാലചക്രം പ്രദക്ഷിണ ക്രമത്തിൽ തന്നെ നമ്മൾ പോയേ പറ്റുള്ളൂ. കാരണം അവിടെ മേരു കേന്ദ്രത്തിലിരുന്ന് തന്റെ പ്രകാശം എങ്ങും വ്യാപിപ്പിക്കുന്ന ദേവി ഇച്ഛാശക്തിയിൽ, ആ ദേവിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ പറയുന്ന ഭൂമിയും ഈ പറയുന്ന ബ്രഹ്മാണ്ടങ്ങളും എല്ലാം തന്നെ ഭ്രമണം നടക്കുന്നത്. ഈ കാലചക്രത്തിലെ നിശ്ചിത സ്ഥാനങ്ങളില് ഭൂമിക്ക് അകലെയും ഭൂമിക്ക് അടുത്തുമായിട്ട് നവഗ്രഹ ചക്രങ്ങളുടെ സ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരാള് ജനിക്കുമ്പോൾ എങ്ങനെയാണ് നവഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കുന്നത്? ഈ പറയുന്ന നവചക്രങ്ങൾ, ഈ 9 ഗ്രഹങ്ങള് ഈ പറയുന്നതിൽ നിന്ന് എത്ര ദൂരെയാണ്? ബുധൻ ഇത്രയാണ്, ശുക്രൻ ഇത്രയാണ്, വ്യാഴം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഭൂമിയിൽ ജനിക്കുന്ന ഒരു ജീവനില് ഈ പറയുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം. നമ്മൾ പറയില്ലേ ശനിദശ, ബുധദശ എന്നൊക്കെ പറയുന്ന അവരുടെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ വരണു എന്നുള്ളതിനെ കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഈ പറയുന്ന കാലചക്രത്തിനെ ബേസ് ചെയ്ത്, അതായത് ഭൂമി കറങ്ങുന്നത് എല്ലാം തന്നെ എന്താ ഈ ദേവിയുടെ ഈ ചിന്താമണി ഗ്രഹത്തിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശങ്ങൾ കൊണ്ടാണ്. എല്ലാത്തിനും ഈ ഭൂമിയിൽ നിന്ന് നിശ്ചിത അകലങ്ങളുണ്ട് നവഗ്രഹത്തിന്. അപ്പൊ ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം ഭൂമി കറങ്ങുമ്പോൾ ഈ പറഞ്ഞ നവഗ്രഹത്തിന് അടുത്ത് വരുമ്പോൾ കൂടുതൽ വരും, നവഗ്രഹത്തിൽ നിന്ന് ദൂരെ നിൽക്കുമ്പോൾ അത് കുറച്ചേ വരുള്ളൂ. ഇപ്പൊ ശനിയുമായിട്ട് ഭൂമി അടുത്ത് വരുമ്പോ എന്താ, ശനിയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കൂടുതലായിരിക്കാം. അതുകൊണ്ടാണ് കണ്ടക ശനി, 7.5 ശനി എന്നൊക്കെ പറയുന്ന ജന്മശനി. അത് ഇത്ര വർഷം, 2 വർഷം, 7 വർഷം, 14 വർഷം ഇതൊക്കെ പറയാൻ കാരണം എന്താ? ഈ ഭ്രമണപഥത്തില് ഈ ഭൂമി ഈ ഒരു ഗ്രഹവുമായിട്ട് അടുത്ത് വരും. അടുത്ത് വരുമ്പോൾ കുറെ കാലം ആ ഓർബിറ്റിൽ തന്നെ സഞ്ചരിക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾ. അല്ലാതെ ഈ ഗ്രഹങ്ങൾക്ക് ജീവനൊന്നുമില്ല നമ്മളെ സ്വാധീനിക്കാൻ. കാരണം ഈ പറയുന്ന ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണെങ്കിൽ ഈ ഗ്രഹത്തിന്റെ എല്ലാം അംശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, എല്ലാത്തിന്റെയും ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ, പ്രധാനമായിട്ടും മാറ്റം വരുന്നത് ഈ പറയുന്ന സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ് നമ്മുടെ ശരീരത്തിൽ. ചന്ദ്രന്റെ മാറ്റങ്ങളാണ് നമുക്ക് മനസ്സിന്റെ വേലിയേറ്റങ്ങൾ, സൂര്യന്റെ പ്രധാന ഈ പെട്ട 3 ഇതാണ്. ബാക്കി എല്ലാത്തിനും വളരെ തുച്ഛമായിട്ടുള്ള മാറ്റങ്ങളെ ശരീരത്തിൽ വരുത്താൻ പറ്റുള്ളൂ. അപ്പോ ഈ പറഞ്ഞ കാലചക്രത്തിനപ്പുറത്താണ് മഹാവ്യോമം.
മഹാവ്യോമം എന്ന് പറയുന്നത് വ്യോമ പെരുവഴി എന്നൊക്കെ പറയും. അതാണ് അണ്ടപ്പെരുവഴി എന്നൊക്കെ പറയുന്നത്. ഈ ഈ എന്താ പറയാ, ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ 724 ഭുവനങ്ങളും ഈ പറഞ്ഞ ബ്രഹ്മാണ്ടങ്ങളും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്കിപ്പോ ഒരു എന്താ പറയാ, ബോംബെ കൽക്കട്ടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വൺ വേ റോഡുകളില്ലേ, വലിയ വീതിയുള്ള റോഡുകൾ. അപ്പൊ ആ റോഡുകളുടെ അപ്പുറവും ഇപ്പുറം പ്രത്യേക ഓർബിറ്റുകളുണ്ട്. ആ ഓർബിറ്റുകളിൽ കൂടെ ഇങ്ങനെ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്കുള്ള വഴിയെയാണ് നമ്മൾ പറയുന്നത് വ്യോമം അല്ലെങ്കിൽ അണ്ടപ്പെരുവഴി എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് മഹാശംഭുനാഥയായിട്ടിരിക്കുന്ന ദേവിയൊക്കെ ഇരിക്കുന്ന ഈ പറഞ്ഞ കോടാനുകോടി അണ്ടങ്ങളുടെ അപ്പുറത്ത്, ഭുവനങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന മഹാ അണ്ടപ്പെരുവഴി. അവിടെയാണ് ശംഭുനാഥൻ. അവിടെ ഒരു ചിതഗ്നികുണ്ഡം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇനി കാണും ചിതഗ്നികുണ്ഡം സംഭവിക്കുന്ന 4 ചിതഗ്നികുണ്ഡങ്ങളുണ്ട്. ഒരു ചിതഗ്നികുണ്ഡം ബാഹ്യമായിട്ട് നടക്കുന്നതാണ്, 3 ബാഹ്യമായിട്ടും 1 ആന്തരികമായിട്ട് നടക്കുന്ന ചിതഗ്നിയാണ്. അപ്പൊ ഈ കാലചക്രത്തിന് അപ്പുറത്താണ് മഹാവ്യോമം. അവിടെയാണ് 16 നിത്യകള്. അവിടെയാണ് ഈ 16 നിത്യകള് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിത്രയുടെ സ്ഥാനം എവിടെയാണ്? ഈ 15 പേര്, ഈ 15 മഹാനിത്യകളിലെ 15 പേര് 7 കടലുകളിലാണെന്ന് നമ്മൾ കണ്ടു. 7 കടലുകൾ ഏതൊക്കെയാണ്? ഉപ്പ്, മദ്യം, ഇക്ഷു, ഘൃതം, തൈര്, പാല്, വെള്ളം. ഇങ്ങനെ 7 കടലുകള്. ഈ പറഞ്ഞ മഹാവ്യോമത്തിലാണ് ഈ ഇക്ഷു, ഇര, ഘൃത, ക്ഷീരസാഗരങ്ങള്. ഇക്ഷു സാഗര തീരത്താണ് വാരാഹി. ഈ ഇക്ഷുവിന്റെ തീരത്താണ് വാരാഹി ദേവി കുരുകുല്ലയോടൊപ്പം ഇരിക്കുന്നത്. അപ്പൊ നവരത്ന മഹാദീപത്തില്, ദീപമായ മനുഷ്യ ശരീരത്തില്, കൽപ്പകോദ്യാനമായ മനസ്സില് ദേവി ഇരിക്കുന്നു. നമ്മുടെ ശരീരം നവരത്ന ദ്വീപാണെങ്കിൽ അവിടെ കൽപ്പകോദ്യാനമായിട്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് ആരിയിരിക്കുന്നത്? അമ്മ ഇരിക്കുന്നത്. പ്രപഞ്ചത്തിലാണെങ്കിൽ നമ്മൾ കണ്ടില്ലേ, വ്യോമത്തിനപ്പുറത്തിരിക്കുന്നതാണ് ദേവി. അപ്പൊ ഉദ്യാനത്തോടൊപ്പം അവിടെ ഋതുക്കൾ വരുന്നുണ്ട്, കാലചക്രം വരുന്നുണ്ട്, ഭ്രമണം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ ഇതെല്ലാം സംഭവിക്കുക. നമ്മളാണോ ഇത് നടത്തുന്നത്? അല്ല. ഇതൊക്കെ പ്രപഞ്ചത്തിലെ മഴയും കാറ്റും വെയിലും പഞ്ചഭൂതങ്ങളും ഇതൊക്കെ ആര് നടത്തുന്നു? ഇതെല്ലാം നടത്തുന്ന ഒരു മഹാശക്തി ഇരുന്നിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോ ഇതിന്റെ കാലചക്രത്തിന്റെ അന്തർഗതമായിരിക്കുന്ന അതീവ രഹസ്യമായ ശ്രീചക്രത്തെ ഭാവന എന്ന ധ്യാനത്താൽ ഗ്രഹിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ഇത് ഭാവന കൊണ്ടേ ഗ്രഹിക്കാൻ പറ്റും? ഇത് പോയി കാണാൻ നമുക്ക് പറ്റുമോ? ഒരു കാലത്തുമില്ല. നമ്മുടെ ഈ മാംസചക്ഷുസുകളുണ്ട്, നമ്മുടെ കണ്ണുകളുണ്ട്, ഇതൊന്നും കാണാൻ പറ്റില്ല. എത്രയോ ഉയരത്തില്, എത്രയോ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന എങ്ങനെ കാണും? അതുകൊണ്ടാണ് നമ്മളിത് ഭാവനയിലൂടെ, നമ്മുടെ മനസ്സിലൂടെ ഇത് കാണണം എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഈ രഹസ്യമായ ശ്രീചക്രത്തെ, ആ പറഞ്ഞ കാലചക്രവും ലോകചക്രവും ഒന്നാണ്, ശ്രീചക്രവും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലചക്രം, വ്യോമചക്രം, ലോകചക്രം ഇതെല്ലാം തന്നെ ഒന്നാണ്. ഇതില് എന്താണ് പ്രധാനപ്പെട്ട ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ 16 യൂണിറ്റ് ആയിരിക്കുന്ന കാലം, അതിനെയാണ് ഷോഡശി എന്ന് പറയുന്നത്. ഈ ഏകത്വം നമ്മൾ ഗ്രഹിക്കണം. കാരണം ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന അതേ കാല ഗണന തന്നെയാണ് നമ്മുടെ ശരീരത്തിലും വരുന്നത്. മനുഷ്യന്റെ എല്ലാ അളവും ഗണിതവും കാലചക്രം, ദാറ്റ് ഇസ് വീൽ ഓഫ് ടൈം എന്ന് പറയും. ആ ടൈമിന്റെ ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പൊ ലോകചക്രം എന്ന് പറഞ്ഞാൽ വീൽ ഓഫ് എർത്ത്, വീൽ ഓഫ് വേൾഡ്, ഈ ലോകത്തിന്റെ ചക്രത്തെ നമ്മൾ ലോകചക്രം, മറ്റേതെന്താ? കാലചക്രം. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് പരസ്പരം പൂരകങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതിലാണ് നമ്മൾ ഈ പറയുന്ന ജനന മരണങ്ങള്, ഈ പറയുന്ന വ്യക്തികളുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ എല്ലാം ജനനവും മരണവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ സർവ്വ വ്യവഹാരവും ഇതിനോട് ബന്ധപ്പെട്ടാണ് മനുഷ്യൻ ചെയ്യുന്നതെല്ലാം. ലോകത്തെ ദ്വീപായിട്ട് വിഭജിക്കുന്നതിന് സമമാണ് കാലത്തെ നമ്മൾ വർഷങ്ങളായിട്ട് തിരിക്കും. നമ്മൾ ലോകത്തെ എങ്ങനെയാ സപ്തദ്വീപുകളായിട്ട് വിഭജിച്ചിട്ടില്ലേ? കാരണം അതിന്റെ ഇടയ്ക്ക് സമുദ്രങ്ങൾ വരുന്നോണ്ട്. അതുപോലെ തന്നെ കാലം എങ്ങനെയാ നമ്മളെ ഈ കാലം വിഭജിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ ചെറിയ യൂണിറ്റ് മുതൽ ഈ 16 ചന്ദ്രന്റെ 16 കലകളെ ബേസ് ചെയ്തിട്ടാണ്. തിഥി 16ാമത്തെ കല, 15ാമത്തെ തിഥിയും കൂടെ ഉൾപ്പെട്ട് ഈ 16 നിത്യ ഷോഡശ കലകളെ ബേസ് ചെയ്തിട്ടാണ് കാലത്തെ തിഥി നിത്യ ദേവികളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അപ്പൊ 16ാമത്തെ നിത്യ ആരാണ്? 16ാമത്തെ നിത്യ കാലചക്രത്തിന്റെ പുറത്താണ്. അതിനെയാണ് മഹാത്രിപുര സുന്ദരി എന്ന് പറയുന്നത്. 15 നിത്യദേവികളകത്തും 16ാമത്തെ കാലത്തിനകത്ത്. ദേവി ഒരിക്കലും കാലത്തിനകത്ത് വരാൻ പറ്റില്ല. കാരണം ദേവി എല്ലായിടത്തും നിത്യയാണ്, ഇല്ലേ? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അമ്മയാണ്. ആ അമ്മയുടെ പുറത്തുനിന്ന് വരുന്ന പ്രകാശം കൊണ്ടാണ് ഈ പറഞ്ഞ കാലവും ഈ പറഞ്ഞ ദേശവും എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അമ്മ ഒരിക്കലും കാലചക്രത്തിനകത്ത് വരില്ല. അമ്മ എവിടെയാണ്? പരമവ്യോമസ്ഥാനത്തിന് അപ്പുറത്താണ്. ഇതിനകത്ത് ആ 16, അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോഡശി മന്ത്രം ജപിക്കുമ്പോൾ ശരീരത്തിനുള്ളിൽ ജപിക്കരുതെന്ന് പറയുന്നത്. കാരണം കാലത്തിനും ടൈം ആൻഡ് സ്പേസിന് അപ്പുറത്ത് നിൽക്കുന്ന ശക്തി.
ആ ഷോഡശി തല 16ാമത്തെ ഷോഡശി കല എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രഹ്മാണ്ടത്തിന് പുറത്ത് നിൽക്കുന്ന ശക്തിയെ നമുക്ക് ഒരിക്കലും ശരീരത്തിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതിന്റെ പ്രതിബിംബങ്ങളായിരിക്കുന്ന ഈ പഞ്ചദശി 15 നിത്യദേവതമാരെ നമ്മുടെ ശരീരത്തിനകത്ത് കൊണ്ടുവരാം. അപ്പൊ ഈ 16ാമത്തെ തിഥി നിത്യദേവത എപ്പോഴും എന്താണ്? കാലചക്രത്തിന് പുറത്തുള്ള വ്യോമത്തിലാണ്. അപ്പൊ കാലചക്രം ഭൂചക്രത്തിന് പുറത്ത് വ്യോമത്തിലുണ്ട്. അപ്പൊ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളാണ് ഭൂമിയിൽ ഇതെല്ലാം വരുത്തുന്നത്. അപ്പൊ നിരീക്ഷകന് എന്താണ് നമുക്ക് നോക്കുന്നവർക്ക് എന്താ കാണാൻ പറ്റുന്നത്? ക്ഷയവൃത്തികളില്ലാത്ത നിത്യകളാണെന്ന് തോന്നും. പക്ഷെ അല്ല, ഈ പറയുന്ന ചന്ദ്രന് വൃത്തിക്ഷയങ്ങളുണ്ട്. അതാണ് കാലത്തിന് കാരണമാവുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇനി മുദ്രകൾ എന്താണെന്ന് നോക്കാം. മുദ്രകൾ നമ്മൾ കണ്ടു. സർവ്വ സംക്ഷോഭണ മുദ്ര. സംക്ഷോഭണം നമ്മൾ ആദ്യത്തെ സ്ക്വയറിൽ ഇരിക്കുന്ന 3ാമത്തെ വരയിലിരിക്കുന്ന മുദ്രാശക്തികളില് സർവ്വ സംക്ഷോഭണ ചക്രം എന്ന് പറയുന്ന സൂര്യനാണ്. അത് എന്തിനെ കാണിക്കുന്നു? ത്വക്കിനെ കാണിക്കുന്നു. ഈ പറഞ്ഞ മൂർത്തി നവഗ്രഹങ്ങൾ അല്ല, എന്താ പറയാ, നവരത്നങ്ങള്, ഇതെല്ലാം കൂടെയാണ് ഈ പറയുന്നത്. മുദ്രകള് സർവ്വ സംക്ഷോഭണം, ഗ്രഹം സൂര്യൻ, മൂർത്തി എന്ന് പറയുന്ന ത്വക്ക്, ഈ കാറ്റ്സ് ഐ എന്ന് പറയുന്ന ആ ഒരു നവരത്നം. രണ്ടാമത്തത് സർവ്വ ആകർഷണം എന്ന് പറയുന്ന ചന്ദ്രനാണ്. രക്തത്തെ കാണിക്കുന്ന കോറൽ. സർവാങ്കുശം, സർവവശങ്കിരി എന്ന് പറയുന്ന ചൊവ്വാഗ്രഹം, മാംസത്തെ കാണിക്കുന്നു ടോപ്പാസ്. അത് ഈ പറഞ്ഞ മുത്ത്. സർവോന്മാദിനി എന്ന് പറഞ്ഞാൽ ബുധഗ്രഹത്തെ കാണിക്കുന്നു കൊഴുപ്പ്. അതാണ് കൗസ് ഫാറ്റ് എന്ന് പറയുന്നത്. അടുത്ത മഹാങ്കുശ എന്ന് പറയുന്ന വ്യാഴഗ്രഹം, അസ്ഥിയെ കാണിക്കുന്നു ഡയമണ്ട്. അടുത്തത് സർവഖേജിരി എന്ന് പറയുന്ന ശുക്രഗ്രഹത്തെ കാണിക്കുന്നു മജ്ജ, എമറോൾഡ്. അത് കഴിഞ്ഞ് സർവയോനി എന്ന് പറയുന്നത് ശനിഗ്രഹം. അതാണ് ഓജസ് എന്ന് പറയുന്ന റൂബി, നമ്മുടെ കല്ലുകളിലെ റൂബി. അപ്പൊ സർവബീജം എന്ന് പറയുന്ന രാഹുഗ്രഹമാണ് പ്രാണൻ. അപ്പോ ഈ പറഞ്ഞ എല്ലാ ഗ്രഹങ്ങളും, ഈ പറഞ്ഞ നവഗ്രഹങ്ങള്, ഈ പറഞ്ഞ എന്താ പറയാ കല്ലുകള്, ആ ഒരു 9 കല്ലുകള്, ഇതിനെല്ലാം ഈ പറഞ്ഞ 9 മുദ്രകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില എന്താ പറയാ ചീത്ത സമയത്ത്, ഈ രാഹുവിന്റെ സമയത്ത് ഇല്ലെങ്കിൽ എമറോൾഡ് ധരിക്കൂ, ബുധന്റെ സമയത്ത് എമറോൾഡ്, വജ്രം ധരിക്കൂ ചന്ദ്രന്റെ സമയത്ത് എന്നൊക്കെ പറയാൻ കാരണം ഈ പറഞ്ഞ ആ ഒരു കല്ലുകളിൽ, ഈ 9 കല്ലുകളും നമ്മുടെ 9 ഗ്രഹങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ കല്ലുകൾ ഇടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഈ കല്ലുകൾ വലിച്ചെടുക്കുന്ന ഒരു എന്താ പറയാ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് എത്രത്തോളം നമുക്ക് അത് ശരീരത്തോട് ചേർന്ന് കിടക്കണം, അത് ഗോൾഡ് കൊണ്ട് മറയ്ക്കാൻ പാടില്ല, ശരീരവുമായിട്ട് ചേർന്ന് കിടന്നാലേ അതിന്റെ ഇത് വരും. ഇത് എല്ലാത്തിനും അപ്പുറമാണ് ഈ പറഞ്ഞ ഉപാസനാ കേന്ദ്രത്തിൽ അമ്മയെ ഇരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രഹങ്ങളോ ഈ പറയുന്ന കല്ലുകളോ ഒന്നും തന്നെ നമുക്ക് വേണ്ട. കാരണം മഹാനിത്യായിട്ടിരിക്കുന്ന സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരി ആ ഒരു പഞ്ചാശക്തിയിടത്തിൽ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന യാതൊരു ഗ്രഹത്തിന്റെയോ ദോഷത്തിന്റെയോ നക്ഷത്ര ഗ്രഹ രാശി പീഠസ്വരൂപിണിയായിരിക്കണം അമ്മ ഇരിക്കുന്നിടത്ത് ഇതൊന്നും ബാധിക്കില്ല. പക്ഷെ നമ്മൾ അറിയണം ഇതെല്ലാമാണെന്ന് അറിയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇപ്പൊ രോമം, ത്വക്ക് ഇവ സപ്ത ധാതുക്കളിൽ പെടുന്നില്ല. അടുത്തത് കൽപ്പക ഉദ്യാനമാണ് അല്ലെ. കൽപ്പക ഉദ്യാനം എന്ന് പറയുന്നത് തേജസ് ആണ്. കൽപ്പക തരു എന്ന് പറഞ്ഞാൽ എന്താ? സർവകാമങ്ങളെയും സാധിപ്പിക്കുന്ന ശക്തി. അത് എന്താണ് ഈ സർവകാമങ്ങളെ സാധിപ്പിക്കുന്ന ശക്തി? മനസ്സാണ്. അപ്പൊ മനസ്സാണ് ഈ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. നാവ് അല്ലെങ്കിൽ രസന എന്ന് പറയുന്നത് ഷഡ് രസങ്ങള്, അതാണ് ഷഡ് ഋതുക്കളായിട്ട് വരുന്നത്. ആ കൽപ്പതരുവിന്റെയും ഉദ്യാനത്തിന്റെയും പല ഭാവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സാധകന്റെ ശരീരം നവരത്ന ദീപമാണ്, മനസ്സ് കൽപ്പക ഉദ്യാനമാണ്. അപ്പോ ഈ പറഞ്ഞ ഷഡ് ഋതുക്കള്, ഷഡ് ഭാവങ്ങള്, ഷഡ് രസങ്ങള്, അതിനുള്ള പ്രജ്ഞ, പ്രതിഭ, ഓജസ് എല്ലാം തന്നെ എങ്ങനെയാ കിട്ടുന്നത്? ഗുരുകടാക്ഷം കൊണ്ടേ കിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം വേണം. ലളിത എന്ന് പറഞ്ഞ രാജരാജേശ്വരിയുടെ കൽപ്പകവനവും കൽപ്പക കന്ധവും അതായത് താന്ത്രികമായിട്ടുള്ള ഒരു ആരാധന ക്രമമാണ്. എന്താണ് ആരാധനാക്രമം? ഈ ഷഡ്ചക്രങ്ങളില് സമയാചാര പ്രകാരം അമ്മയെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തി ഓരോ ചക്രങ്ങളിലും കൊണ്ടുവച്ച് അവിടെ വെച്ച് ആദ്യം ദേവിക്ക് മണിപൂരകത്തിലെടുത്തുമ്പോൾ വസ്ത്രം കൊടുക്കും. കാരണം മണിപൂരകം വരെ ദേവിക്ക് വസ്ത്രമില്ല. ആ ദിക്കില് നഗ്നയായിട്ടിരിക്കുന്ന ദേവി, യാതൊരു രൂപവും ഇല്ലാതിരിക്കുന്നു. മണിപൂരകത്തിൽ വരുമ്പോൾ നമുക്ക് നാമരൂപങ്ങൾ ഉണ്ടാവും, അവിടെ വസ്ത്രം കൊടുക്കും. ആ പറഞ്ഞ ഹൃദയത്തില് അനാഹതത്തിൽ കൊണ്ടുവന്നിട്ട് ദേവിക്ക് ധൂപദീപാദികൾ കൊടുക്കും. ഈ പറഞ്ഞ വിശുദ്ധി ചക്രത്തിൽ കൊണ്ടുവന്ന് ദേവിക്ക് എന്താ പറയാ ആ നൈവേദ്യം കൊടുക്കും. ആജ്ഞാചക്രത്തിൽ കൊണ്ടുവന്ന് ദേവിക്ക് രത്നപീഠം കൊടുക്കും. ഇങ്ങനെയാണ് സമയാചാരത്തിൽ നമ്മൾ ആചരിച്ചിട്ട് അവിടുന്ന് ദേവിയെ ക്ഷണിച്ച് കൊണ്ടുവന്ന 9 പടി കയറ്റി ബ്രഹ്മരന്ധ്രത്തിലിരിക്കുന്ന സദാശിവൻ ശിവനുമായിട്ട് നമ്മൾ അതിന് 1.5-2 മണിക്കൂർ എടുക്കും. ഓരോടത്തും ദേവിയെ ഇരുത്തി പൂജ ചെയ്ത് മനസ്സുകൊണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാഹ്യമായിട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു ശകലം മനസ്സ് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല.
അപ്പൊ അതുപോലെ കോൺസെൻട്രേഷൻ ആയിട്ട് ഇരുന്നിട്ട് വേണം അമ്മയെ പതുക്കെ 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 അവസാനം ലാസ്റ്റിൽ ആജ്ഞാചക്രത്തിലെ സിംഹാസനത്തിലിരുത്തി ആ സിംഹാസനേശ്വരിയായിട്ട് ആരാധിച്ച് അമ്മയെ മുകളിലോട്ട് കൊണ്ടുപോകണം. അമ്മയുടെ യഥാർത്ഥമായിരിക്കുന്ന സങ്കേതത്തിൽ കൊണ്ടുവിടട്ടെ, ആജ്ഞ ചോദിച്ച് പാദം കഴുകി അർഘ്യം കൊടുത്ത് എല്ലാം കൊടുത്ത് പതുക്കെ ഈ 9 പടികൾ കയറ്റി ആ ഭഗവാന്റെ അടുത്ത് കൊണ്ടെത്തിക്കണം. അതിനെയാണ് നമ്മൾ സമയാചാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ദേവിയുടെ ഉദ്യാനത്തിൽ നമ്മൾ എന്തൊക്കെയാ കാണുന്നത്? നമ്മളൊക്കെ ആ പറഞ്ഞ ശ്രീചക്ര പൂജയില് ആദ്യത്തെ ദേവിയുടെ ഉദ്യാനത്തിലെ പൂക്കളെയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ദേവിയുടെ ഉദ്യാനത്തിലെ സന്താനം, കൽപ്പകം, ഹരിചന്ദനം, മന്ദാരം, പാരിജാതം, ബിൽവം, കദംബം ഇതെല്ലാം പൂത്തു നിൽക്കുന്നതായിട്ടും നവരത്ന ഖചിതമായിട്ടുള്ള 4 ഗോപുരങ്ങൾ ഉള്ളതായിട്ടും നടുവില് മാണിക്യ മണ്ഡപത്തില് സഹസ്രരത്ന സ്തംഭങ്ങൾ ഉള്ളതായിട്ടും. എവിടെയാണ് മാണിക്യ മണ്ഡപം? നമ്മൾ കണ്ടില്ലേ, 25 ഫോർട്ട് എത്രയോ പ്രാവശ്യം നിങ്ങളുടെ കൂടെ പറഞ്ഞു. എന്താണ് ഈ 1000 കാൽ മണ്ഡപം? ശിവൻ ഇരിക്കുന്ന സ്ഥലം, ആ ഒരു സഹസ്രാരം, അതിനെയാണ് 1000 കാൽ മണ്ഡപം എന്ന് പറയുന്നത്. അവിടെ അതും കഴിഞ്ഞിട്ട് എന്താ 3 വ്യാപികൾ, അതായത് തീർത്ഥക്കുളങ്ങളുണ്ട്. ഏതാണ്? വിമർശ വ്യാപിക, ആ ഒരു വിമർശ സാലം നമ്മൾ കണ്ടു, ബുദ്ധിസാലം കണ്ടു, വിമർശ വ്യാപിക കണ്ടു, ആ പറഞ്ഞ മനസ്സിന്റെ വ്യാപിക, ചഞ്ചലം എന്ന് പറയുന്ന നദി, 3 വ്യാപികകള് കടന്നു പോകണം. അതിനാണ് അമൃതം, ആനന്ദം, വിമർശം എന്ന് പറയുന്നത്. ഈ കുളങ്ങളുടെ പേരാണ്. അപ്പൊ ഇവരുടെ നടുവിലാണ് മഹാപത്മാടവി എന്ന് പറയുന്ന സഹസ്രാരം. അപ്പൊ അതില് മഹാചിന്താമണി ഗ്രഹം, അതില് 4 ഭാഗത്തും 4 ആംനായങ്ങൾ. ആംനായങ്ങൾ എന്ന് പറഞ്ഞാൽ വാതിലുകള്. അതിലെ മഹാമണിമയ വേദിയിലെ മഹാസിംഹാസനം, ആ സിംഹാസനത്തിലെ മഞ്ചത്തിന് 4 കാലുകള്, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ 4 കാലുകള്. അതിന്റെ പലക, കട്ടിൽ പലക എന്താണ്? സദാശിവൻ. അഥവാ സദാശിവ പ്രേതം. പ്രേതം എന്ന് പറയുന്നത് എന്താ? പ്രഹർഷേണ ജായതേ ഇത് പ്രേതം, ജീവനില്ലാതെ കിടക്കുന്ന സദാശിവൻ. എന്താ ജീവനില്ലാതെ കിടക്കുന്ന? പഞ്ചബ്രഹ്മങ്ങള് പഞ്ചപ്രേതങ്ങളുമാണ്. എന്തുകൊണ്ടാ? കാരണം എന്തെന്ന് വെച്ചാല് ഈ പറയുന്ന ദേവി വന്നിരുന്നാലേ അവർക്ക് ശക്തി കിട്ടുള്ളൂ. കാരണം അവർക്ക് പ്രേതങ്ങളായിട്ട് അവരുടെ ജീവശക്തി എന്ന് പറയുന്ന ദേവിയാണ്. ഈ സൃഷ്ട പ്രപഞ്ചത്തില് ഈ നിർഗുണമായിരിക്കുന്ന പരബ്രഹ്മ ശക്തിയായിരിക്കുന്ന ശിവന്, ആ ശിവനിൽ നിന്ന് വിമർശ ശക്തിയായിട്ടിരിക്കുന്ന പ്രതിബിംബ രൂപിണിയായിട്ടിരിക്കുന്ന ആ ചേതനാ സ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവിയുടെ ശക്തി കിട്ടിയെങ്കിൽ മാത്രമേ ഈ പഞ്ചപ്രേതങ്ങളെ പഞ്ചബ്രഹ്മങ്ങളായി തീരുള്ളൂ. അതുകൊണ്ടാണ് അവരെ പഞ്ചപ്രേതങ്ങൾ എന്ന് പറയുന്നത്. അതാണ് സദാശിവ പ്രേതം എന്ന് പറയുന്നത്. നമ്മളെന്താ, മരിച്ചു കിടക്കുന്ന ഒരു ശവം, ഈ ഒരു ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ അതിന് നമ്മൾ പ്രേതം എന്ന് പറയും. പ്രേതത്തെ ദഹിപ്പിക്കണം, പ്രേതത്തെ കണ്ടെന്നൊക്കെ പറയും. അതൊക്കെ വെറും കള്ളത്തരാണ്. പ്രേതത്തെ കാണാൻ പറ്റില്ല. ഈ ശരീരം പ്രഹർഷേണ എന്ത് മംഗളകരമായിരിക്കുന്നത് ശരീരത്തിൽ നിന്ന് പോയോ അതിനെ ശവം അല്ലെങ്കിൽ പ്രേതം എന്ന് പറയും. അതിനെ കൊണ്ടുപോയി നമ്മൾ കത്തിച്ചു കളയും. കാരണം അത് അമംഗളമായി പോയി. മംഗളമായിട്ടിരുന്ന ആ ജീവശക്തി ആ ശരീരത്തിൽ നിന്ന് പോയപ്പോൾ അത് അമംഗളകരമായിട്ടുള്ളൂ. ഈ പറഞ്ഞ ഈ 5 ദേവിയുടെ കാലുകൾക്കെല്ലാം പ്രേതങ്ങളായിട്ടിരിക്കുക. പഞ്ചപ്രേത മഞ്ചമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താ, അവര് പഞ്ചബ്രഹ്മങ്ങളായി ദേവി വന്നിരുന്നപ്പോ ദേവിയുടെ ശക്തിയിൽ നിന്ന് അവർക്ക് ബ്രഹ്മസ്വരൂപം കിട്ടി. അവരവരുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇതില് നവശക്തി സമേതയായിട്ടാണ് ലളിതാദേവി ഇരിക്കുന്നത്. വിഭൂതി, ഉന്നതി, കാന്തി, ഹൃഷ്ടി, കീർത്തി, സന്നിധി, വെഷ്ടി, ഉത്കൃഷ്ട, ഋത്തി, ഇത് ഇത്രയും പേരാണ് ദേവിക്ക് ചുറ്റും ഇരിക്കുന്നത്. മഹാത്രിപുര സുന്ദരിയായ ലളിതയുടെ ഈ സ്ഥാനത്തിന് എന്താ പറയണത്? യോഗപീഠം. യോഗം എന്ന് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. യോഗം എന്ന് പറഞ്ഞാൽ യുജ്യതേ, രണ്ടും കൂടെ ചേരുന്നത്, ശിവനും ശക്തിയും കൂടെ ചേരുന്നത്, ജീവാത്മാവും പരമാത്മാവും കൂടെ ചേരുന്നത്. എവിടെ? അതിനാണ് യോഗിനിമാരെന്ന് പറയുന്നത്. അനേക കോടി യോഗിനിമാര്, യോഗം ചെയ്തവർക്ക് മാത്രമേ ദേവിയെ പൂജിക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഡ്യുവാലിറ്റി ഇല്ല. അവര് രണ്ടുപേരും കൂടെ യുജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യോഗം വന്നിരിക്കുന്നത്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു നിലനിൽപ്പില്ല. രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുന്നത്, അവരാണ് യോഗിനിമാര്. അപ്പോ ദേവി എന്ന് പറയുന്നത് എന്താ? ആ പറയുന്ന മഹാത്രിപുര സുന്ദരിയായിട്ടുള്ള ദേവി ഇരിക്കുന്നത് യോഗപീഠം. അവിടെ ശിവനും ശക്തിയും ഐക്യമായിട്ടിരിക്കുന്ന സ്ഥലം. ആ ഒരു ദേവി ഇരിക്കുന്നത് ഒരു ചുവന്ന ഒരു പത്മരൂപത്തില് ശ്രീചക്രാങ്കിതമായിട്ടുള്ള യോഗപീഠം. അപ്പൊ ശ്രീചക്രാങ്കിതം എന്ന് പറഞ്ഞാൽ ആ പീഠത്തിന് ശ്രീചക്രത്തിന്റെ രൂപമാണ്, പത്മരൂപമാണ് യോഗപീഠം. അത് സാധകന്റെ എവിടെയാണ്? നമ്മുടെ ശരീരത്തിൽ എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഹൃദയാരവിന്ദം. നമ്മുടെ ശരീരത്തിൽ അമ്മ ഇരിക്കുന്ന യോഗപീഠം എവിടെയാണ്? നമ്മുടെ ഹൃദയം, നമ്മുടെ അഷ്ടദള പത്മം, നമ്മുടെ താമരപ്പൂവായിട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം. അതാണ് ദേവി ഇരിക്കുന്ന യോഗപീഠം. അവിടെ ഇരുത്തണം അമ്മേ. അവിടുന്ന് ഒരിക്കലും ഇറക്കി വിടരുത്. കാരണം ഇടയ്ക്കിടയ്ക്ക് വേറെ ഓരോരുത്തരെ കയറ്റി ഇരുത്തരുത് അവിടെ. കാരണം എനിക്ക് ലക്ഷ്മി മതി, സരസ്വതി മതി, ഗണപതി മതി എന്ന് പറഞ്ഞിട്ട് ദേവിയെ വിളിച്ചുകൊണ്ടിരുത്തി ദേവി ഇരുന്നാൽ വേറെ ആരും വന്ന് അവിടെ കാലിന്റെ അറ്റത്ത് പോലും നിൽക്കില്ല അമ്മയുടെ. കാരണം അവർക്ക് അവിടെ എത്താൻ പറ്റില്ല. ലക്ഷ്മിയും സരസ്വതിയും പോലും ചാമരം വീശിയേ നിൽക്കുള്ളൂ. ഈ മഹായോഗപീഠമാകുന്ന നമ്മുടെ മനസ്സില് അമ്മ വന്നിരുന്നാൽ പിന്നെ ആരും ഇല്ല അവിടെ.
അവിടെ ഈ പറഞ്ഞ പ്രപഞ്ചം പോലും ദേവിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കും. അമ്മ എന്ന് വിളിച്ചിട്ട്. അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെ ജോലിക്കാരേ ഉള്ളൂ, അവിടെ സേവകരേ ഉള്ളൂ. അമ്മയ്ക്ക് സേവിക്കാൻ ആരാ ഇരിക്കുന്നത്? നമ്മുടെ മനസ്സ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമ്മയെ നമ്മുടെ മനസ്സ് സേവിക്കും. വേറെ ആർക്കും അവിടെ സേവനമില്ല. കാരണം ദേവിയെ ഒരിക്കൽ മഹാപീഠത്തിൽ ഇരുത്തി കഴിഞ്ഞാൽ, ശ്രീവിദ്യാ മന്ത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്യ ദേവത ധ്യാനം കൊണ്ട് പോലും പാപമുണ്ടാകും എന്ന് പറഞ്ഞ് ഗണപതിയോ സുബ്രഹ്മണ്യനെ ജപിക്കേണ്ടെന്നല്ല. ഈ പീഠത്തിൽ അമ്മ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും താഴെ. കാരണം എന്താ? ആ ഷഡ്ചക്രോപരി സംസ്ഥിതയാണ്. എല്ലാ ഷഡ്ചക്രങ്ങളുടെയും മേളില് സഹസ്രാര പത്മത്തിൽ ബിന്ദുസ്ഥാനത്തിരിക്കുന്നു. ജീവാത്മാവായിട്ട് നമുക്ക് എല്ലാ ഭോഗങ്ങളും തരാൻ, മോക്ഷം തരാൻ അമ്മ ആ സഹസ്രാര പത്മത്തില് ബിന്ദുപീഠത്തിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ബ്രഹ്മരന്ധ്രത്തിലിരിക്കുന്നു. എങ്ങനെ? ശിവശക്തി ഐക്യമായിട്ട്. അതേസമയം നമുക്ക് തരാനായിട്ടോ, നമുക്ക് ഭോഗങ്ങളെ തരാനായിട്ട്, അതാണ് ഭോഗമോക്ഷപ്രദായിനിയാണ് അമ്മ. അപ്പൊ നമുക്ക് ഭോഗങ്ങളെ തരാൻ നമ്മുടെ ഹൃത്പത്മത്തില്, ഈ പറയുന്ന യോഗപീഠത്തില്, ബിന്ദുപീഠത്തില്, നമ്മുടെ ആ ഒരു ഹൃദയപത്മത്തിൽ അമ്മ ഇരിക്കുകയാണ്. കാരണം എങ്ങനെ ഇരിക്കണം അവിടെ? കാമേശ്വരൻ, നമ്മുടെ ആഗ്രഹങ്ങളാകുന്ന കാമേശ്വരന്റെ മടിയില് കാമേശ്വരിയായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാനായിട്ട് ദേവി ഇരിക്കണം. ഈ പറയുന്ന എല്ലാ ദേവതമാരും അമ്മയ്ക്ക് ചുറ്റും നിന്ന് അമ്മയെ സേവിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് നമ്മുടെ കാര്യമൊന്നും കേൾക്കാൻ സമയമില്ല, അവരെയൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. കാരണം അമ്മയെ ഭജിക്കുന്നവർക്ക് ഇവരെല്ലാം നാച്ചുറലി വന്ന് ചെയ്യും. കാരണം അമ്മയുടെ ജോലിക്കാര് അമ്മയെ ഭജിക്കുന്നവരെ ചെയ്തു തരില്ലേ? അവിടെ നമുക്ക് ഈ സംശയം വരുന്നത്. ഈ ദേവതയെ പൂജിച്ചിട്ട് മറ്റേ ദേവതയെ പൂജിക്കാമോ? ഗണപതി ആരാ? ഗണപതി അമ്മയുടെ മകനല്ലേ? സുബ്രഹ്മണ്യൻ ആരാ? മകനല്ലേ? അപ്പൊ ഈ മകന്റെ സ്ഥാനം നമ്മുടെ ചക്രങ്ങളിലാണ് ഇരിക്കുന്നത്. അതൊക്കെ ഗോപ്യമായിട്ട് ഒരുപാട് രഹസ്യമായിട്ട് അർത്ഥങ്ങളുണ്ട്. ദേവിയുടെ അടുത്ത് എത്താൻ അവരൊക്കെ സഹായിക്കുന്നു നമ്മളെ. ഈ ഷഡ്ചക്രങ്ങളിൽ ഇരിക്കുന്ന ഗണപതിയും സുബ്രഹ്മണ്യനും ഈ പറഞ്ഞ ചണ്ഡിക ത്രിഗുണാത്മികയായിട്ടിരിക്കുന്ന ആ ഒരു ദേവി, നവാക്ഷരി മന്ത്രത്തിന്റെ ദുർഗാ പരമേശ്വരി, ശ്രീകൃഷ്ണൻ, അവരൊക്കെ എന്താ നമ്മളെ സഹായിക്കുന്നത്? ഈ ജീവനെ ഈ പറയുന്ന അമ്മയുടെ അടുത്ത് എത്തിക്കാനാണ്. അപ്പൊ അവരെ ജപിക്കണ്ടെന്ന് പറഞ്ഞാൽ അവരെ പീഠത്തില്, മണിപീഠത്തിൽ ഇരിക്കുന്നത് എപ്പോഴും അമ്മയായിരിക്കും. ശ്രീവിദ്യാ മന്ത്രം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് അമ്മയല്ലാതെ മണിപീഠത്തിൽ വേറെ ആരെയും ഇരുത്താൻ പറ്റില്ല. അത് സാധകന്റെ ഹൃദയാര ബിന്ദത്തിൽ തന്നെ നമ്മൾ ഭാവന ചെയ്യണം. അപ്പോ തേജോ രാശി മണ്ഡലത്തിലാണ് കൽപ്പങ്ങള്, സങ്കല്പങ്ങള്, മൂർത്തീകരണം, ഫലം എല്ലാം സംഭവിക്കുന്നത്. എവിടെയാണ്? ഈ മനസ്സിൽ. എല്ലാം മനസ്സാണ്. അപ്പൊ മനസ്സിലാണ് വേദങ്ങളെ ഉദ്ധരിച്ച ഭാസ്കരരായർ പറയുന്നത്, തേജസ്സുള്ള ജീവനാണ് സർവസങ്കല്പദായകമായിട്ട് കൽപ്പതരുവായിട്ട് ദേവി ഇരിക്കുന്നത്. തേജസ്സുള്ള ജീവനില്, തേജസ്സും ഓജസ്സും ദേവിയുടെ രണ്ട് ഭാവങ്ങളാണ്. ഈ തേജസ്സുള്ള ജീവനിലാണ് സർവസങ്കല്പദായകമായിട്ടിരിക്കുന്ന കൽപ്പതരു. കൽപ്പതരു എന്താ? കൽപ്പവൃക്ഷം. അമ്മ എനിക്ക് അത് തരൂ അമ്മ, എനിക്ക് ഇത് തരൂ അമ്മ, എനിക്ക് അങ്ങോട്ട് പോണം അമ്മ, എനിക്ക് വിഷമമമ്മ എന്ന് പറയുമ്പോ നമുക്ക് ആരാ തരണ്ടേ? കാമധേനു കൽപ്പതരു, ദേവവൃക്ഷമാണ് കൽപ്പതരു. ആ കൽപ്പതരുവായിട്ട് ചോദിക്കുന്നത് എന്തും തന്റെ മക്കൾക്ക്, തന്നെ വിളിച്ചിരുത്തി ആരാധിക്കുന്ന തന്റെ മക്കൾക്ക് എന്നും കൊടുക്കാൻ കരുണാമയിയായിട്ട് ആ കുഞ്ഞിനെ തന്റെ കൂടെ കൊണ്ടുപോയി തന്റെ ഈ പറഞ്ഞ വ്യോമസ്ഥാനം കടന്ന് ചിന്താമണി ഗൃഹത്തിൽ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. നമ്മൾ വിളിച്ചുകൊണ്ടിരുത്തിയാണ്. ആ അമ്മയെ ഒരിക്കലും നിന്ദിക്കരുത്. കാരണം നമ്മൾ വിളിച്ചിട്ട് ആ താമ്പൂലം വെച്ച് ഷോഡശ ഉപചാരം കൊടുത്ത്, അർഘ്യം കൊടുത്ത്, പാദ്യം കൊടുത്ത്, കാല് കഴുകി അമ്മ വരണം 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 എന്ന് എത്രയോ ജന്മങ്ങളായിട്ട് അമ്മയെ തേടി നടന്നു. ആ ജീവൻ അമ്മയെ അവസാനം കണ്ടെത്തി ആ അമ്മയെ വിളിക്കണു. എന്താണ് ഈ പറഞ്ഞ ദീക്ഷ എന്ന് പറയുന്നത്? ഈ ഒരു ഗുരുമന്ത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നത് പ്രാണശക്തിയായിരിക്കുന്ന നമ്മുടെ അമ്മയെ അവിടുന്ന് എഴുന്നള്ളിച്ച് ആ ഒരു ചിന്താമണി ഗൃഹത്തിൽ നിന്ന്, പുറത്തിരിക്കുന്ന ചിന്താമണി ഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന് പ്രാണനിലൂടെ നമ്മുടെ വനാന്തസ്ഥേ കാരണാനന്ദ വിഗ്രഹേ, നമ്മുടെ ഉള്ളിലെ മഹാവനത്തിൽ, നമ്മുടെ അഷ്ടദള പത്മത്തിൽ അമ്മയെ കൊണ്ടുവന്ന് ഇരിക്കാൻ പറയാണ്. അവിടെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പഞ്ചദശി മന്ത്രം എന്ന് പറയുന്നത് മന്ത്രദേവതയായി കഴിഞ്ഞു. അമ്മ ദിവസവും ജപിക്കുന്ന മന്ത്രത്തിന്റെ ദേവത, അതിദേവതയാണ് ഈ ദേവി, ഈ ലളിതാ ത്രിപുര സുന്ദരി. നമ്മുടെ മന്ത്രദേവത നമ്മുടെ ശരീരമാകുന്ന ശ്രീചക്രത്തില് ആരൂഢയായി കഴിഞ്ഞാൽ ആ ദേവി പിന്നെ എന്താ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. കാരണം ആ മന്ത്രദേവത നമ്മുടെ ശ്വാസമാണെന്ന് നമ്മൾ തിരിച്ചറിയും. കാരണം ശ്രീചക്രത്തിലോട്ട് നമ്മുടെ ആ ഒരു ശ്വാസത്തെ ആവാഹിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഹൃദയത്തിൽ നിന്നാണ് ത്രികണ്ഠാമുദ്ര വെച്ച് അഗ്നി സൂര്യ സോമ മണ്ഡലങ്ങളിലൂടെ ഈ ദേവിയുടെ 16-1 കലയെ ആവാഹിച്ച് ശ്രീചക്രത്തിൽ കൊണ്ടുവയ്ക്കുന്നത്. അവിടെ ഇരുത്തിയാണ് അമ്മയ്ക്ക് ബാക്കി പൂജകളൊക്കെ ചെയ്ത് ലളിതാ സഹസ്രനാമം ജപിച്ച് ഖഡ്ഗമാല ജപിച്ച് എല്ലാ ഉപചാരങ്ങളും കൊടുത്തിട്ട് തിരിച്ചെന്ത് ചെയ്യും? അമ്മ ശ്രീചക്രത്തിൽ പറ്റില്ല, എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത്, എനിക്ക് തിരിച്ചെന്റെ അമ്മയെ വേണമെന്ന് പറഞ്ഞ് തിരിച്ച് അതുപോലെ ത്രികണ്ഠാമുദ്ര വെച്ച് ശ്രീചക്രത്തിൽ നിന്ന് ആവാഹിച്ച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിരുത്തും. അപ്പൊ ഈ അമ്മ എവിടെയാ ഇരിക്കണേ?
ശ്രീചക്രം പ്രതീകാത്മകമായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്നു. ആ ദേവി നമ്മുടെ ശരീരമായിട്ടുള്ള ശ്രീചക്രത്തില് 16 കലകളോടുകൂടി നമ്മുടെ പൂർണ്ണ സ്വരൂപത്തില് നമ്മുടെ ഹൃദയപത്മത്തിൽ ഇരിക്കുന്നു. ആ ദേവിയാണ് കാലക്രമത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വെളിയിലിരിക്കുന്ന ദേവിയെ നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുറത്ത് കാണരുത്. നമ്മള് അന്തർമുഖത്വമാണ് നമുക്ക് വേണ്ടത്. അകത്തെ കാണാൻ പറ്റൂ, അകത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ വിഷാദങ്ങൾ, നമ്മുടെ ആലോചിക്കും, നമ്മുടെ സുഖദുഃഖങ്ങൾ എവിടെയാ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നമുക്ക് വേദന വരുന്നത് കാലിൽ ഒരു മുള്ളു കൊള്ളുമ്പോ, ഒരു സൂചി കൊള്ളുമ്പോ അയ്യോ എന്ന് വിളിക്കുന്നു. വേദന എവിടെയാ വരുന്നത്? മനസ്സിലല്ലേ? ഒരാളോട് സ്നേഹം വന്നു, ആ സ്നേഹം എവിടെയാ? പുറത്താണോ? അകത്തല്ലേ? എല്ലാ വികാരങ്ങളും, ദുഃഖം എവിടെ വരുന്നു? ഒരാൾ മരിക്കുമ്പോൾ ദുഃഖം വരുന്നു, അതെവിടെയാ? മനസ്സില്. ഈ മനസ്സാകുന്ന ആ ഒരു പത്മദളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന അമ്മയോടുള്ള സ്നേഹം എങ്ങനെ വെളിയിൽ വരും? ഏത് വിഗ്രഹത്തിൽ വരുത്താൻ പറ്റും നമുക്ക്? ആ നമ്മുടെ ഉള്ളിലെ മനസ്സിലല്ലേ അത് വരുള്ളൂ. ആ ഇരിക്കുന്ന ദേവിയോടല്ലേ നമുക്ക്. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിബോധം ഏതാണ്? ഞാനും ഈ അമ്മയും രണ്ടല്ല, രണ്ടും ഒന്നാണ്. കാലക്രമേണ പൂജിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. അത് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാലം കഴിയുമ്പോൾ ഞാനെന്നുള്ള വ്യക്തി അവിടെ ഇല്ല. അമ്മ മാത്രമല്ല. എന്താണെങ്കിലും അമ്മ ചെയ്തോട്ടെ, അമ്മ കണ്ടോട്ടെ, അമ്മ വന്നോട്ടെ എന്ന് അറിയാതെ നമ്മുടെ മനസ്സ് അതില് എന്താ പറയാ, ജപിച്ച് ഒരു താതാത്മ്യം വരും. അപ്പൊ അമ്മയും ഞാനും രണ്ടല്ല എന്നുള്ള ആ ത്രിപുടി, അതിനെയാണ് നമ്മൾ ജ്ഞാനജ്ഞാത്ര ജ്ഞേയങ്ങൾ എന്ന് പറയുന്ന ആ ത്രിപുടി മുടിയാനാണ് ഈ കണ്ട ആവരണ പൂജയും ശ്രീചക്ര പൂജയും ഈ പറഞ്ഞ ഷടാധാര പ്രാർത്ഥനകളും ഈ പറഞ്ഞ കോലാഹലങ്ങളും മുഴുവനും ബാഹ്യമായിട്ട് ചെയ്യുന്ന എന്തിനാ? ഈ അകത്ത് നമ്മുടെ മനസ്സിലിരിക്കുന്ന അമ്മയെ കാണാൻ. ആർക്ക് ബാഹ്യപൂജ ഇല്ലാതെ ഇത് കാണാൻ പറ്റുമോ അവരെയാണ് ദിവ്യ ജന്മം. നമ്മൾ പറഞ്ഞു പശുഭാവം കണ്ടു, വീരഭാവം കണ്ടു, ആ പറഞ്ഞ ദിവ്യഭാവം, ദിവ്യത്തില് രാമകൃഷ്ണ പരമഹംസർക്കൊക്കെ ജനിച്ചപ്പോഴേ ഇതുണ്ട്. പക്ഷെ ഒരു വീരന്മാർ എന്ത് ചെയ്യണം? എന്ത് പ്രശ്നങ്ങളായാലും അതിനെയെല്ലാം അതിജീവിച്ച് ഇത് കണ്ടെത്തും. ഈ പശുഭാവമുള്ളവർക്കാണ് പാട്. കാരണം ഒരുപാട് അവർക്ക് കർമ്മവിനകളുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ. അത് കുറ്റമല്ല, നമ്മുടെ ആരുടെയും കുറ്റമല്ല. നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ? ഏതോ ജന്മത്തിൽ ചെയ്തതിന് ഇപ്പൊ കുറ്റപ്പെടുത്തി എന്ത് പറ്റും? സാരമില്ല. നമ്മൾ ബാഹ്യപൂജകൾ ചെയ്ത് അതിനെ തേച്ച് മാച്ച് കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി കളയുമ്പോൾ ഇതെല്ലാം ശുദ്ധമായിട്ട് അമ്മ തന്നെ നമുക്ക് തെളിഞ്ഞ് ആ ചിദ്രൂപിണിയായിട്ടിരിക്കുന്ന, ചിദേകര സ്വരൂപിണിയായിട്ടിരിക്കണ, നമ്മുടെ ആത്മസ്വരൂപിണിയായിട്ടിരിക്കണ, ബ്രഹ്മവിദ്യാ സ്വരൂപിണിയായ ആ പഞ്ചാശത്പീഠത്തിൽ നമ്മുടെ ചിന്താമണി ഗ്രഹത്തിൽ ഇരിക്കുന്ന അമ്മയെ നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, എന്ത് വേണോ ചോദിക്കാൻ പറ്റും. 100% ഉറപ്പാ. ഇതുവരെ ഞാൻ 99% എന്ന് പറഞ്ഞില്ല, 100% പറ്റും. അത് എക്സ്പീരിയൻസ്ഡ് ട്രൂത്ത് ആണ്, അത് സത്യമാണ്. പക്ഷെ ഈ രീതിയിൽ കാണണമെന്ന് മാത്രം. ആ അമ്മയ്ക്ക് എല്ലാം സറണ്ടർ ചെയ്യണം. അമ്മയല്ലാതെ വേറെ ഒന്നുമില്ല. ആര് വന്ന് പിഴുത് കളയാൻ നോക്കിയാലും ആ പിഴുത് കളയണ ചെടി ആവരുത്. നമ്മള് വേരുറയ്ക്കാത്ത ചെടികളെ പിഴുത് കളയും അല്ലേ ആളുകള്? പുല്ലുകള്, കളകള്. നല്ല വൃക്ഷങ്ങൾ എന്ത് ചെയ്യും? താഴോട്ട് വേരോടും. ആ വേര് ഭൂമിയിൽ ഉറച്ചു നിൽക്കും. ആ വൃക്ഷത്തിന് ഒരു കൊടുങ്കാറ്റിനും തള്ളിയിടാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സ് അവിടെ ഉറയ്ക്കുന്നില്ല. ആ വേര് ഊന്നിക്കഴിഞ്ഞാൽ, ആ വേര് ഉറച്ചു കഴിഞ്ഞാൽ ഒരു വൃക്ഷത്തിനും ആ ഒരു മനസ്സാകുന്ന ചെടിയെ പറിച്ചു കളയാൻ പറ്റില്ല. അതിൽ വിരിയുന്ന പൂവില് അവിടെയാണ് അമ്മ ഇരിക്കുന്നത്. അപ്പൊ അതിലൊരു ഷഡ്പദമായിട്ട്, 6 കാലിയായിട്ട്. എന്താ 6 കാലികള്? നമ്മുടെ 5 പഞ്ചഭൂതങ്ങളും മനസ്സും 6 കാലുള്ള ഒരു വണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ തേൻ കുടിച്ച് അമ്മയുടെ പാദത്തിൽ വീണ് മയങ്ങി കിടക്കണം. ഈ ശരീരം വിടുമ്പോ അമ്മയുടെ കൂടെ നമുക്ക് ചിന്താമണി ഗ്രഹത്തില് അമ്മ കൊണ്ടുപോയിക്കോളൂ. അത് അമ്മയുടെ ചുമതലയാണ്. അവിടെ അമ്മയുടെ അടുത്ത് നമുക്ക് പറയാം, അമ്മ ഞാൻ എല്ലാം ഉപേക്ഷിച്ചവളാണ്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ എന്നെ കൊണ്ടുപോകണം. ആ ഒരു ഉറപ്പ് വന്നാൽ അമ്മ കൊണ്ടുപോയിരിക്കും. ഈ ഉറപ്പിനാണ് ഈ പറയുന്ന ജപങ്ങളും ധ്യാനങ്ങളും. ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഈ ഒരു ഏക രസം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ഇരുന്നാൽ മതി. സദാ അമ്മയുമായിട്ടൊരു സാമീപ്യം, സാലോക്യം, സാരൂപ്യം എല്ലാം. ഇത് എവിടെയാണ്? പുറത്തല്ല, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വരും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ ഈ കൽപ്പത്തരുമായിട്ട് ദേവി ഇരിക്കുന്നത് ആ ഒരു ശരീരത്തില് നമ്മുടെ ഉള്ളിലാണെന്ന് നമ്മൾ അറിയണം. അപ്പോ ഈ മനസ്സാണ് ഇത്. അപ്പൊ മനസ്സാണ് വേദങ്ങള്. അപ്പൊ ഈ ഭാസ്കരായർ പറയണു, ഈ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവ്, നോളജ് എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പൊ തേജസ് ഉള്ള ജീവനാണ് ഈ സർവസങ്കല്പദായകമായിട്ടുള്ള കൽപ്പതരുവായിട്ട് ദേവി ഇരിക്കുന്ന തേജസ് ഉള്ള മനസ്സിലാണ് ഇരിക്കുന്നത്. ശരീരാഗ്നി സംഭൂത പദാർത്ഥ വിശേഷമായ അഗ്നിയാണ് ഒരാളിൽ തേജസ് ആയിട്ട് കാണപ്പെടുന്നത്. എന്താണ്? ശരീരാഗ്നി സംഭൂത പദാർത്ഥ വിശേഷമായിട്ടുള്ള അഗ്നി. അതായത് ശരീരത്തില് 3 ഖണ്ഡങ്ങളിലിരിക്കുന്ന ആ ജ്ഞാനാഗ്നിയായിട്ടിരിക്കുന്ന ആ ഒരു അഗ്നിയിലാണ് ഈ പറഞ്ഞ എന്താ പറയാ, ഈ പറയുന്ന തേജസ് ആയിട്ട്. അഗ്നിയുടെ തേജസ് എന്ന് പറയുന്നത് ജഡരാഗ്നിയുണ്ട്, ആ ഒരു നമ്മുടെ ആഹാര വിശപ്പിനെ ഉണ്ട്, കാമാഗ്നിയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ജ്ഞാനാഗ്നി, അറിവിന് വേണ്ടിയിട്ടുള്ള ഈ അറിവ് കിട്ടുമ്പോൾ ആ അറിവിന്റെ തേജസ് കൊണ്ട് ശുദ്ധമായ മനസ്സിലാണ് ദേവി ഇരിക്കുന്നത്. അതാണ് വേദങ്ങളുടെ
ആ ഒരു വേദങ്ങളുടെ മൂലം എന്ന് പറയുന്നത്. അപ്പൊ സുശ്രുതൻ എന്ന് പറഞ്ഞ തേജസ്, ശരീരത്തിലെ സപ്തധാതുക്കളുടെ സാരം എന്ന് പറയും. അപ്പൊ അത് വീര്യവും ബലവും തരും. ദർശന ശക്തി, ഊർജം, ദഹനം, വർണ്ണ സൗഭാഗ്യം, കാന്തി എല്ലാം തരുന്നത് എന്താണ്? ഈ തേജസ് ആണ്. അപ്പൊ ആദ്യ രസമായ പിത്തം ദഹനം ഇത് കൂട്ടും. ദഹനം നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. അത് അന്നത്തെ ദഹിപ്പിച്ചിട്ട് അതിന്റെ രസത്തെ നമ്മുടെ ശരീരത്തിലോട്ട് ആഗീരണം ചെയ്യും. അപ്പൊ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ, 6 കാര്യങ്ങൾ? മധുരം എന്ന് പറയുന്നത് രേതസ്സാണ്, അമ്ളം എന്ന് പറയുന്നത് മജ്ജയാണ്, തിക്തം എന്ന് പറയുന്ന മാംസമാണ്, കടു എന്ന് പറയുന്ന പിണ്ഡമാണ്, കഷായം രക്തം, ലവണം എല്ല്. ഇതെല്ലാം ഇതിനെ ഓരോന്നിനെ എന്താണ് കാണിക്കുന്നു എന്ന് പറയുന്നതാണ്. അടുത്തത് രസം. മധുരം എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു? ആജ്ഞാചക്രത്തില്. അത് ഋതു. ഏത് ഋതു? നമുക്കറിയാം 6 ഋതുക്കളില്, അതില് വസന്തം. അടുത്ത അമ്ളം എന്ന് പറയുന്നത് വിശുദ്ധി ചക്രത്തിലെ ഗ്രീഷ്മം. തിക്തം എന്ന് പറയുന്നത് അനാഹത ചക്രത്തിലെ വർഷം. കടു എന്ന് പറയുന്നത് മണിപൂരക ചക്രത്തിലെ ശരത്കാലം. കഷായം എന്ന് പറയുന്നത് സ്വാധിഷ്ഠാന ചക്രത്തിലെ ഹേമന്തം. ലവണം എന്ന് പറയുന്നത് മൂലാധാര ചക്രത്തിലെ ശിശിരം. ഇതെല്ലാം പറയാൻ കാരണം പുറത്തല്ല ഒന്നും. ഈ ഋതുക്കള് പ്രപഞ്ചത്തിൽ വരുന്ന പോലെ എല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് കാണിക്കാനാണ്. അതുകൊണ്ടല്ലേ വാത പിത്ത കഫ ദോഷങ്ങൾക്ക് ആയുർവേദം ചികിത്സ ചെയ്യുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിലെ ഋതുക്കൾക്കനുസരിച്ച്, കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതിനെ കാണിക്കാനാണ് ഈ ആയുർവേദം. ആയുസ്സിനെ എന്താ പറയാ, നീട്ടിക്കിട്ടാൻ, ഈ പറഞ്ഞതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തിക്ക് ഈ പറയുന്ന പച്ചില മാർഗം, പച്ചിലകള്, സസ്യങ്ങള്, ഈ പറയുന്ന സൂര്യൻ, ചന്ദ്രന്റെ രശ്മി, അതിൽ നിന്നാണ് ഔഷധികൾ വരുന്നത്. ഔഷധിക്ക് വലിയ ശക്തികളാണ്. അത് നമ്മുടെ ശരീരത്തെ ക്യൂർ ചെയ്യാനാണ് പണ്ട് ആയുർവേദം. വേദമാണ്, അതൊരു നോളജാണ്, അതൊരു അറിവാണ്. ആ അറിവിലൂടെയാണ് പണ്ട് ഋഷിമുനിമാര് തങ്ങളുടെ ശരീരത്തെ രക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് നമുക്കതെല്ലാം മാറി, നമ്മളെന്താ അലോപ്പതിയായിട്ട് മാറി, നമ്മളെല്ലാം ക്യാപ്സൂൾ രൂപത്തിൽ കഴിക്കണം. ഇതൊന്നും നമുക്ക് അറിയില്ല. പണ്ടത്തെ ആളുകള് ഓരോ ഋതുക്കൾക്ക് ഇന്ന ഫുഡ്, ഇന്ന എന്താ പറയാ, കൊഴുപ്പേറിയ ഭക്ഷണം കഴിക്കില്ല, മഴക്കാലത്ത് വളരെ ലൈറ്റായിട്ട് കഞ്ഞി, പയറ്, അങ്ങനെ ഓരോ ഋതുക്കളില് ഓരോ തരത്തിലുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു പണ്ട്. അവർക്ക് അറിയാമായിരുന്നു. ഇന്ന് അങ്ങനെയെല്ലാം മാറിയപ്പോൾ നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള രോഗങ്ങളും വന്നു ചേർന്നു. അപ്പൊ ലളിത എന്ന് പറയുന്ന ദേവി എല്ലാ ചക്രത്തിലെ ഓജസ്സിന്റെ സർവ്വഗതയാണ്. നവരത്നത്തിന് മുമ്പ് അശ്വഗജങ്ങള്, ജലം നിറഞ്ഞ പരിഖങ്ങള്, കിടങ്ങ്, മാണിക്യ മണ്ഡപങ്ങൾക്ക് ചുറ്റ്, ഇവയെല്ലാം എവിടെയോട്ടാണ്? ലളിതാദേവിയുടെ ആ ഒരു ദ്വീപിലോട്ട് പോകുന്ന വഴി ഇതെല്ലാം ഉണ്ട്. അപ്പൊ അശ്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കർമ്മേന്ദ്രിയങ്ങളാണ്. 10 കർമ്മേന്ദ്രിയങ്ങള്. ഗജങ്ങൾ എന്ന് പറയുന്നത് അവയുടെ വിഷയങ്ങള്. കിടങ്ങെന്ന് പറയുന്നത് എന്താ? കരുണ എന്ന് പറയുന്നതിനാണ് കിടങ്ങെന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനമർഘ്യം, ജ്ഞേയം, ഹവി, ജ്ഞാത, ഹോത, ജ്ഞാത്ര. അപ്പൊ ഈ പറയുന്ന ജ്ഞാനജ്ഞാത്ര ജ്ഞേയങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഭേദഭാവനം. ഇതിന് വേറെ ആയിട്ട് കാണരുത്. എല്ലാം തന്റെ ശരീരത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത് തന്നെയാണ് ശ്രീചക്ര പൂജനം. അപ്പൊ ശ്രീചക്രം എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ശ്രീചക്രം. അപ്പൊ ആ ശ്രീചക്രത്തിൽ എന്തൊക്കെയാ ഉള്ളത്? യന്ത്രപൂജ, രണ്ടാമത്തത് പഞ്ചദശി അല്ലെങ്കിൽ ഷോഡശി ജപിക്കുക, മൂന്നാമത്തത് മന്ത്രത്തെ ഭാവനാപൂർവം സിമ്പലായിട്ട് ധരിച്ച് അദ്വൈതമായിട്ട്, അതായത് ചക്രസങ്കേതം, ആ ഒരു മന്ത്രസങ്കേതം, പൂജാ സങ്കേതം എല്ലാം തന്നെ ഒന്നായിട്ട് കണ്ട് പരാരൂപം. ഏതിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ദേവിയെ ആരാധിക്കാം. ഇതെല്ലാം ഓരോ രഹസ്യ രൂപങ്ങളാണെന്ന് മാത്രം. അപ്പൊ ശ്രീവിദ്യയുടെ ശക്തി സമൂഹത്തിന്റെ രഹസ്യ രൂപമാണ് ശ്രീചക്രം. ശ്രീചക്രം ഒരു സിമ്പലാണ്. ദേവിയുടെ ആദ്യ ശക്തി എന്ന് പറയുന്നത്, ദേവിയുടെ ആദ്യ ശക്തി എന്താ? നാദമാണ്. നാദമാണ് മന്ത്രമായിട്ട് വന്നിരിക്കുന്നത്. അത് സർവത്തിലും എങ്ങനെ ഇരിക്കുന്നു? നാദം കുണ്ടലിനി രൂപത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കുണ്ടലിനിയെ ഉണർത്താനായിട്ട് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്നത്. മന്ത്രവും നാദവും കുണ്ടലിനിയും വേറെയല്ല, മൂന്നും ഒന്നാണ്. അപ്പൊ ആ കുണ്ടലിനി രൂപത്തിൽ നമ്മുടെ മൂലാധാരത്തിൽ ഇരിക്കണം. മന്ത്രം ദേവിയുടെ രഹസ്യ രൂപം മാത്രമല്ല, സാധകർക്ക് ഒരാളുടെ രൂപം പ്രകാശിപ്പിക്കുന്ന മാർഗം കൂടെയാണ്. നമുക്ക് എന്തെങ്കിലും സാധകന് ദേവിയെ അറിയണമെങ്കിൽ ഈ കുണ്ടലിനി രൂപത്തിലേ അറിയാൻ പറ്റൂ, നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശ സ്വരൂപമായിട്ട്. അപ്പൊ പൂജകൻ എന്താ? പൂജകൻ, പൂജ്യം, പൂജ, ഇത് മൂന്നും ഒന്നാവണം. അതാണ് ജ്ഞാനം, ജ്ഞാത്ര, ജ്ഞേയം. എപ്പോഴും നിങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞ ശ്രീചക്രത്തില് ഇത് ഒരുപാടടുത്ത് വരും. ജ്ഞാന, ജ്ഞാത്ര, ജ്ഞേയങ്ങള്, മാന മാത്രമേയങ്ങള്, സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, നോളജ്. എപ്പോഴും ആലോചിച്ചോളാം, ഞാൻ ചെയ്യുന്ന വ്യക്തി, ചെയ്യുന്ന പൂജ, ചെയ്യപ്പെടുന്ന, നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്, ഇത് മൂന്നിനെയാണ് ഇത് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ത്രിപുടി എന്ന് പറയുന്നത്. എപ്പോഴും ഇത് ഓർത്തോളണം. ഇത് മൂന്നും നമുക്ക് ഒന്നാവണം. ഈ പരമദ്വൈത ഭാവനയാണ് ശ്രീചക്ര പൂജനം എന്ന താന്ത്രിക ഉപാസന. അപ്പൊ വൈദികം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ആ ദേവിയെ വെളിയിൽ, അതായത് ഈ പ്രപഞ്ച രൂപിണിയായിട്ട് കണ്ട് വേദമന്ത്രങ്ങൾ ജപിക്കുന്നതാണ് വൈദികമായിട്ടുള്ള ശ്രീവിദ്യ. അതിന് ജ്ഞാതാവ്, ജ്ഞാനം, അതിന് അർഘ്യം കൊടുക്കും നമ്മള്.
ഈ വെളിയിൽ ചെയ്യുന്ന പൂജകൾ, പഞ്ചോപചാരമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഹവിസും ഹോതാവും അർഘ്യവും യജ്ഞത്തിൽ ഒന്നാണ്. അർഘ്യം അതിഥിയെ സ്വീകരിക്കുന്ന ജലമാണ്. അർഘ്യതേ പൂജ്യതേ, അതായത് ഒരാളെ വരുമ്പോൾ കാല് കഴുകാൻ കൊടുക്കുകയും വെള്ളം കുടിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ദേവിയുടെ പൂജ സമയത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ജ്ഞാന സൂര്യൻ പ്രതിഫലിക്കുന്ന ജലം, അതാണ് ശരിക്കും തീർത്ഥം എന്ന് പറയുന്നത്. ഈ തീർത്ഥം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ അറിവ്, അതിനെയാണ് ഗംഗാ പ്രവാഹം എന്ന് പറയുന്നത്. ഈ അറിവ് വന്നു കഴിഞ്ഞാൽ നമുക്കെന്താ, ആ പാല്, നെയ്യ്, ധാന്യം എന്തൊക്കെ നമ്മൾ കൊടുത്താൽ അത് ഹവിസാണ്. അതായത് എന്താണ് ഹവിസ്? അഗ്നിയിൽ അർപ്പിക്കുന്ന ഹോമദ്രവ്യമാണ് ഹവിസ്. അത് ഹോതാവിന്റെ ശരീരമാണ്, അത് ബഹിർസ്ഥിതമാണ്. ഒരു സാധാരണഗതിയിൽ എന്താ, ഈ ജ്ഞേയമായ വിദ്യയും ജ്ഞാതാവിന്റെ ഉള്ളിൽ തന്നെയാണ് വിളങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മാം ജുഹോതി, എന്താ ബ്രഹ്മാർപ്പണം, ഭഗവത്ഗീതയിലെ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മ കർമ്മ സമാധിന. ബ്രഹ്മത്തിൽ നിന്നെടുത്ത വസ്തുക്കളെ, ബ്രഹ്മമായിരിക്കുന്ന ഞാൻ ബ്രഹ്മമാകുന്ന വസ്തുക്കളെ കൊണ്ട് ഹോമിക്കുന്നു. ഇതെല്ലാം ഒന്നാണ്. അതാണ് ആ ഒരു മാം ജുഹോമി സ്വാഹ. ഈ ശ്രീചക്ര പൂജയിലും എന്താ പറയാ, അകത്തിരിക്കുന്ന ഞാനും പുറത്തിരിക്കുന്ന വസ്തുക്കളും ഇത് ഹോമിക്കുന്ന അഗ്നിയും എല്ലാം എന്താണ്? എല്ലാം ബ്രഹ്മം തന്നെ. അപ്പൊ ഞാൻ എന്റെ അറിവാകുന്ന അഗ്നിയിൽ ഹോമിക്കണോ, ഇതാണ് അതിന്റെ ആ ഒരു അർത്ഥം. ആ ജുഹോമി എന്ന് പറഞ്ഞാൽ ഹോമിക്കുന്നു. ഇവിടെ ഹോതാവായിട്ടിരിക്കുന്ന സാധകനാണ്. അപ്പോ സ്വ ആത്മാവിന് തന്നെ ഹോമിക്കുന്നത്. അപ്പോ പൂജക, പൂജ്യ, പൂജ, അതായത് ഇത് മൂന്നും ജ്ഞാത ജ്ഞാതൃ ജ്ഞേയങ്ങള്, അതാണ് ഈ ഹവിസ് എന്ന് പറയുന്നത്. അപ്പൊ അർഘ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ അഭേദമില്ലാതെ രണ്ടിനും ഒരു ഭേദകൽപ്പനയില്ലാതെ ഒരുമിക്കുന്നതിനാണ് നമ്മൾ ജലം തളിക്കില്ലേ, അതിനെയാണ് അർഘ്യം എന്ന് പറയുന്നത്. അപ്പോ ഏകീകരണം, അതാണ് അഭേദ ഭാവനം, അദ്വൈതം എന്ന് പറയുന്നത്. ഭാവന ഉപനിഷത്തിലെ ഭാവനം എങ്ങനെ രൂപം ഉപയോഗിക്കണമെന്ന് ചോദിച്ചാല് ദേവിയ ശരീരം എന്ന ശ്രീചക്രം, സ്വശരീരം എന്ന ശ്രീചക്ര ഭാവന, ജ്ഞാനം അഥവാ വിദ്യ എന്ന ശ്രീചക്ര ഭാവന, ഇത് മൂന്നും ചേർത്തിട്ട് ദേവി ജ്ഞാനം. അപ്പൊ ആരെയാണ് പൂജിക്കുന്ന? ദേവിയെ. പൂജിക്കുന്ന ആര്? ഞാൻ. അപ്പൊ ഇതെന്താണ്? അറിവ്. ഞാനും ദേവിയും ഒന്നാണെന്നുള്ള അറിവ് കിട്ടാനായിട്ടുള്ള പൂജയാണ് ശ്രീചക്ര പൂജ. ഈ അറിവില് ഈ പൂജ ചെയ്താൽ ഈ ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഒരുമിച്ചിട്ട് എന്താവും? ഇതൊക്കെ തന്നെ ഒന്നായിരിക്കുന്ന ദേവിയാണെന്ന് നമുക്ക് തിരിച്ചറിയും. ഇത് തന്നെയാണ് അനുഭവിച്ചറിയേണ്ടത്. ഇതാണ് ഏകമായിട്ടുള്ള അദ്വൈതം, ദ്വൈതമില്ലാത്ത അവസ്ഥ. ഇതാണ് ആദ്യത്തെ എന്താ പറയാ, ആ ഒരു പൂജ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫലം. ഇപ്പൊ ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയുന്നത് പ്രേമം, അനുരാഗം, ശൃംഗാര രസങ്ങള്, അണിമാതി ശക്തികള്, കാമക്രോധ ലോപമോഹ മത മാത്സര്യങ്ങള്, പുണ്യപാപങ്ങള്, ബ്രാഹ്മി മുതലായ അഷ്ടശക്തികള്, 9 ആധാര ചക്രങ്ങൾ, ഇവരുടെ ശക്തി മുദ്രകള്, നിയതികള് എല്ലാം എന്താണ്? ആദ്യത്തെ ഒന്നാമത്തെ ചക്രത്തിലെ സ്ക്വയറില് 3 ലൈൻസിലായിട്ട് 3 വരകളിലായിട്ട് ഇരിക്കുകയാണ് ഇവരെല്ലാം തന്നെ. അപ്പൊ ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറഞ്ഞാൽ ഒരു സാധകനെ മോഹിപ്പിക്കുന്ന ചക്രം. അവിടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകാനുള്ളത്. ആ സ്ക്വയറില് ഈ പറഞ്ഞവരെല്ലാം അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ എന്താണ്? അപ്പൊ ഇതെല്ലാം തന്നെ വരുന്നത് എന്താണ്? ഒരു നിയമത്തിനനുസരിച്ചാണ് വരുന്നത്. അതിനെയാണ് ലോ, അതാണ് നിയമം, അതാണ് കർമ്മ പ്രാരാബ്ധം എന്ന് പറയുന്നത്. നിയമേത് അനയാം ഇതി നിയമം, ലോ അഥവാ വിധി. വിധി എന്ന് പറഞ്ഞാൽ എന്താ? ഡെസ്റ്റിനി ഇല്ലേ? പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത് നിയമം, അവനവന്റെ കർമ്മത്തിനനുസരിച്ച്. പണ്ടൊക്കെ കർമ്മം നമ്മൾ പറയും, നമ്മൾ എന്തോ ആണ്, എന്താ പറയാ, നമുക്ക് പണ്ട് എന്തൊക്കെയോ ചെയ്തു, നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കർമ്മം ആര് പറഞ്ഞു? കർമ്മഫലം എല്ലാം ഇത് സത്യമായിട്ടുള്ള ഒരു ആസ്ട്രോഫിസിക്സിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ എവറിത്തിങ് എന്താ പറയാ, ബൗൺസ്. നമ്മൾ എന്ത് ചെയ്തോ കർമ്മം, ആ ഫലങ്ങളെല്ലാം, എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനനുസരിച്ച് കർമ്മം നമ്മൾ ചെയ്യണം. അപ്പോ പണ്ടത്തെ കർമ്മവും എന്ത് ചെയ്യും? കർമ്മവിനയായിട്ട് നമുക്ക് വരും. അപ്പൊ പണ്ടത്തെ കർമ്മം എന്നാൽ എന്താ? നമ്മുടെ ചിത്തത്തിനകത്തിരിക്കുന്ന അനേക ജന്മത്തിലെ വാസനകൾ. അപ്പൊ ഇതെല്ലാം തന്നെ ഈ നിയമം പ്രകൃതി ശക്തികളിലാണ്. ഇതെല്ലാം നടത്താൻ ആരെ ഏൽപ്പിച്ചിരിക്കണം? അമ്മ, പ്രകൃതി ശക്തികളെ. അപ്പൊ നമുക്ക് പ്രകൃതിയിൽ നിന്ന് വരുന്ന ദുരന്തങ്ങളെല്ലാം എന്താണ്? കാറ്റടിച്ച് നമ്മുടെ വീട് പോയി, കാറ്റടിച്ച് നമ്മുടെ കാലൊടിഞ്ഞു, ഇതൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ കർമ്മങ്ങളെയെല്ലാം അതിന്റെ ഫലം തരാൻ അമ്മ ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ പ്രകൃതി ശക്തികളെ. അവര് തരുന്നതൊക്കെ നമുക്ക് ഏറ്റേ പറ്റൂ. എന്തുകൊണ്ട് സുനാമി വന്നു? എന്തുകൊണ്ട് കൊടുങ്കാറ്റ് വന്നു? എന്തുകൊണ്ട് അഗ്നിയിൽ കരിഞ്ഞു പോയി, ഇല്ലെങ്കിൽ വെള്ളത്തിൽ താണുപോയി? കാരണം എന്താ? നമ്മൾ ഏതോ ജന്മം ചെയ്ത കർമ്മം പ്രാരാബ്ധ ശരീരത്തിൽ എങ്ങനെ പോകണമെന്ന് കർമ്മത്തിന്റെ ഫലം കൊടുക്കാനായിട്ട് അവരാണ് അതിന്റെ പോർട്ട്ഫോളിയോ, അവരാണ് അതിന്റെ അധികാരികൾ. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരം പോകാനുള്ള വഴി വരും. ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോ
പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരത്തിന് കാരണമായിട്ടുള്ള കർമ്മമാണ്. ഇത് കർമ്മ നിയമമാണ്. അത് ഈ നിയമം പ്രകൃതി ശക്തികളാൽ നിയമിക്കപ്പെട്ട രീതിയിൽ നടന്നേ പറ്റുള്ളൂ. അതാണ് താന്ത്രികർക്ക് അത് നിയതിയെ ഒരു കഞ്ചുകം എന്ന് പറയുന്ന പരിമിതപ്പെടുത്തുന്ന ഒരു ശക്തിയായിട്ട് കാണാൻ കാരണം. ഒരു ആത്മാനുഭാവത്തിന് നമ്മുടെ തടസ്സം നിൽക്കുന്ന കഞ്ചുകമാണ് മായ. ഈ മായയുടെ 5 കഞ്ചുകങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പൊ ശൃംഗാരം മുതൽ ശാന്തം വരെയുള്ള നവരസങ്ങളും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. നവരസങ്ങൾ ഇതെല്ലാം എന്താ പറയുക, ഋതുക്കള്, ഈ പറഞ്ഞ ഷഡ് ഗുണങ്ങള്, എന്താ പറയുക, ഷഡ് ഋതുക്കള് എല്ലാം 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 തന്നെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. അപ്പൊ ഇതിനകത്ത് എന്താ ശാന്ത എന്ന് പറയുന്ന അണിമ, ലഘിമ, അത്ഭുത, ഈ പറഞ്ഞ നവരസങ്ങളാണ്. മഹിമ, കരുണ, ഈശിത്വ, വീര, വശ്യത്വ, ഹാസ്യ, പ്രാകാമ്യ, ഭീമത്സ, ഭുക്തി, രൗദ്ര, ഇച്ഛ, ഭയാനക, പ്രാപ്തി, ശൃംഗാര, സർവകാമസിദ്ധി, നിയതി. ഈ സർവകാമസിദ്ധിയാണ് നമ്മൾ നിയതി അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ എന്താ, അവരാണ് ഈ പറഞ്ഞ ആദ്യത്തെ ലൈനിൽ ഇരിക്കുന്നവരെല്ലാം തന്നെ ഈ ബ്രാഹ്മി, അവരുടെ അഷ്ടശക്തികളായിട്ട് ഒക്കെ ഇരിക്കുന്നത്. അപ്പോ ഒരു എന്താ പറയാ, സംസാരത്തിലെ ഊർമികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കള്, തിരകള്, നമുക്ക് ക്രോധാദികൾ ഉണ്ടാക്കുന്നത് എന്താണ്? ആ ഒരു നമ്മുടെ പൂർവജന്മ വാസനയ്ക്കനുസരിച്ചാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ ശാന്തയാക്കി തീർക്കുന്നത് ആരാണ്? ഈ അമ്മമാരാണ്, ഈ അഷ്ടമാതൃക്കള്. ബ്രാഹ്മി, കൗമാരി തുടങ്ങിയ അഷ്ടമാതൃക്കളാണ് നമ്മുടെ ഊർമികളെ ശാന്തപ്പെടുത്തുന്നത്. അതിനാണ് അവരവിടെ ഇരിക്കുന്നത്. വിശപ്പ്, ദാഹം, വാർദ്ധക്യം, മരണം, ദുഃഖം, മോഹങ്ങൾ, ഇവരുടെ എല്ലാം തിരകളാണ് നമുക്ക് ദുഃഖം തരുന്നത്, ഇല്ലേ? വിശപ്പ്, ദാഹം, വാർദ്ധക്യം, മരണം, ദുഃഖം, മോഹങ്ങള്, ഇതെല്ലാം നമുക്ക് തരുമ്പോ ഇവരെന്ത് ചെയ്യും? ഈ അമ്മമാര് അത് നമുക്ക് പതുക്കെ പതുക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. അപ്പൊ പുണ്യപാപങ്ങൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പുണ്യപാപങ്ങളെ എല്ലാം തന്നെ ഈ മാതൃക്കള് എന്ത് ചെയ്യും? നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പൊ കാമം യോഗേശ്വരി, ക്രോധം മാഹേശ്വരി, മോഹം വൈഷ്ണവി, അഹംഭാവം ബ്രഹ്മാണി, ലോഭം കൗമാരി, മത്സരം ഇന്ദ്രാണി, പൈശൂന്യം യമി, അസൂയ വാരാഹി. ഇതെല്ലാം ദേവിമാരായിട്ട് അവിടെ ശ്രീചക്രത്തിൽ ഇരിക്കുന്ന, ശ്രീചക്രം നമ്മുടെ ശരീരമാണ്. ഈ ശത്രുക്കളെ നിയന്ത്രിക്കാൻ ഉപാസിക്കേണ്ട ദേവതമാരാണ് അഷ്ടമാതൃക്കള്. ഇപ്പൊ ഷഡ്വർഗ യോഗിനി സിദ്ധിക്ക് തടസ്സമായിട്ടിരിക്കുന്നതിനെ എല്ലാം ബ്രാഹ്മി കാമം, മാഹേശ്വരി ക്രോധം, കൗമാരി ലോഭം, വൈഷ്ണവി മോഹം, വാരാഹി മതം, ഇവരെ എന്ത് ചെയ്യും? ഇതിനെല്ലാം ഇല്ലാതാക്കും. ഇന്ദ്രാണി മാത്സര്യം, ചാമുണ്ട പാപം, മറ്റുള്ളവരെ ആഭിചാരത്തിൽ ദ്രോഹിക്കാനുള്ള വാസന ഇല്ലാതാക്കും. പിന്നെ ഇതിനെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും പുണ്യമായിട്ടിരിക്കുന്ന അഷ്ടമാതൃക്കളിൽ ഒരാളാണ് മഹാലക്ഷ്മി. പുണ്യസ്വരൂപമാണ് അമ്മ. വിവേകം ഉണ്ടാവുമ്പോൾ മാത്രമേ പുണ്യം കിട്ടുള്ളൂ. കാരണം അറിവില്ലാത്ത ഒരാളുടെ ഉള്ളിൽ മഹാലക്ഷ്മി കാണില്ല. കാരണം മഹാലക്ഷ്മി ലക്ഷ്യതേ ഇതി, മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദേവിയാണ് മഹാലക്ഷ്മി. നമ്മൾ കാണുന്ന പോലെ പൈസ വാരി വാരി ഇട്ട് തരുന്നതല്ല. നമ്മൾ മഹാലക്ഷ്മിയെ കാണുന്ന എന്താ? കുറെ പൈസ തരാനും അഷ്ടൈശ്വര്യം തരാനും, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി ആയിട്ടൊക്കെ മഹാലക്ഷ്മിയെ കാണും. യഥാർത്ഥ മഹാലക്ഷ്മി ആരാ? യഥാർത്ഥ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കാണിച്ചു തരുന്നവൾ മഹാലക്ഷ്മി. ലക്ഷ്യതേ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ദേവിയാണ് മഹാലക്ഷ്മി. ഈ മഹാലക്ഷ്മി, അതായത് അറിവ് വരുമ്പോ മാത്രമേ എന്താവുള്ളൂ? അറിവ് വരുമ്പോ മാത്രമേ നമുക്ക് മഹാലക്ഷ്മിയുടെ ഐശ്വര്യം നമുക്കുണ്ടാവുള്ളൂ. അപ്പോ ആ ഒരു ദേവി അധിവസിക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ ജീവിക്കണമെങ്കിൽ, ദേവി എപ്പോഴും ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവന് വിവേകം ഉണ്ടാകണം, അറിവുണ്ടാകണം. അത് മാത്രമല്ല, സാധകന്റെ അർഹതയെ മുദ്ര വെച്ച് അകത്ത് കടക്കാനുള്ള അംഗീകാരം കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ സ്ഥൂലം, സൂക്ഷ്മം, പര മുദ്രാശക്തികൾ. 10 മുദ്രാശക്തികൾ, അതാണ് ദശമുദ്ര എന്ന് പറയുന്നത്. ആ 10 മുദ്രകള്, സ്ഥൂലം ശരീരത്തിന്റെ കയ്യിന്റെ സ്ഥൂലം, സൂക്ഷ്മം എന്ന് പറയുന്നത് അക്ഷരാത്മകങ്ങളായ ബീജാക്ഷരങ്ങള്, പര എന്ന് പറയുന്നത് വാസനാത്മകങ്ങളായ അതിസൂക്ഷ്മമായ മാനസിക വ്യാപാരങ്ങൾ. അപ്പൊ ദേവി ഇനി അടുത്തത് ദേവിയുടെ കയ്യിലെ അമ്പും വില്ലുമാണ്, ശരവും പാശവും. അപ്പൊ ദേവിയുടെ കയ്യിലെ അമ്പും വില്ലും ശരവും പാശവും തുമ്പക്കുടവും എല്ലാം തന്നെ സ്ഥൂല മുദ്രയാണ്. എന്താണ് ദേവിയുടെ കയ്യില്? നമ്മുടെ ലളിതാ ത്രിപുര സുന്ദരിയുടെ കയ്യിലിരിക്കുന്നത് എന്തൊക്കെയാണ്? പഞ്ചബാണങ്ങളും മനോരൂപേക്ഷ കോദണ്ഡവും, ഇല്ലേ? അപ്പൊ ഇതിനകത്തിരിക്കുന്ന ആ ഒരു തുമ്പക്കുടം എന്ന് പറഞ്ഞാൽ തൂണീരം, അമ്പ്, ആവനാഴി സ്ഥൂല മുദ്രയാണ്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ആദ്യത്തെ 5 മുദ്രകൾ എന്തിനെയാ കാണിക്കുന്നത്? ദേവിയുടെ പഞ്ചബാണങ്ങളെയാണ് കാണിക്കുന്നത്. ദ്രാം, ദ്രീം, ക്ലീം, ബ്ലൂം, സഹ. പിന്നെയാണ് ക്രോം വരുന്നത്. അപ്പൊ ഈ സൂക്ഷ്മ മുദ്രകള് ഈ പറയുന്ന 10 മുദ്രയില് ആദ്യത്തെ ദേവിയുടെ 5 ബാണശക്തികളെ കാണിക്കുന്നു. മുദ്രാശക്തിയുടെ ദേവതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സർവസംക്ഷോഭിണി, സർവാകർഷിണി, സർവവശീകരണി, ഉന്മാദിനി, മഹാങ്കുശ, ഖേജരി, ബീജ, യോനി. ഇവരാണ് 10 മുദ്രകൾ. ദശമുദ്ര സമാരാധ്യ, ത്രികണ്ഠിനി അഥവാ ശക്തിയുതാപിനി എന്ന് പറഞ്ഞ 10ാമത്തെ മുദ്ര.
അതായത് ലളിതാദേവിയെ സാധകനിൽ ഉണർത്തുകയും ഉണർത്തിയിട്ട് സാധകന്റെ ഉള്ളിൽ നിന്ന് 16ാമത്തെ കലയെ പുറത്തേക്ക് ആവാഹിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ആവാഹന മുദ്രയാണ് ത്രികണ്ഠ. 3 ഖണ്ഡങ്ങൾ, നമ്മുടെ സൂര്യഖണ്ഡം, ചന്ദ്രഖണ്ഡം, അഗ്നിഖണ്ഡമാകുന്ന 3 ഖണ്ഡങ്ങളിൽ ഇരിക്കുന്ന പഞ്ചദശി മന്ത്രത്തിന്റെ 15 ബീജങ്ങളുടെ ശക്തിയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയെ ആവാഹിക്കുന്ന മുദ്രയാണ് ത്രികണ്ഠ. അപ്പോ ഈ പറഞ്ഞ സമഷ്ടി ശക്തി, അതായത് സിദ്ധി, മാതൃക, മുദ്ര, ദേവത ചേർന്ന പുറത്തെ ചക്രമാണ് ത്രൈലോക്യ മോഹന ചക്രം. അവിടെ തടസ്സം നീങ്ങിയിട്ട് എന്ത് ചെയ്യണം? പ്രാപ്തി വരണം, അതിനുശേഷം സിദ്ധി വരണം. ഇവ ശരീര മനസ്സുകളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സംസാര ചുഴിയിൽ വീഴാതെ ലക്ഷ്യത്തിലേക്ക് സാധകനെ അടുപ്പിക്കുന്നതാണ് ഈ ചക്രത്തിലെ ദേവതകളെല്ലാം തന്നെ. ശരീരത്തിലെ മൂലാധാരം മുതലുള്ള എല്ലാ ചക്രങ്ങളെയും ഈ മുദ്രകൾ എന്ത് ചെയ്യും? ഉണർത്തും. ഈ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ മുദ്രകള് ഉണർത്തും. അപ്പൊ ആദ്യ തലത്തിൽ ദേവതകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നുണ്ട്, ചന്ദ്രക്കല ചൂടി, വലത് കൈയിൽ ചിന്താമണി രക്തം, ഇടത് കൈയിൽ അഭയമുദ്ര. മാതൃക്കൾക്കെല്ലാം കടുനീല നിറം, ചുവന്ന വസ്ത്രം, കയ്യിൽ ചുവന്ന താമര, അമൃത കലശം. മുദ്രാദേവികളെല്ലാം ഉദയസൂര്യന്റെ നിറം, കയ്യിൽ പാശം, തുമ്പക്കുടം, അങ്കുശം. രണ്ടാമത്തെ ചക്രം സർവാശ പരിപൂരക ചക്രം. അവിടെ എന്താണ്? സർവാശ പരിപൂരക ചക്രത്തിൽ ഇരിക്കുന്നത് പഞ്ചഭൂതങ്ങള്, ദശേന്ദ്രിയങ്ങള്, മനസ്സ്. 16 നിത്യദേവതകളായിട്ട് ഇവർ ഇരിക്കുകയാണ്. കാമാകർഷിണി മുതൽ 16 നാമങ്ങളായിട്ട്. ഈ ചക്രങ്ങളിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങള് ത്രിവൃത്തങ്ങളാണ്. 3 വൃത്തങ്ങൾ നമ്മൾ കാണണില്ലേ ശ്രീചക്രത്തിൽ? ഈ പറഞ്ഞ സ്ക്വയറിന്റെ തൊട്ട് മുകളിലുള്ള 3 വൃത്തങ്ങൾ. രണ്ടാമത്തെ ചക്രങ്ങളിൽ 16 ദളത്തില് 16 സ്വരാക്ഷരങ്ങള്, 16 കലകള്, അതായത് നിത്യദേവതകളെന്നും ഇവരെ പറയും. അടുത്തത് ഈ നിത്യദേവതകളുടെ പേര് കാമാകർഷിണി, ബുദ്ധ്യാകർഷിണി, അഹങ്കാരാകർഷിണി, ശബ്ദാകർഷിണി, സ്പർശാകർഷിണി, രൂപാകർഷിണി, രസാകർഷിണി, ഗന്ധാകർഷിണി, ചിത്താകർഷിണി, ധൈര്യാകർഷിണി, സ്മൃത്യാകർഷിണി, നാമാകർഷിണി, ബീജാകർഷിണി, ആത്മാകർഷിണി, അമൃതാകർഷിണി, ശരീരാകർഷിണി. അപ്പൊ ഇതെല്ലാം തന്നെ ഈ 16 ദളങ്ങളിൽ ഇരിക്കുന്നവരാണ്. അടുത്തത് ഈ പറഞ്ഞ 16 നിത്യകലകള്, പഞ്ചഭൂതം, ദശേന്ദ്രിയം, മനസ്സുകള്. അതിൽ തന്ത്രരാജ തന്ത്രത്തില് ഇതെല്ലാം തന്നെ വളരെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തത് എന്താ? പ്രാണസ്പന്ദനം, നമ്മുടെ വൈബ്രേഷൻ അല്ലെ? ആ പഞ്ചഭൂതവും ഇന്ദ്രിയവും മനസ്സുമായി തീരുന്നത് എന്തൊക്കെയാണ്? അതിനെയാണ് ഈ ഷോഡശ കലയിൽ നിന്ന് അതിന്റെ വളരെ സൂക്ഷ്മ അംശങ്ങളാണ് നമ്മുടെ പ്രാണനും മനസ്സുമായിട്ട് തീരുന്നത്. അതിന് കാലം മാറ്റമില്ലാതെ നിൽക്കുന്നത്, അതിനെയാണ് നിത്യകൾ എന്ന് പറയുന്നത്. ആ ഒരു നിത്യകൾക്ക് ന്യാസത്തിലവേ നിത്യകലാദേവികൾ എന്ന് പറയും. ഏതൊക്കെയാണ് നിത്യകലാദേവികള്? ആ പറഞ്ഞ ഈ കാമാകർഷിണി പോലെ അവര് ഈ നിത്യകളായിട്ട് വരുമ്പോ എങ്ങനെ വരും? കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ. അത് കഴിഞ്ഞ് സർവമംഗള, ജ്വാലാമാലിനി, നിത്യ. ഈ മഹാനിത്യകൾ എന്ന് പറയുന്ന ദേവിയുടെ ത്രികോണത്തിൽ ദേവി ഇരിക്കുന്ന ബിന്ദുവിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന കാലത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 16 പേര്. ഈ 16 പേരെ ഈ പറഞ്ഞ ഷോഡശ തലത്തിലും പറയാം, ഈ പറഞ്ഞ 16 നിത്യകളായിട്ടും പറയാം. അടുത്തത് സർവസംക്ഷോഭണ ചക്രം. സർവസംക്ഷോഭണ ചക്രത്തിൽ നമ്മുടെ ശരീരവുമായിട്ട് എന്താ ബന്ധപ്പെട്ടിരിക്കുന്നത്? വചനം, ആദാനം, ഗമനം, വിസർഗം, ആനന്ദം, ഹാനം, ഉപാദാനം, ഉപേക്ഷ. അതായത് മനസ്സിന്റെ 8 ഭാവങ്ങള്. അതാണ് അനംഗ കുസുമ മുതല് 8 പേര്. അനംഗ കുസുമ, അനംഗ മേഖല, അനംഗ മദന, മദനാതുര, രേഖ, വേഗിനി, അനങ്കാങ്കുശ, അനംഗമാലിനി. അത് എന്തൊക്കെയാ? കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം, യാര, ലാവ, ശാഷ, സാഹ, ലാക്ഷ. അപ്പൊ ഇതെല്ലാം തന്നെ അക്ഷര സ്വരൂപമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുകയാണ്. ഇപ്പൊ കർമ്മേന്ദ്രിയ ദോഷങ്ങള് മനസ്സിന്റെയും ബുദ്ധിയുടെ ദോഷങ്ങളാണ്. അപ്പൊ വാദ, പിത്ത, കഫ ദോഷം എന്ന അർത്ഥത്തിലാണ് ഇത് പറയുന്നത്, അല്ലാതെ പാപം എന്ന അർത്ഥത്തിലല്ല. തന്ത്രകാരന്മാർ ദോഷം എന്ന് പറയുന്നത് എന്താ? ഇത് നമ്മൾ നേരെ അറിയാതെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വരുന്ന ഇംബാലൻസ് ആണ്. പ്രധാനപ്പെട്ട ത്രിദോഷങ്ങൾ വാദം, പിത്തം, കഫം. ഇത് 3 എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ശരീരത്തിലെ തന്നെ അഗ്നി, സൂര്യ, സോമ മണ്ഡലങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്കിതിനെ നിയന്ത്രിക്കാം? മറ്റു ദോഷങ്ങളെല്ലാം ഇതിനെ നിയന്ത്രിച്ചാൽ ശരിയാകുന്നു പറയും. കാരണം ഇത് നമ്മുടെ ഭക്ഷണം, ജീവിതചര്യ, നമ്മുടെ ആ ഒരു പ്രാണവായുവിന്റെ നിയന്ത്രണം ഇതിൽ കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം നിയന്ത്രിച്ചാല് നമുക്കെന്താ നല്ല ഒരു ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. അപ്പോ മനസ്സിനും ബുദ്ധിക്കും സർവ്വ ഇന്ദ്രിയങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഭൗതിക കാമനകളിൽ നിന്ന് പിന്മാറാൻ പറ്റും. എന്ത് ചെയ്യണം? നമുക്ക് എല്ലാം സംഹരിക്കുന്ന സർവ്വ സംക്ഷോഭണ ചക്രത്തിലെ ആ ഒരു ദേവിയെ ഭജിച്ചാൽ ഈ 8 ദേവതമാര് നമ്മളെ ക്ഷോഭിപ്പിക്കുക. അതായത് നമ്മുടെ മനസ്സിലെ തിരകൾ ഉണ്ടാക്കുക, അതിനെല്ലാം നിയന്ത്രിച്ച് ജീവിതത്തെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കും. 4ാമത്തെ ചക്രം സർവ്വ സൗഭാഗ്യദായക ചക്രം. എന്താണ് സർവ്വ സൗഭാഗ്യം?
എല്ലാ സൗഭാഗ്യങ്ങളെയും തരുന്ന ചക്രം എന്താണ്? പ്രാണനാഡികളാണ്. പ്രാണനാഡികൾ എന്ന് പറയുന്നത് 14 എണ്ണമാണ് പ്രധാനപ്പെട്ടത്. അലംബുഷ മുതൽ സുഷുമ്ന വരെ. സർവ സംക്ഷോഭണ ചക്രത്തിൽ 14 പേരുണ്ടായിരുന്നു. അതുപോലെ 14 ത്രികോണം. അക്ഷരങ്ങൾ പറയുകയാണെങ്കിൽ കാ മുതൽ താ വരെ വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പോ ഒരാൾ ശ്വസിക്കുന്നത് എത്രയാണ്? 24 മണിക്കൂറിൽ 21,600 ശ്വാസം എന്ന് പറഞ്ഞു. ഈ നാഡീ ചക്രങ്ങളിലൂടെയാണ് 21,600 പ്രാണൻ 24 മണിക്കൂർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഇല്ലേ? അപ്പൊ അതിനെ നമ്മൾ സോഹം ഹംസ എന്നത് ആ ഒരു ഇതില് ഓരോ നാടുകളിൽ മൂലാധാരത്തിൽ ഇത്ര, സ്വാധിഷ്ഠാനത്തിൽ ഇത്ര, മണിപൂരകത്തിൽ ഇത്ര എന്നൊക്കെ ഇങ്ങനെ വളരെ വിശദമായിട്ട് അവസാനം ഹംസ ഹംസായ വിത്മഹി പരമഹംസായ ധീമഹി തന്നോ ഹംസ പ്രജോ, ഇതിനൊക്കെ ആ ഉയരത്തിലിരിക്കുന്ന ആ ഒരു ഹംസേശ്വരനായിട്ടിരിക്കുന്ന ഭഗവാൻ. അപ്പൊ ഇതിന് നമ്മൾ കൊടുക്കുമ്പോൾ അറിഞ്ഞ അജപാ ഗായത്രി ജപിക്കുന്ന പോലെ വരും. ഇപ്പൊ മൂലാധാരത്തിൽ 600, സ്വാധിഷ്ഠാനത്തിൽ 6000, മണിപൂരകത്തിൽ 6000, അനാഹതത്തിൽ 6000, വിശുദ്ധിയിൽ 1000, ആജ്ഞയിൽ 1000, സഹസ്രാരത്തിൽ 1000, ആകെ 2160. 24 മണിക്കൂറിൽ നമ്മൾ എത്ര ശ്വാസം എടുക്കണം? 21,600 ശ്വാസം എടുക്കണം. അപ്പൊ ഈ സുഷുമ്നയ്ക്ക് ചുറ്റും 72,000 നാഡീ ഞരമ്പുകള്, അതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതില് 14 എണ്ണം ഉണ്ട്. ആ 14 എണ്ണത്തിൽ നമ്മൾ 3 പേരാണ് ഏറ്റവും പ്രധാനം. ഏതൊക്കെയാണ്? സുഷുമ്ന, ഇട, പിങ്കള. 14 നാഡികൾ വളരെ പ്രധാനമാണ്. ഇപ്പം കാരണം എന്ന് വെച്ചാൽ അലംബുഷ അത് സർവ്വ സംക്ഷോഭിണിയാണ്. അതെന്താ? സുഷുമ്നയുടെ ഏറ്റവും മൂലഭാഗത്തിരിക്കുന്നതാണ്. കുഹു എന്ന് പറയുന്നത് സർവ്വ വിദ്രാവിണി, വിശ്വോദര എന്ന് പറയുന്ന സർവ്വ ആകർഷിണി, വരാണ എന്ന് പറയുന്ന സർവ്വ ആഹ്ലാദിനി, ഹസ്തജിഹ്വ സർവ്വ സമ്മോഹിനി, യശോവതി യശ്വന്തി എന്ന് പറയുന്ന സർവ്വ സ്തംഭിനി, പയസ്വിനി സർവ്വ ജംബിണി, ഗാന്ധാരി സർവ്വ വശങ്കിരി, പൂഷ സർവ്വ രഞ്ജിനി, ശംഖിനി സർവോന്മാദിനി, സരസ്വതി സർവാർത്ഥ സാധിനി, ഇട സർവ സമ്പത്തി പൂരണി, പിങ്കള സർവ മന്ത്രമയി, സുഷുമ്ന സർവദ്വന്ദ് ക്ഷയങ്കരി. അപ്പൊ ഈ 14 പേരും ഇതെല്ലാം നോക്കൂ, എല്ലാം നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന നാഡീ ഞരമ്പുകളും സുഷുമ്ന നാഡിയുമാണെന്ന്. അടുത്തത് സർവാർത്ഥ സാധക ചക്രം. ഇതൊക്കെ നമ്മൾ ഇനി ഇത് എടുത്തിട്ട് നല്ലവണ്ണം ഇത് വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോ ഒന്ന് പറഞ്ഞു പോകണം, ഇതിനൊക്കെ നമുക്ക് വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. പക്ഷെ നമ്മൾ അറിയണം നമ്മുടെ ശരീരത്തിലാണെന്ന്, അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. സർവ്വസിദ്ധിപ്രദ ചക്രം, സർവാർത്ഥ സാധക ചക്രത്തിന്റെ 10 തരം വായുക്കള് ഇത് ഇരിക്കുന്നത്. ഇതിലെ ശക്തി ദേവതകൾ എന്താണ്? സർവ്വസിദ്ധിപ്രദകളാണ്. കിഴക്ക് മൂലയിൽ നിന്ന് അപസവ്യമായിട്ടാണ് ഇവ വരുന്നത്. 10 ത്രികോണങ്ങളിൽ ഇരിക്കുന്നു. ഇതിന്റെ അക്ഷരം എന്താ? നാ മുതൽ ഭാ വരെ. 72,000 നാഡികളിലൂടെയാണ് പ്രാണൻ ഒഴുകുന്നത്. അപ്പൊ പ്രാണവാഹിനിയായിട്ടിരിക്കുന്ന ഈ ജീവന്റെ ആ ഒരു 10 പ്രധാന വായുക്കൾ ഇവിടെ കൂടെയാണ് പോകുന്നത്. കാരണം ഇതിനെ എന്താ പറയണ? പ്രാണപഞ്ചകം, നാഗപഞ്ചകം എന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുക. ആദ്യത്തെ 5 പ്രാണന്മാരെ പ്രാണപഞ്ചകം എന്നും, രണ്ടാമത്തത് നാഗപഞ്ചകം. എന്താണ് പ്രാണപഞ്ചകം? പ്രാണൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് മൂക്ക്, ശിരസ്, നാഭി ഇവകളിലേക്ക് സഞ്ചാരം ചെയ്യുന്നത്, അന്നം ഇറക്കുന്നത്, ശ്വസിക്കുന്നത്, ശരീരചലനം, ഇതെല്ലാം പ്രാണൻ. അപാനനോ? നാഭിയിൽ നിന്ന് തുട, ഉദരം എന്നിവിടങ്ങളിൽ കൂടെ സഞ്ചാരം, മലമൂത്ര വിസർജനം, രേതസ്, ആർത്തവ രക്തം എന്നിവ പുറന്തള്ളുക, പ്രസവം, ഇതെല്ലാം അപാനൻ. വ്യാനൻ മൂക്കിലും ഉദരത്തിലും നിന്ന് ദേഹമാസകലം വ്യാപിച്ച് രക്തചംക്രമണം നടത്തുന്നു. വിത്തചംക്രമണം, വളർച്ച, ജീവസന്ധാനം. ഉദാനൻ കണ്ഠത്തിൽ നിന്ന് കൈകാലുകള്, പ്രാണനോടൊപ്പം സഞ്ചാര സംഭാഷണ ശേഷി, ഭക്ഷണം കഴിക്കൽ. സമാനൻ നാഭിയിൽ നിന്ന് ജഠരാഗ്നിക്ക് സമീപം കാലിലെ വിരലുകൾക്ക് ഭക്ഷണ സ്വീകരണം, പചനം, പോഷകങ്ങളെ വേർതിരിച്ച് ശരീരത്തിൽ കൊടുക്കല്. അപ്പൊ പ്രാണാപാന ഉദാന, അതുകൊണ്ടാണ് പഞ്ചപ്രാണന്മാര് നമ്മൾ കൊടുക്കുന്ന ഭഗവതിക്ക് പ്രാണായ സ്വാഹ അപാനായ സ്വാഹ പറഞ്ഞ്. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പഞ്ചപ്രാണൻ നല്ല സ്വസ്ഥമായിട്ടിരിക്കാൻ. അപ്പൊ നാഗപഞ്ചകം ഇതിന്റെ ഉപപ്രാണന്മാരാരൊക്കെയാ? നാഗൻ തേട്ടൽ ഉണ്ടാക്കുന്നത്, കൂർമൻ കൺപോണകളെ ചലിപ്പിക്കുന്നത്, കൃകൻ ദഹനം, വിശപ്പ് നിയന്ത്രണം, തുമ്മല്, ദേവദത്തൻ കോട്ടുവായ് ക്ഷീണം, ധനഞ്ജയൻ ശരീരത്തിലെ വിവിധ കർമ്മങ്ങളിലെ ശബ്ദങ്ങള്. ഇതെല്ലാം തന്നെ ഈ ധനഞ്ജയൻ മരണസമയത്ത് പോലും ശരീരത്തെ വിട്ടുപോവില്ല. കാരണം ഈ ശരീരത്തെ ദഹിപ്പിച്ചാൽ മാത്രമേ ഈ ധനഞ്ജയൻ പോവുള്ളൂ. അപ്പൊ ഈ പ്രാണനുകൾ ആരൊക്കെയാണ് ഈ പറഞ്ഞ ചക്രങ്ങളിൽ ഇരിക്കുന്നത്? പ്രാണൻ സർവസിദ്ധിപ്രദ, അപാനൻ സർവ സമ്പത്പ്രദ, വ്യാനൻ സർവ പ്രിയങ്കരി, ഉദാനൻ സർവ കാമപ്രദ, സമാനൻ സർവ ദുഃഖ വിമോചിനി, നാഗൻ സർവ മൃത്യുപ്രശംനി, കൂർമൻ സർവ വിഘ്ന നിവാരണി, കൃകൻ സർവാംഗ സുന്ദരി, ദേവദത്തൻ ധനഞ്ജയൻ സർവ സൗഭാഗ്യദായിനി. ഇങ്ങനെ ഈ പറഞ്ഞ ശ്രീചക്രത്തിന്റെ 10 അന്തർദശാരത്തിൽ ഇവരിയ്ക്കുന്നു. ഈ 10 പ്രാണന്മാരിയ്ക്കുന്നു. അപ്പൊ വിഷ്ണുവിന്റെ ദശാവതാരങ്ങളായിട്ട് ഇതിനെ പറയാറുണ്ട്. 5ാമത്തെ ചക്രം നമ്മൾ എന്ത് പറയും? വായുപുരം. ഇവിടെയാണ് പ്രാണനുകൾ ഇരിക്കുന്നതെന്ന് പറയും. 6ാമത്തെ ചക്രം സർവരക്ഷാകര ചക്രം. സർവരക്ഷാകരം എന്ന് പറഞ്ഞാൽ പ്രാണനാൽ നയിക്കപ്പെട്ട ഈ പ്രാണപഞ്ചകം 5 വിധത്തിലാണ് അവിടെ ജോലി ചെയ്യണം. കാരണം ജഡരാഗ്നിയായി തീരുന്നു. നാഗനാൽ നയിക്കപ്പെട്ട നാഗപഞ്ചകം മനുഷ്യ ശരീരത്തിൽ പലവിധമായിട്ട് അന്നത്തെ ദഹിപ്പിക്കുന്നു. സർവജ്ഞ മുതൽ അന്തർദശാരത്തിലെ 10 ദേവതകള് കിഴക്ക് നിന്ന് എന്ത് ചെയ്യണം?
എണ്ണണം. ഈ ത്രികോണങ്ങളിൽ അവരുടെ അക്ഷരം ഏതൊക്കെയാണ്? മാ മുതൽ ലാക്ഷ വരെ. അപ്പൊ ഇതെല്ലാം ഈ 51 അക്ഷരങ്ങളും ഈ പറഞ്ഞതിനകത്താണ് എല്ലാം ലേപനം ചെയ്തിരിക്കുന്നതെന്ന് അർത്ഥം. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ രേചകം എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, ആ ഒരു സാരം സ്വീകരിച്ച് ഈ പറഞ്ഞ ആഹാരങ്ങളെല്ലാം തന്നെ അതിന്റെ പിഴിഞ്ഞ് അതിന്റെ രസം എടുത്തിട്ട് നമ്മുടെ ശരീരത്തിന് തന്നിട്ട് അതിനെ പുറന്തള്ളുന്ന അഗ്നി. പാചകം എന്ന് പറഞ്ഞാൽ ദഹനം, ശോഷകം എന്ന് പറഞ്ഞാൽ ജലാംശം വലിച്ചെടുക്കുക, ജഠരാഗ്നി. ഇതൊന്നും ഒരെണ്ണം പോലും പ്രശ്നം വന്നാൽ നമ്മുടെ ശരീരം ആകെ താരുമാറാകും. ദാഹകം, ദാഹക ശക്തി. പ്ലാവകം പിത്തത്തെ ക്ഷയിപ്പിക്കുന്നത്, ക്ഷാരകം പിത്തത്തെ സ്രവിപ്പിക്കുന്നത്, ഉദ്ഗാരകം ദഹനം, ക്ഷോഭകം അന്നത്തെ കടയുന്നത്. ഇങ്ങനെ എല്ലാം എന്താ പറയുക ശരീരത്തിൽ വലിച്ചെടുക്കുന്നത്. അതാണ് സർവജ്ഞ, സർവശക്തി, സർവൈശ്വര്യപ്രദ, സർവജ്ഞാനമയി, ഇതെല്ലാം ദേവതകളായിട്ട് സർവപാപകര, സർവാനന്ദമയി, സർവരക്ഷാസ്വരൂപിണി, സർവേപ്സിത ഫലപ്രദ എന്ന് പറയുന്ന ആ പറയുന്ന ഏത് ചക്രത്തില്? 6ാമത്തെ ചക്രത്തിൽ ഇരിക്കുന്ന സർവരക്ഷാകരത്തില് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്ന ശക്തികളായിട്ട് ഇരിക്കുന്നവര്. 7ാമത്തെ ചക്രം സർവരോഗഹര ചക്രം. സർവരോഗഹരം നമുക്കറിയാം, 7ാമത്തെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കുന്ന ചക്രമാണ്. അവിടെ ഇരിക്കുന്ന ആരാണ്? വശിന്യാദി വാഗ്ദേവതകള്. ഇതിനെ നമ്മൾ അഷ്ടാരം എന്ന് പറയും. വാഗ്ദേവതകളായിരിക്കുന്ന യോഗിനിമാരിയിരിക്കുന്നു. വശിന്യാദി വാഗ്ദേവതകള് അവര് ലളിതാദേവിയുടെ 1000 സഹസ്രനാമങ്ങള്, ഈ പറഞ്ഞ രഹസ്യനാമങ്ങൾ അവരാണ് ഉണ്ടാക്കിയത്. വശിനി എന്താണ്? വശിനി ആരാണ്? വശിനിക്ക് 16 സ്വരാക്ഷരങ്ങൾ, ആ മുതൽ അഹ വരെ. കാമേശ്വരി കവർഗം, ഉഷ്ണമാണ്. മോഹിനി ചവർഗം, സുഖം തരും. വിമല ടവർഗം, മുഖം. അരുണ തവർഗം, ഇച്ഛ. ജയിനി പവർഗം, സത്വം. സർവേശി യാര ലാവ രജസ്. കൗലിനി ശാഷ സാഹ. അപ്പൊ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ദേവിമാര്, ഈ 8 വശിന്യാദി വാഗ്ദേവതകള് ഇവിടെ ഇരിക്കുന്നു. ഇനി 5 ഭൂതങ്ങള് ത്രിഗുണങ്ങളില് 15 നിത്യകൾ ഉണ്ടാവണു. വശിന്യാദി വാഗ്ദേവത യോഗിനികള് പുര്യഷ്ടകത്തിലിരിക്കുന്ന രഹസ്യ ദേവതകളാണ്. ഇവർക്ക് ഇന്ദ്രിയങ്ങളാൽ കാണാൻ പറ്റില്ല നമുക്ക്. അപ്പൊ എന്താ? ഇവര് പൂർണ്ണമായിട്ട് എന്താണ്? അനിത്യാദി ശുചി ക്ലേശരൂപ സംസാര രോഗം, നമ്മുടെ ഈ ഭവരോഗത്തെ കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നത് ഇവരാണ്. ഈ ശക്തി ജ്ഞാനജ്ഞാതൃജ്ഞേയങ്ങളിലെ ഭേദമില്ലായ്മ ചെയ്യും. ആദ്യത്തെ 7 യോഗിനികള് സപ്തധാതുക്കളാണ്. 8ാമത്തെ അവരുടെ സമഷ്ടി സ്വരൂപമാണ് ഈ പറഞ്ഞ ചക്രം. ഇതിനെ എന്താ പറയണത്? ആ ഒരു യോഗിനിമാരിയിരിക്കുന്ന ഡാഗിനി, രാഗിനി, ലാഗിനി, കാഗിനി, സാഗിനി, യാഗിനി ഒക്കെ ഇരിക്കുന്ന സമഷ്ടി രൂപത്തിലിരിക്കുന്ന ആ ഒരു ശക്തിയെ അഷ്ടമി എന്ന് പറയും. ഇവരുടെ പരിവാര ദേവതകളാണ്. ഇവരിയ്ക്കുന്ന സ്ഥലങ്ങളാണ് ശിരസ്, നെറ്റി, ഭ്രൂമത്യം, ഖണ്ഡം, ഹൃദയം, നാഭി, നാഭിക്ക് താഴെ ശരീരത്തിൽ ആകമാനം ഇവരെ ന്യാസം ചെയ്ത് ധ്യാനിക്കണം. അതൊക്കെ ലളിതാ സഹസ്രനാമത്തില് നമ്മൾ വിശുദ്ധി ചക്രം മുതൽ ഡാഗിനി, ഡാരലേഖ, സഹയ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. ഓരോന്നും രക്തം, മജ്ജ, മാംസം ഇതൊക്കെ ഒന്ന് കേട്ടു പോയാലും ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ അറിയും. അപ്പൊ ഇവരെല്ലാം തന്നെ നമ്മൾ ന്യാസം ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ന്യാസം ചെയ്താൽ എന്താ? പെട്ടെന്ന് ഈ ദേവതമാര് ഉണരും. അപ്പൊ 7ാമത്തെ ചക്രം, ചക്രത്തിനകത്തും 8ാമത്തെ ചക്രത്തിന് പുറത്തുമായിട്ട് 5 തന്മാത്രകള്, 5 പുഷ്പബാണങ്ങള്, ദേവിയുടെ ബാണശക്തികള്, 5 പുഷ്പബാണങ്ങള്. കരിമ്പ് വില്ലാകുന്ന മനസ്സ്, രാഗമാകുന്ന പാശം, ദ്വേഷമാകുന്ന അങ്കുശം. എന്താണത്? ശബ്ദമാത്രാദി പഞ്ചപുഷ്പങ്ങള്, മനസ്സാകുന്ന ഇക്ഷുകോദണ്ഡം, രാഗം, പാശം, അങ്കുശം, ദ്വേഷം. ഇതെല്ലാം തന്നെ രാജരാജേശ്വരിയായിട്ടുള്ള ലളിതാദേവിയുടെ ആയുധങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവരെ പ്രത്യേകിച്ച് ഒരു ചക്രത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഈ പറഞ്ഞ ദേവിയുടെ ആയുധങ്ങൾ നമ്മളെ രക്ഷിക്കട്ടെ. ദേവി എന്താ പറയാ, പഞ്ചബാണങ്ങളും ഇക്ഷുകോദണ്ഡവും മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സഹായികയായിട്ടിരിക്കുന്ന ഭഗവതി രാജരാജേശ്വരി, ലളിതാ മഹാ ത്രിപുര സുന്ദരി, ഭട്ടാരിക രാജരാജേശ്വരി എല്ലാവർക്കും എല്ലാ ഐശ്വര്യം തന്ന് നമ്മളെ ഇതൊക്കെ മനസ്സിലാക്കാനും അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാനും നമ്മളെ സഹായിക്കാൻ ശ്രീമൂർത്തിയെ നമഃ.